യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരിഃ ഓം. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഃ ഭുവി ഭാവുകാഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം. തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ത്യക്ത്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവചസാ യദഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവത്. വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജിനുതം ശരണ്യം. ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിപോതം വന്ദേ മഹാപുരുഷത്തെ ശരണാരവിന്ദം. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാം. സീതാഭിരാമ പരമാദ്ഭുതരൂപശാലീ രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. ഭഗവാന്റെ ദിവ്യരൂപം ഭാഗവത രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആറാമത്തെ സ്കന്ധത്തില് ഭഗവാൻ തന്നെ പറയുന്നു, ശബ്ദബ്രഹ്മ പരം ബ്രഹ്മ മമോഭേ ശാശ്വതീ തനൂഹു. ശബ്ദബ്രഹ്മമായിട്ടും പരബ്രഹ്മമായിട്ടും ഇത് രണ്ടും എൻ്റെ ശാശ്വതമായ സ്വരൂപമാണ്. ഭാഗവതം ശബ്ദബ്രഹ്മരൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം, ജീവിത ലക്ഷ്യം എന്താണ്, എന്തിനു ജീവിക്കുന്നു, എന്താ പ്രയോജനം, ഈ ഒരു ചോദ്യം അറിവുള്ളവന്റെ ഉള്ളിൽ ഉദിക്കും. സ്വാമിജി ഒരു ശ്ലോകം ചൊല്ലി, തഥാ ഉദയത്തെ വിവേക. വിവേകം ഉദിക്കുന്നു. വിവേകം ഉദിക്കുമ്പോൾ
ജീവിതത്തിന് എന്തു പ്രയോജനം, എന്തിനു ജീവിക്കണമെന്ന് ചോദിക്കും. ആ ചോദ്യം തന്നെ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഉദിക്കണത്. ഇപ്പോ സുബ്രഹ്മണ്യം അദ്ദേഹം സ്വാഗതം പറയുമ്പോൾ ഒരു തമിഴ് പാട്ട് ചൊല്ലി, അവൻ അരുളാലേ അവൻ താഴ് വണങ്ങി. ഇതിനെ വേറൊരു വിധത്തില് ഇതിൽ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ചൊല്ലി കേട്ടിട്ടുണ്ട്. അവനരുളാലേ അവൻ താഴ് വണങ്ങി, അവനരുളാലേ അവനരുൾ പെറ്റ്, അവനരുളാലേ അവനരുൾ ആനേൻ. ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനെ ചിന്തിക്കാൻ തോന്നുന്നു, അതും ഭഗവാൻ തന്നെ വെക്കണമെന്നാണ്. എങ്ങനെയാ എന്ന് വെച്ചാൽ, സാധാരണ ഒരു മനുഷ്യൻ മൃഗശരീരത്തിലൊന്നും കിടക്കുമ്പോ ഭഗവത് സ്മൃതി ഒന്നും ഉണ്ടാവില്ല, അല്ലേ? ഭഗവാന്റെ കൃപ കൊണ്ട് ഭക്തി ഉദിക്കുമ്പോഴാണ് സ്മരണം ഉണ്ടാവണത്. ഈ പാട്ട് ഓർമ്മ വരുമ്പോൾ ഞാൻ പടിപടിയായി ഓർമ്മ വരുന്നു എനിക്ക്. അവനരുളാലേ അവൻ താഴ് വണങ്ങി എന്ന് പറയുന്നത് തമിഴിൽ തിരുവാചകം എന്ന് പറഞ്ഞൊരു ഭക്തിഗ്രന്ഥമുണ്ട്. 63 നായന്മാർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഭക്തന്മാരുടെ കഥകളാണ്. 63 ഭക്തന്മാർ. അതിൽ 63 പെടാത്ത ഒരാളാണ് മാണിക്യവാചകർ. 64 ആളാണ്. അദ്ദേഹം രചിച്ചതാണ് തിരുവാചകം. ഒരു ചൊല്ല് തന്നെ തമിഴിലുണ്ട്, തിരുവാചകത്തുക്ക് ഉരുകാതാർ ഒരു വാചകത്തുക്കും ഉരുകാർ എന്നാണ്. തിരുവാചകം കേട്ടിട്ട് ഉരുകിയിട്ടില്ലെങ്കിൽ വേറെ എന്ത് കേട്ടാലും ഭക്തി വരില്ല എന്നാണ്. തിരുവാചകം കേട്ട ഒരാൾക്ക് ഭക്തി വരുന്നില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ, അതിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോ ഉള്ളങ്കാല് മുതൽ ഉച്ചി വരെ, തലമുടി അറ്റം വരെ എനിക്ക് ഹൃദയമായി ഉരുകണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു മാണിക്യവാചകർ. അപ്പോ അത്തരത്തിലുള്ള ഒരു കൃതിയാണ് തിരുവാചകം. ഈ ഭാഗവത മഹാത്മ്യ സന്ദർഭത്തിലൊക്കെ തിരുവാചകം എങ്ങനെയെങ്കിലും ഓർമ്മ വരും. അത് ഇദ്ദേഹം തന്നെ ഇപ്പൊ ഓർമ്മപ്പെടുത്തി. അപ്പോ തിരുവാചകത്തില് ആണ് ഇത് വരുന്നത്. അവൻ അരുളാൽ അവൻ താഴ് വണങ്ങി. തിരുവാചകത്തിൽ ആദ്യത്തെ അധ്യായം ശിവപുരാണം എന്ന് പറഞ്ഞു. അതിലാണ് അവനരുളാൽ അവൻ താഴ് വണങ്ങി. അവിടെ ഈ ഭക്തൻ അദ്ദേഹം തന്നെ പറയുന്നു, ഭഗവാനെ ഞാൻ എത്ര യോനികളിൽ ജനിച്ചു എന്നാണ്. എത്ര യോനികളിൽ ജനിച്ചു, അപ്പോഴൊന്നും ശിവസ്മൃതി ഭഗവത് സ്മൃതി ഉണ്ടായില്ല. ക്ഷന്തവ്യോമേ അപരാധ. ആചാര്യസ്വാമികൾ പറയുന്ന പോലെ എന്റെ അപരാധം എന്നാണ്. എത്രയോ യോനികളിൽ ജനിച്ചു വന്നു. പുല്ലാകി പൂടായി പുഴുവായി മരമാകി പൽവിരുകമാകി. മലയാളം അറിയണവർക്ക് തന്നെ മനസ്സിലാകും. പൂടായി പുഴുവായി മരമാകി പൽവിരുകമാകി പറവയായി പാമ്പായി പേയായി മനിതരായി കല്ലായി പൽ അസുരരാകി മുനിവരായി ദേവരായി ശെല്ലാൻ ഇன்ற ഈ സ്ഥാവര ജംഗമത്തുൾ. സ്ഥാവര ജംഗമത്തിലൊക്കെ ജനിച്ചു എന്നാണ്. ചരവും അചരവുമായതിലൊക്കെ ജനിച്ച് ഈ സ്ഥാവര ജംഗമത്തുൾ എല്ലാ പിറപ്പും പിറന്ന് ഇളൈത്തേൻ. ജനിച്ച് 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 ഞാൻ തളർന്നുപോയി എന്നാണ്. ജനിച്ച് മരിച്ച് ഞാൻ തളർന്നുപോയി. പിന്നെ എപ്പോഴായതിനൊരു അവസാനം വന്നത് എന്നുവെച്ചാൽ, ഭഗവാനായി ഹൃദയത്തിൽ പ്രവേശിച്ച് കൃപ ചെയ്ത് മനുഷ്യനായി ജനിച്ചിട്ട് രക്ഷയില്ല എന്നാണ്. മുനിവരായി എന്ന് പറഞ്ഞു. മുനിയായിട്ട് ജനിച്ചിട്ട് പോലും സാധിച്ചില്ല അത്രേ. പിന്നെ എന്താ, ഭഗവാനായിട്ട് നമ്മളുടെ ലൗകിക ജീവിതത്തിൽ കുറച്ച് ദുഃഖം തരും. അപ്പോഴാണ് നമ്മൾ ഈ ഭഗവാനെ ഓർമ്മിക്കുക. ഇവിടെ മധുരമായ പഴം തിന്നുമ്പോ ഈശ്വരനെ ആരും ഓർമ്മിക്കില്ല. പുളിക്കുന്ന പഴം കടിക്കുമ്പോഴാണ് ഒന്ന് തിരിഞ്ഞു നോക്കുക. പുളിക്കുന്ന പഴം ദുഃഖം അനുഭവിക്കുമ്പോൾ അതിനുവേണ്ടി ഈശ്വരൻ തന്നെ ദുഃഖം നമുക്ക് തരും. ഈശസ്യഹി കൃപയാ ദുഃഖം ആഗമിഷ്യതി ദേഹിനാം ഭോഗേഷു വിരതിം ദാതും തസ്മാത് ദുഃഖം ന ഗർഹയേത്. ഭോഗത്തിലൊരു വൈരാഗ്യം ഉണ്ടാവാൻ ദുഃഖം വരുമ്പോ പതുക്കെ 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 നമുക്ക് തോന്നിത്തുടങ്ങും, ആ ലോകത്തിലൊക്കെ അശാശ്വതമാണ്. ഇവിടെ എന്തിനെ പിടിച്ചാലും അതൊക്കെ നമ്മളെ ചതിക്കണം. എന്തിനെ ആശ്രയിച്ചാലും ചതിക്കണം. ഞാൻ എന്നെ തന്നെ ആശ്രയിക്കാന്ന് വെച്ചാൽ എന്നെ ആശ്രയിക്കാൻ പറ്റില്ല. എന്നെന്ന് വെച്ചാൽ ഈ ശരീരത്തിനെയല്ലേ ഉദ്ദേശിക്കുന്നത്. അത് കുറെ കഴിയുമ്പോൾ ഡയബറ്റീസ് ആണോ എന്ന് പറയണു, BP ആണോ എന്ന് പറയണു, പല വ്യാധികൾ പറയണു. അതിനെയും വിശ്വസിക്കാൻ വയ്യ. ചിലർ വളരെ സെൽഫ് റിലയന്റ് ആണ്. അവരവരുടെ ജോലി അവരവരേ ചെയ്യുള്ളൂ എന്ന് പറയും. അവരെ ചിലപ്പോ ഭഗവാൻ എന്തെന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റാതാക്കും. അപ്പൊ അവനവനെയും വിശ്വസിക്കാൻ വയ്യ. അപ്പോ ആ ഒരു ഘട്ടത്തിലാണ് ഭഗവത് കൃപ നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങി നമുക്ക് അതീതമായ
നമ്മളുടെ അഹങ്കാരത്തിന് അതീതമായ വസ്തുവിനെ അന്വേഷിച്ചു തുടങ്ങണത്. ജീവിതത്തിന് എന്തു പ്രയോജനം എന്ന് അന്വേഷിച്ചു തുടങ്ങണത്. വേദം മുഴുവൻ ഈ അന്വേഷണമാണ്. ഉപനിഷത്തുകളിലൊക്കെ ഈ അന്വേഷണമാണ്. ഉപനിഷത്തുകളിൽ അന്വേഷിച്ച് പുരാണങ്ങളിലുമൊക്കെ ഈ അന്വേഷണമാണ്. എല്ലാ മഹാത്മാക്കളും ഈ സത്യത്തിനെയാണ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഉപനിഷത്തുകളൊക്കെ ഈ സത്യത്തിനെ തന്നെയാണ് ഉദ്ഘോഷിക്കുന്നത്. ഇത് കണ്ടെത്തിയാലേ പരിപൂർണമായ ശാന്തി ഉണ്ടാവുള്ളൂ. തം ആത്മസ്ഥം യേ അനുപശ്യന്തി ധീരാഹ തേഷാം ശാന്തി ശാശ്വതീനേതരേഷാം. ഹൃദയത്തില് ആ ഭഗവാനെ, ആ പരമാത്മതത്വം നമ്മളുടെ തന്നെ സ്വസ്വരൂപമായിട്ട് കണ്ടാലേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ പുറത്ത് എത്ര കാലം അലഞ്ഞു നടന്നാലും എത്ര കാലം അന്വേഷിച്ചാലും പൂർണ്ണമായ ഒരു ശാന്തി, ഒരു നിർവൃത്തി ഉണ്ടാവില്ല. ഇത് വേദാന്ത സിദ്ധാന്ത നിരുക്തി എന്നാണ്, നിശ്ചയം എന്നാണ്, ഉറപ്പിച്ച അഭിപ്രായം എന്നാണ്. അപ്പോ ആ സമയമാണ് പതുക്കെ ഭക്തി എന്ന് പറഞ്ഞ് തുടങ്ങണത്. ചിലപ്പോ ഈ ഭക്തി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വയസ്സായി പോകും അല്ലേ. പതുക്കെ ഒക്കെ ഒന്ന് അനുഭവിച്ച് എല്ലാം കഴിഞ്ഞൊരു വിഷമിച്ച് വരുമ്പോഴേക്കും വാർദ്ധക്യമായി പോകും. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മളുടെ കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കണം. കൗമാര ആചരിത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. കുട്ടിക്കാലം മുതൽ ഭാഗവത ധർമ്മത്തിൽ പരിശീലിപ്പിക്കണം. അതൊക്കെ നമുക്ക് പിന്നീട് വരുന്ന വഴി കാണാം. ഏതായാലും ജീവിതത്തിന്റെ പരമലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്, ഭഗവത് സാക്ഷാത്കാരമാണ്. സാക്ഷാത്കാരത്തിന് എന്താണ് മാർഗം? കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, രാജയോഗം, അനേക യോഗങ്ങൾ പറയണു. ഇവിടെ എന്തു മാർഗമാണ് ഭഗവാനെ പ്രാപിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ആദ്യമേ പറഞ്ഞത്. അവൻ അരുളാൽ. ഭഗവാന്റെ കൃപാമാർഗം, ഭാഗവതത്തിന്റെ മാർഗം ഭക്തി പോലുമല്ല, കൃപാമാർഗമാണ്. ഞാൻ ഭക്തി സാധന ചെയ്യണു എന്ന് പറഞ്ഞൊരു സാധകൻ ഉള്ളത്തോളം കാലം ഭഗവാൻ അവിടെ നിന്നുകൊണ്ടേയിരിക്കും. എപ്പോ ഈ സാധകനും പോയി കൃപയെ ആശ്രയിക്കുന്നു, അപ്പൊ വളരെ സുലഭം, സിദ്ധം വസ്തു കിട്ടിയിരിക്കും. ഇത് തന്നെ ജ്ഞാനികൾ വേറെ വിധത്തിൽ പറയും, ബ്രഹ്മണി കാരകസ്പർശോപിനോപലഭ്യത്തെ എന്നാണ്. ബ്രഹ്മത്തില് ഈ കർത്താവുള്ളത്തോളം കാലം ബ്രഹ്മജ്ഞാനം ഉണ്ടാവില്ല എന്നാണ്. കാര്യം രണ്ടും ഒന്ന് തന്നെ. ഭക്തന്മാര് പറയുന്ന ഭക്തിയും ജ്ഞാനികൾ പറയുന്ന ജ്ഞാനവും ഒന്ന് തന്നെ. അതുകൊണ്ട് ഈയിടെ ഈ ഭക്തി എന്നുള്ള പദത്തിനെ ഒന്ന് ഇങ്ങനെ അന്വേഷിച്ചു നോക്കി. എന്താ ഈ ഭക്തി എന്ന് പറയാൻ കാരണം? പ്രിയം എന്ന് പറയാമല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. ഈ ഭക്തി എന്നുള്ള പദം ആചാര്യന്മാർ ഉപയോഗിക്കാൻ കാരണം എന്താ? വൈയാകരണന്മാരൊക്കെ നമുക്ക് പദം തന്നത് പോലും വളരെ ആലോചിച്ചിട്ടാണ്. അപ്പൊ ഈ ഭക്തി എന്ന പദത്തിന് തന്നെ കാരണം സംസ്കൃതത്തിൽ 7 വിഭക്തികളുണ്ട്. 7 വിഭക്തി. അത് എല്ലാവർക്കും ഇപ്പൊ വിഭക്തി സംസ്കൃതം അല്പം പഠിച്ചിട്ടുള്ളവർക്ക് വിഭക്തി എന്ന് പറഞ്ഞാൽ ഉടനെ രാമഹ, രാമോ, രാമാഹ എന്ന് ഓർമ്മ വരും. വിഭക്തിയെ അഹം ശബ്ദം, അസ്മത് ശബ്ദത്തിൽ നോക്കാം. അഹം ഞാൻ എന്നുള്ളത്, പിന്നെ എന്നെ, പിന്നെ എന്നാൽ, പിന്നെ എനിക്കായിക്കൊണ്ട്, എന്നിൽ നിന്നും, എൻ്റെ, എന്നിൽ. ഇതാണ് 7 വിഭക്തികൾ. ഈ 7 ഭാവത്തിലാണ് നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം ചലിക്കുന്നത്. ഈ 7 ഭാവത്തിലുള്ള ചലനം ഉള്ളത്തോളം കാലം ഈശ്വരാനുഭൂതി ഉണ്ടാവില്ല. അഹങ്കൃതിയുടെ 7 ചലനം ഉള്ളിലുള്ളത്തോളം കാലം ആത്മാനുഭവം ഉണ്ടാവില്ല. ഈ 7 ചലനങ്ങളും ചെയ്യുന്ന ഈ അഹങ്കൃതിയുടെ സ്ഥാനത്ത് കൃഷ്ണൻ ഇരുന്നാൽ, ഭഗവാൻ ഇരുന്നാൽ, അതാണ് ഭട്ടതിരി 7 വിഭക്തികളും കൃഷ്ണനെ വെച്ചുകൊണ്ട് ചൊല്ലി. കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരുഹു കൃഷ്ണം നമസ്തേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണാത് ഭക്തിരചഞ്ചല ഭവതു മേ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ച കൃഷ്ണാദൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചല ഭവതു മേ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഈ അഹങ്കാരത്തിന്റെ സകല ചലനങ്ങളിലും ഈശ്വരൻ വന്നാൽ ഭക്തിയായി. ഈ ചലനം ഞാൻ ഇല്ലാതായി, ഞാൻ ഉള്ള സ്ഥാനത്ത് പരമാത്മാ പ്രകാശിക്കും. ഇത് ഭക്തിമാർഗം. ശരണാഗതി ചെയ്താൽ ഒരു ക്ഷണത്തിൽ ഈ സ്ഥിതി വന്നു പോകും. ജ്ഞാനമാർഗത്തിൽ നമ്മൾ നേരെ അന്വേഷണം ചെയ്തു നോക്കണം.
ഈ ഞാൻ എന്താണ്? ഞാൻ 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 എന്തോ ഒന്ന് ചലിക്കുന്നുവല്ലോ ഉള്ളിൽ. ഈ ചലിക്കുന്നത് എന്താണ്? അതിൻ്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്ത് ലയിക്കും. അത് ഉദിക്കുന്ന സ്ഥാനത്ത് ലയിക്കും. അഹങ്കാരം ലയിക്കുന്ന സ്ഥാനത്ത് അഹംബോധം, ശുദ്ധമായ ചിത്ത് പ്രകാശിക്കും. ഇതിനെ ജ്ഞാനം എന്ന് പറയുന്നു. ആ ശുദ്ധ ചിത്തിനെ തന്നെ ഭക്തൻ ഭഗവാൻ എന്ന് വിളിക്കുന്നു. ഭാഗവതം ആരംഭിക്കുമ്പോഴേ സൂതൻ അത് പറഞ്ഞു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ഒരേ വസ്തുവിനെ ബ്രഹ്മം എന്ന് ജ്ഞാനികൾ വിളിക്കുമ്പോൾ ഞങ്ങൾ ഭഗവാൻ എന്ന് വിളിക്കുന്നു, യോഗികൾ പരമാത്മാ എന്ന് വിളിക്കുന്നു. എങ്ങനെ വേണമെങ്കിൽ വിളിച്ചോട്ടെ, ജ്ഞാനം അദ്വയം. ഒരേ രണ്ടില്ലാത്തതായ വസ്തുവിനെ പല പേര് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോ ഈ പരിപൂർണാനുഭവത്തിന് പേരാണ് ഭക്തി. ഈ ഭക്തിയുടെ അനുഭൂതിക്കാണ്, ഈ ഭക്തി ഒരു ജീവൻ ഉള്ളിൽ ഉദിക്കുമ്പോ പരമാനന്ദം, പൂർണ്ണത്വം ഉള്ളിൽ അനുഭവപ്പെടുന്നു, പൂർണ്ണാനുഭൂതി ഏർപ്പെടുന്നു. ആ പൂർണ്ണാനുഭവം ഏർപ്പെടാനായിക്കൊണ്ടാണ് വ്യാസഭഗവാൻ ഭാഗവതം രചിച്ചത്. ഭാഗവത രചന വ്യാസന് ബാക്കിയുള്ളതൊന്നും എഴുതി തൃപ്തി വരാതെയാണ് ഭാഗവതം എഴുതിയത് എന്ന് പറഞ്ഞല്ലോ. ബാക്കിയുള്ളതൊക്കെ വ്യാസൻ എഴുതി, ഭാഗവതം വ്യാസനിലൂടെ എഴുതപ്പെട്ടു. നാരദ മഹർഷി തന്നെ പറയുന്നു, അങ്ങ് എഴുതരുത്, എഴുതാൻ അനുവദിക്കുക എന്നാണ്. സമാധിനാ അനുസ്മരതദ് വിചേഷ്ടിതം. അങ്ങ് എഴുതരുത്, എഴുതാൻ അനുവദിക്കുക. അപ്പൊ ഈ ഭാഗവതം കേൾക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അതിനു മേലെ നമുക്കൊന്നും കിട്ടാനില്ല എന്നാണ്. കാരണം എന്താ? ഭാഗവതം ഒരു പുസ്തകമല്ല, ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. ഭഗവാൻ തന്നെ എഴുതിയതാണ്. വ്യാസൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയതല്ല. ഇപ്പൊ തിരുവാചകം പറഞ്ഞുവല്ലോ, തിരുവാചകത്തിനെ കുറിച്ചും അങ്ങനെ ഒരു കഥയുണ്ട്. എനിക്ക് മാഹാത്മ്യം പറയുമ്പോഴൊക്കെ അത് ഓർമ്മ വരും. തിരുവാചകം മാണിക്യവാചകർ സ്വയമേവ എഴുതിയതല്ല. ബാക്കിയുള്ള ശിവഭക്തന്മാരുടെ പാട്ടുകളൊക്കെ ജ്ഞാനസമ്പന്തർ, അപ്പർ സ്വാമികൾ, അവർക്കൊക്കെ കൂടെ എഴുതാൻ ആളുണ്ടായിരുന്നു അത്രേ. അവർ പാടിയ ഉടനെ അവർ എഴുതിയെടുക്കും. പക്ഷെ ഇദ്ദേഹം യതിയായിട്ട് സന്യാസിയെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയായിരുന്നു. ക്ഷേത്രങ്ങളായി അലഞ്ഞു നടന്നു പാടും. ആരും എഴുതിയെടുക്കാനില്ല. അദ്ദേഹം പാടുന്നത് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പാടുന്നതുമല്ല. അദ്ദേഹം ഇങ്ങനെ ഹൃദയത്തുനിന്ന് പാടും, അത് കഴിഞ്ഞ് അവിടുന്ന് പോകും. അങ്ങനെ പാടി നടന്ന് ചിദംബര ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം വന്നു. ചിദംബരത്തില് ക്ഷേത്രത്തിനകത്ത് തന്നെ അദ്ദേഹം താമസമാക്കി. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടായി. ആ കഥയിലേക്കൊന്നും നമ്മൾ പോണില്ല. അദ്ദേഹത്തിനെ ക്ഷേത്രത്തിനകത്ത് തന്നെ താമസിപ്പിച്ചു. ആ സമയം ഒരു വൃദ്ധ ബ്രാഹ്മണൻ ഒരു ദിവസം വന്നു. സന്ധ്യാകാലം മാണിക്യവാചകർ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വൃദ്ധ ബ്രാഹ്മണൻ അവിടെ വന്നു നമസ്കരിച്ച് ചോദിച്ചു, അങ്ങാണോ മാണിക്യവാചകർ, മണിവാചകർ? അതെ, അടിയൻ തന്നെയാണ്. അങ്ങ് ധാരാളം പാടിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതൊക്കെ കേൾക്കണം എന്ന് നല്ല കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങ് എനിക്ക് വേണ്ടി പാടണം. മാണിക്യവാചകർ പറഞ്ഞു, ഞാൻ പാടിയതൊന്നും എഴുതി വെച്ചിട്ടില്ല. ഞാനിപ്പോ പാടുകയാണെങ്കിൽ പുതിയതായിട്ട് തന്നെ പാടണം. അതല്ല, എനിക്ക് വേണ്ടി അങ്ങ് എന്തൊക്കെ പാടിയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് വരി വരിയായിട്ട് പാടണം. എനിക്ക് ഓർമ്മയുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് പാടുമ്പോഴൊക്കെ എഴുതിയെടുക്കാം. അങ്ങ് പാടുക, ഞാൻ കേൾക്കട്ടെ. മാണിക്യവാചകർ വീണ്ടും പറഞ്ഞു, എനിക്ക് ഓർമ്മ വരുമോ ചോദിച്ചു. അങ്ങേക്ക് ഓർമ്മ വരുന്നതൊക്കെ ഭഗവാന്റെ അടുത്ത് വിട്ടിട്ട് പാടാൻ തുടങ്ങാം. മുമ്പിലിരിക്കുന്ന ആളെ കാണുമ്പോ ഹി ഗെറ്റ്സ് ഇൻസ്പയർഡ്. അദ്ദേഹത്തിനെ വർണ്ണിക്കുന്നത് തന്നെ വളരെ രസമാണ്. തടിച്ചു കൊഴുത്തു, വയസ്സായി, നല്ല കൊടവയറും ചാടി ഒരു ബ്രാഹ്മണൻ. വായിൽ പല്ലൊന്നും ഇല്ലാത്രേ. വയർത്ത് കുളിച്ച് ക്ഷീണിച്ച് അദ്ദേഹം എന്തൊക്കെയോ പറയണു. ഞാൻ വളരെ ദൂരം നടന്നു വന്നിരിക്കണു, നിങ്ങൾ പാടുന്നത് കേൾക്കാനായിട്ട് പാടൂ എന്ന് പറഞ്ഞു മുമ്പിലിരുന്നു. അദ്ദേഹത്തിനെ കാണും തോറും ഇദ്ദേഹത്തിന് അറിയാതെ നേത്രൈഹി ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുഖാംബോധി പൂരേരമേരെന്ന് പറഞ്ഞു കണ്ണുകൊണ്ട് കുടിക്കുകയാണ്. അങ്ങനെ ഒരു ആനന്ദം. അപ്പൊ മാണിക്യവാചകർ ജപം ചെയ്തുകൊണ്ടിരിക്കുന്നു നമഃശിവായ. ആ പഞ്ചാക്ഷരം വെച്ചുകൊണ്ട് തന്നെ തുടങ്ങി. നമഃശിവായ വാഴ്ക, നാഥൻ താഴ് വാഴ്ക എന്ന് തുടങ്ങി.
അങ്ങനെ തുടങ്ങി തിരുവാചകം മുഴുവൻ പാടി 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 ഉരുകി 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 അദ്ദേഹം ഭാവസമാധിയിൽ ലയിച്ച് ശരീരം മറന്നങ്ങനെ ഇരുന്നു പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ഈ പാടുമ്പോഴൊക്കെ ഈ വൃദ്ധൻ ഇങ്ങനെ എഴുതിയെടുക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോ ആ വൃദ്ധൻ മുൻപിലില്ല. എണീറ്റ് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു അദ്ദേഹവും അദ്ദേഹത്തിന്റെ നിത്യവൃത്തിക്ക് പോയി. അന്ന് രാവിലെ ചിദംബരത്തില് നടരാജന്റെ സന്നിധി തുറന്ന് ആ പഞ്ചാക്ഷര പടി തുറന്ന് ആ ശ്രീകോവിൽ തുറക്കുമ്പോൾ പഞ്ചാക്ഷര പടിയിൽ മേലെ ഈ ഗ്രന്ഥം വെച്ചിട്ട് അതിന് മേലെ പുഷ്പവും ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടുത്തെ പൂജാരികൾ ദീക്ഷിതന്മാർ വാതിൽ തുറക്കുമ്പോ ആ ഗ്രന്ഥം അവിടെ കണ്ടു. അതിലേക്ക് നോക്കുമ്പോ മണിവാചകർ മാണിക്യവാചകർ പാടി ചിദംബരനാഥനെ എഴുതിയത് എന്ന് ഇട്ടിട്ട് ഭഗവാന്റെ സിഗ്നേച്ചർ. അതുകൊണ്ട് ഈ ശിവഭക്തന്മാരൊക്കെ ഓരോ പാട്ടും കഴിഞ്ഞാൽ തിരുച്ചിറ്റമ്പലം എന്ന് പറയും. ഈ തിരുച്ചിറ്റമ്പലം എന്നുള്ളത് ഭഗവാന്റെ സിഗ്നേച്ചറാണ്. ഭഗവാൻ ഇട്ടുവെച്ച സിഗ്നേച്ചർ അത്രയത്. അതില് സിഗ്നേച്ചർ ഇട്ടിട്ട് പോയി ഭഗവാൻ. അപ്പോ ഇവർക്കിത് കണ്ട് ക്ഷേത്രം തുറന്നില്ല. ഇനി അത് കടക്കണമോ തൊടാൻ പോലും അവർക്ക് ധൈര്യമില്ല. മാണിക്യവാചകരെ വിളിച്ചുകൊണ്ട് വന്നു. രാജാവോടെ എല്ലാവരും അകമ്പടിയോടുകൂടെ ചെന്ന് മാണിക്യവാചകരെ ക്ഷണിച്ചു. രാജാവ് പറഞ്ഞു, അങ്ങ് വരണം, അങ്ങ് വന്ന് ഇതിന് വ്യാഖ്യാനം പറയണം. തിരുവാചകത്തിന് അർത്ഥം പറഞ്ഞ് ഒരു പാട്ടിനെങ്കിലും അർത്ഥം പറഞ്ഞിട്ടേ ഇന്ന് പൂജയേ ഉള്ളൂ നടരാജന്. അതുകൊണ്ട് വരണം എന്നാണ്. തിരുവാചകത്തിന് അർത്ഥം ചൊല്ലണം. ഇത് കേട്ടോടനെ അദ്ദേഹത്തിന് പരമാനന്ദം. മാണിക്യവാചകർക്ക് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. എന്ന് ശ്രീകോവിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. അന്ന് അദ്ദേഹത്തിന്റെ അവസാന ദിവസം. അതുകൊണ്ട് വാദ്യഘോഷത്തോടുകൂടെ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരും ശ്രീകോവിലേക്ക്. നടരാജന്റെ മുമ്പില് അങ്ങനെ ആ ഗ്രന്ഥം വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് നിന്നിട്ട് രാജാവ് ആജ്ഞാപിച്ചു. ദീക്ഷിതന്മാർ ഇവരൊക്കെ ഉണ്ട്, 3000 തന്തണറുകൾ എന്ന് പറയും. അവരൊക്കെ ഉണ്ട് അവിടെ. അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ തിരുവാചകത്തിന് അർത്ഥം പറയാനായിട്ട്. അപ്പൊ മാണിക്യവാചകർ നടരാജനെയും നോക്കി, ആ എഴുതിയ ഗ്രന്ഥത്തിനെയും നോക്കി. ഈ ഗ്രന്ഥത്തിനെയും നോക്കി, വീണ്ടും നടരാജനെയും നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇതർക്ക് ഉറൈ ഇവനെ, ഇതിനുള്ള കമന്ററി ദാ ഈ നിൽക്കുന്ന നടരാജനാണ് എന്ന് പറഞ്ഞ് അവിടെ വീണു എന്നാണ്. ഹി ഡിസപ്പിയേർഡ്. അതാണ് മാണിക്യവാചകരുടെ അവസാനം. അപ്പോ തിരുവാചകം ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ട് വളരെ ഈ സിദ്ധാന്തത്തിൽ ഓർത്തഡോക്സ് ആയിട്ടുള്ളവർ തിരുവാചകത്തിന് അർത്ഥമേ പറയില്ല. എന്താന്ന് വെച്ചാൽ അത് അനുഭവിക്കൽ തന്നെയാണ് അർത്ഥം. ലക്ഷ്യാർത്ഥം എന്ന് വേദാന്തികൾ പറയും. അനുഭവിക്കുന്നത് തന്നെയാണ് അർത്ഥം. അതേപോലെ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഈ സംസാരമാകുന്ന സാഗരത്തില്, ആ സാഗരത്തിൽ നിന്ന് കരകയറാനായിട്ട് ഒരേ ഒരു മാർഗം ശ്രീമദ് ഭാഗവതാഖ്യോയം. ശ്രീമദ് ഭാഗവതത്തിനെ ഞാനിതാ പിടിക്കുന്നു. ഭാഗവതം എന്താ? പ്രത്യക്ഷ കൃഷ്ണയേവ ഹി. കൃഷ്ണൻ പ്രത്യക്ഷമായി വന്നിരിക്കുന്നു. അതിന് ഒരു കഥ ഭാഗവതം തന്നെ പറയുന്നു, മഹാത്മ്യം തന്നെ പറയുന്നു. ഉദ്ധവര് ഭഗവാന്റെ കൂടെ നടന്നു. കൃഷ്ണന്റെ ദാസനായി നിഴലുപോലെ ഉദ്ധവർ ഭഗവാന്റെ കൂടെ നടന്നു. സദാസമയം ഉച്ഛിഷ്ടഭോജനോ ദാസാഹ തവമായാം ജയേമഹി. ഭഗവാന്റെ ഉച്ഛിഷ്ടം കഴിച്ചുകൊണ്ട്, ഭഗവാൻ അഴിച്ചു വെച്ച വസ്ത്രം ഉടുത്തുകൊണ്ട്, ഭഗവാൻ കഴുത്തിൽ അഴിച്ചു വെച്ച മാല അണിഞ്ഞുകൊണ്ട്, ഭഗവാന്റെ ഉച്ഛിഷ്ടം പൂജിച്ചുകൊണ്ട് കൂടെ നടന്ന ഉദ്ധവര് ഭഗവാന്റെ അവസാന സമയമാവുമ്പോ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ ലോകം വിട്ടു പോവാനായിട്ട്. ഉദ്ധവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഉദ്ധവർക്ക് തന്നെ കുറിച്ചുള്ള വിഷമമല്ല, ലോകത്തിലുള്ള ഇനി വരാൻ പോകുന്ന ജനറേഷനെ കുറിച്ചുള്ള വിഷമം. ഞങ്ങൾ ഇങ്ങനെ ഒരു അവതാരം കണ്ടു, കൂടെ നടന്നു, ആസ്വദിച്ചു, അനുഭവിച്ചു. ഇനി വരാൻ പോകുന്ന ലോകത്തിലുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഇനിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അങ്ങേ എങ്ങനെ കിട്ടും? കൃഷ്ണനെ എങ്ങനെ അനുഭവിക്കും? കൃഷ്ണാനുഭവം അവർക്ക് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉദ്ധവരുടെ പ്രാർത്ഥന. എപ്പോഴും ഭക്തന്മാര് ഭഗവാനേക്കാളും കാരുണ്യമുള്ളവരാണ് ഭാഗവതന്മാർ. ഉദ്ധവര് മെനക്കെട്ട് നമ്മളെ ഭഗവാനെ കൊണ്ടുവരിച്ചത്. അവിടെ എല്ലാ അമ്പലങ്ങളും ദിവ്യക്ഷേത്രങ്ങളിലും ഭഗവാൻ വന്നിരിക്കുന്നത് ഒരു ഭക്തന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ഭക്തൻ പിടിച്ചിരുത്തി അവിടെ, അല്ലെ? മഹാരാഷ്ട്രത്തില് പണ്ഡർപൂരില്
വിട്ടൽ ഒരു കല്ലിന്റെ മുകളിൽ പിടിച്ചിരുത്തി. വരം പുണ്ടരീകായ ധാതും മുനീന്ദ്രൈഹി സമാഗത്യ തിഷ്ടന്തം ആനന്ദകന്ദം പരം ബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം. ഒരു കല്ലിന്റെ മേലെ, ഇഷ്ടികയുടെ മേലെ പിടിച്ച് നിർത്തി. അങ്ങനെ മഹാത്മാക്കൾക്ക് അനുഗ്രഹം ചെയ്യാനായിട്ട് ഏതോ രൂപത്തിൽ വന്ന് നിൽക്കുന്നതാണ് ദിവ്യക്ഷേത്രങ്ങളിലും ഭഗവാൻ. അതേപോലെ ഭാഗവതം നമുക്ക് കിട്ടിയത് ഒരു ഭക്തനിലൂടെയാണ്. ഭഗവത്ഗീത നമുക്ക് കിട്ടിയത് ഒരു ഭക്തനിലൂടെയാണ്. ഉദ്ധവന്റെ പ്രാർത്ഥനയ്ക്ക് വഴങ്ങി തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം, ഭാഗവതമാവുന്ന മഹാസമുദ്രത്തിലേക്ക് ഭഗവാന്റെ മൂർത്തി പ്രവേശിച്ചു എന്ന്. അതുകൊണ്ട് ഭാഗവതം ഒരു മഹാസമുദ്രം. പക്ഷെ സാധാരണ സമുദ്രം പോലെ ഉപ്പ് സമുദ്രമല്ല. യേതദ് ആനന്ദ സമുദ്ര സംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷ്യതം. ആനന്ദ സമുദ്രം എന്ന് ഭാഗവതം തന്നെ അതിന് പേര് വയ്ക്കും. ആനന്ദ സമുദ്രമാണ്. ഓരോ കണത്തിലും ഭഗവത് അനുഭൂതിയാണ്, ഓരോ തുള്ളിയിലും ഭഗവത് അനുഭൂതിയാണ്. അത്തരത്തിലുള്ള ഭാഗവത ശാസ്ത്രം വേദമാവുന്ന വൃക്ഷത്തിന്റെ ഏറ്റവും പഴുത്ത പഴം. വേദം എന്ന് പറയുന്ന ഒരു വൃക്ഷം. ആ വൃക്ഷത്തിന്റെ അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് ആണ് പഴം, അല്ലെ? അത് കഴിഞ്ഞാൽ പിന്നെയും വൃക്ഷമായിട്ട് മാറും. അതുപോലെ വേദമാവുന്ന വൃക്ഷത്തിന്റെ പഴുത്ത പഴം. പക്ഷെ ആ വൃക്ഷം നമുക്ക് ചോദിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ കൽപ്പകതരുവാണ്. കൽപ്പകതരുവാണ്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം പിബത ഭാഗവതം പിബത ഭാഗവതം മുഹുരഹോ രസികാഃ ഭുവി ഭാവുകാഃ നിഗമകൽപതരോർഗളിതം ഫലം. രാമകൃഷ്ണ പരമഹംസർ ഒരു കഥ പറയും. ഒരാള് കാട്ടിലൂടെ നടക്കുകയാണ്. നടക്കുമ്പോ ഇദ്ദേഹം കൊടുങ്കാട് പോകുന്ന വഴിയില് ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടന്നു വളരെ തളർന്നിട്ട്. അത് കൽപ്പതരുവായിരുന്നു അത്രയും. അപ്പൊ ഇയാൾ ആ ചുവട്ടിൽ കിടന്നപ്പോ ഇയാൾ ഇങ്ങനെ സങ്കല്പം, മനോരാജ്യം ഇങ്ങനെ ചിന്തിച്ചു, നല്ല വിശപ്പുണ്ട്, ഇത്തിരി ശാപ്പാട് എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നുവല്ലോ എന്ന് വിചാരിച്ച ഉടനെ സമൃദ്ധമായ ഭക്ഷണം മുമ്പിൽ വന്ന് നിരന്നു. ഓ വേണ്ടില്ലല്ലോ, സങ്കല്പിക്കുമ്പോഴേക്കും സാധിക്കണം. കുറച്ചു കഴിഞ്ഞപ്പോ അതിലെ അനേക വിഭവങ്ങൾ, എന്തൊക്കെ ആഗ്രഹിച്ചു ആ വിഭവങ്ങളൊക്കെ മുമ്പിൽ വന്നു. നല്ലവണ്ണം ഊണ് കഴിച്ചു. നീ കിടക്കാൻ ഒരു കട്ടിൽ കിട്ടിയാ വേണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. ഉടനെ ഒരു കട്ടിലും മുമ്പിൽ വന്നു. കയറി കിടന്നപ്പോ ഇനി കാല് പിടിച്ചു തരാൻ ഒരാളെ കിട്ടിയാ വേണ്ടില്ലല്ലോ. ഉടനെ ആളെത്തി. വീശി തരാൻ രണ്ടാള്. ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഉറങ്ങിക്കൂടെ? അതാണോ മനസ്സേ. നമ്മളുടെ മനസ്സെന്ന് പറയണമെന്നല്ലാതെ സുഖമായി ഉറങ്ങണതിന് പകരം ആലോചിച്ചു, അയ്യോ കൊടുങ്കാട്, വല്ല പുലിയോ മറ്റോ വന്നാലോ എന്ന് വിചാരിച്ചു അത്രേ. ഉടനെ ഒരു പുലിയും വന്ന് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു എന്നാണ്. അതേപോലെ ഈ വേദമാവുന്ന വൃക്ഷം, ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു, ത്രൈഗുണ്യ വിഷയാ വേദാഹ. വേദത്തിലെല്ലാം ഉണ്ട്. എന്താ ചോദിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു. വേദത്തിൽ പല വിധത്തിലുള്ള ആളുകൾക്കുള്ള മന്ത്രങ്ങളും ഉണ്ട്. സാധാരണ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്, യോസ്മാൻ ദ്വേഷ്ടി യഞ്ച വയം ദ്വിഷ്മാ. നമ്മൾ ആരെയൊക്കെ ദ്വേഷിക്കുന്നു, നമ്മളെ ആരൊക്കെ ദ്വേഷിക്കുന്നു, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരട്ടെ. അതും വേണമെങ്കിൽ നമ്മൾ പറയും. അത്തരം മന്ത്രങ്ങളും ഉണ്ട്. അപ്പോ ആചാര്യന്മാർക്ക് അറിയാം നമുക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് വ്യാസഭഗവാൻ അപാര കാരുണ്യം കൊണ്ട് ഈ ഭാഗവതം രചിച്ചു. ഭാഗവതം എന്താ? നിഗമകൽപതരോർഗളിതം ഫലം. വേദമാവുന്ന വൃക്ഷത്തിൽ നിന്നും പഴുത്തു വീണ പഴം നമ്മളായിട്ട് പറിച്ചാല് ചിലപ്പോ പഴുത്തിട്ടുണ്ടാവില്ല. അതും ഏറ്റവും നല്ല രുചിയുള്ള പഴം എന്ന് വെച്ചാൽ കിളി കൊത്തിയ പഴമായിരിക്കണം എന്നാണ്. ഇതിലൊരു കിളി വന്നിരിക്കുകയും ചെയ്തു. ശുഖമുഖാത് അമൃതദ്രവ സംയുതം. സുഖം എന്ന് വെച്ചാൽ തത്ത. ഇവിടെ ശുകാചാര്യർ, ശുഖബ്രഹ്മ മഹർഷി. സുഖമുഖാത് അമൃതദ്രവ സംയുതം. ചിലപ്പോഴേ വായിൽ പല്ലില്ലെങ്കിൽ പഴം പോലും തിന്നാൻ പറ്റില്ല. ഒരു വയസ്സിന് മേലെ പല്ലൊക്കെ പോയാൽ, പഴമാണെങ്കിൽ അയ്യ കടിക്കാൻ വയ്യ, ഇളകി നിൽക്കുകയാണ്. ചിലപ്പോ ഉള്ളിൽ പോയാലോ
എന്താ അറിയില്ല. ഞങ്ങൾ ഒരിക്കൽ ട്രെയിനിൽ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാൾ വൃദ്ധൻ, 80 വയസ്സായി എന്ന് പറഞ്ഞു, വായിൽ പല്ലൊക്കെ ഉണ്ട്. എനിക്ക് ആശ്ചര്യമായിരുന്നു. അദ്ദേഹം പകുതി ഉറക്കത്തിൽ ഇങ്ങനെ ഓറഞ്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. തിന്നിട്ട് ഈ കുരു എടുത്ത് കളയുന്ന പകരം പല്ലെടുത്ത് പുറത്തേക്ക് കളഞ്ഞു. സെറ്റ് പല്ലെടുത്ത് പുറത്തേക്ക് കളഞ്ഞു. അപ്പോ അബദ്ധം പറ്റും അല്ലേ? അപ്പോ പല്ലില്ലെങ്കിൽ പഴം പോലും തിന്നാൻ പറ്റില്ല. അപ്പോ ഇവിടെ പല്ലെന്താ? വേദമാവുന്ന വൃക്ഷത്തില് നമ്മൾ കടിക്കണമെങ്കിൽ പല്ല് എന്താണ്? വിവേകം വൈരാഗ്യമൊക്കെ വേണം, എന്നാലേ ഉപനിഷത്തിലത്തെ തത്വമൊക്കെ പിടികിട്ടുള്ളൂ. പക്ഷെ ഈ പഴം കടിക്കൊന്നും വേണ്ട എന്നാണ്. പിബത ഭാഗവതം പിബത ഭാഗവതം. ആ പഴം തന്നെ ചിലപ്പോ കരിമ്പൊക്കെ ആണെങ്കിലേ, പഴം എന്ന് വെച്ചാൽ കരിമ്പും പഴമാണ്, പക്ഷെ കടിക്കാൻ പറ്റുമോ? കുട്ടികളൊക്കെ കഴിക്കണത് കണ്ടു കൊതിച്ചിരിക്കാം എന്നല്ലാതെ വയസ്സായാൽ കടിക്കാൻ പറ്റുമോ? അപ്പോ കടിക്കാൻ വയ്യ. കരിമ്പ് പിഴിഞ്ഞെടുത്ത് അതിന്റെ ജ്യൂസ് എടുത്ത് ചാറെടുത്ത് നമുക്ക് തരണം. അതുപോലെ എല്ലാം നമുക്ക് കൈ കൊണ്ടുവന്ന് തരണം. അതിന് തയ്യാറാക്കിയതാണ് ഭാഗവതം. അപ്പൊ അതിന് കരിമ്പ്, വേദമാവുന്ന കരിമ്പ് പിഴിഞ്ഞെടുത്ത് അതിന്റെ ചാറില് ഭക്തിയുടെ രസവും കൂടെ ചേർത്തി പിബത ഭാഗവതം പിബത ഭാഗവതം മുഹുരഹോ പിബത ഭാഗവതം ഭാഗവതം രസം പിബത രസികാഹ പിബത ഭാവുകാഹ പിബത. ആരാണ് ഭാഗവതം കേൾക്കാൻ അധികാരി? വേദാന്ത ക്ലാസ്സാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം ഒക്കെ ഉണ്ടെങ്കിൽ എൻട്രി മതി എന്ന് പറയും നമ്മൾ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഇവിടെ പറയുന്ന ആളുകൾക്കേ ഇരിക്കാൻ പറ്റില്ല, ബാക്കിയൊക്കെ പോട്ടെ. അപ്പൊ എല്ലാം ഉണ്ടെങ്കിൽ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം എന്നാണ്. അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞ് പിന്നെ തുടങ്ങാം. ഇവിടെ അങ്ങനെയൊന്നും വ്യാസഭഗവാൻ പറഞ്ഞില്ല. നമ്മളൊക്കെ രക്ഷപ്പെട്ടു. രസികാഹ ഭൂവി ഭാവുക. രസിക്കാൻ അറിയോ? ഇരുന്നോളാം, അത് വേണം. അല്ലെങ്കിൽ ശരിയാവും. ചിലരിയ്ക്കും അനങ്ങില്ല. അവര് കേൾക്കണമൊക്കെ ഉണ്ടാവും, പക്ഷെ അനക്കം ഉണ്ടാവില്ല. ചിരിക്കുകയോ രസിക്കുകയോ ചെയ്താൽ അടുത്തുള്ളവരെന്ത് വിചാരിക്കും എന്നാണ്. അങ്ങനെയല്ല. രസികാഹ ഭുവി ഭാവുക. എന്താന്ന് വെച്ചാൽ രസം ഭഗവാന്റെ സ്വരൂപമാണ്. രസോവൈ സഹ എന്ന് ഉപനിഷത്ത്. രസം പ്രഭുവിന്റെ ഭഗവാന്റെ സ്വരൂപമാണ്. ജ്ഞാനരസം മുനിവേദ്യരസം ഭവരോഗവിനാശന ദിവ്യരസം യോഗിഗണാധൃത ഭാവരസം ശിവമകലയേ നിജബോധരസം. രസമേ ഭഗവാന്റെ സ്വരൂപമാണ്. ആ രസം എപ്പോ അനുഭവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അഹങ്കാരം പോയാലേ രസം അനുഭവിക്കാൻ പറ്റും. അഹങ്കാരം ഉള്ളത്തോളം നമ്മളിങ്ങനെ അല്പമേ ഉള്ളൂ. നമ്മള് രസം കൂട്ടി കഴിക്കില്ലേ ശാപ്പാട് അല്ലേ? തമിഴില് രസം കുഴമ്പ് എന്ന് പറയും. കുഴമ്പ് കൂട്ടാൻ, നമ്മളുടെ കൂട്ടാൻ സാമ്പാറിനൊക്കെ കുഴമ്പ് എന്നാണ് പറയാ. നമ്മൾ രസം എന്ന് പറയുന്നത് രസം എന്ന് പറയും. അപ്പോ പരമാചാര്യര് ഒരിക്കലും ചോദിച്ചു, ഒരു വെപ്പുകാരനോട് ചോദിച്ചു, രസത്തിക്കും കുഴമ്പുക്കും എന്നാ വ്യത്യാസം? അയാൾ എന്തൊക്കെയോ പറഞ്ഞു. ഈ തമിഴില് കുഴമ്പ് നമ്മൾ കൂട്ടാനിൽ കഷ്ണം നുറുക്കിയിടും. നമ്മൾ കഷ്ണം എന്ന് പറയും, തമിഴില് താൻ എന്ന് പറയും. നമ്മൾ കഷ്ണം എന്ന് മലയാളത്തിൽ പറയണതിന് തമിഴില് താൻ എന്ന് പറയും. അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടുണ്ട്. അമ്പലപ്പുഴ ഒരിക്കൽ ഒരു നമ്പൂരി വിളമ്പുമ്പോ ഒരു തമിഴ് ബ്രാഹ്മണൻ ഇരുന്നിട്ട് താൻ വേണ്ട എന്ന് പറഞ്ഞു അത്രേ. അയാളോട് പാത്രമൊക്കെ ചോട്ടിൽ വെച്ച് 30 വർഷമായിട്ട് ഞാൻ വിളമ്പണം, ഇതുവരെ ആരും താൻ വേണ്ടെന്ന് പറഞ്ഞു. മലയാളത്തിൽ ഈ താൻ നീ എന്ന് അർത്ഥമുണ്ടല്ലോ. അപ്പോ താൻ എന്ന് വെച്ചാൽ കഷ്ണം, അഹങ്കാരം എന്നും അർത്ഥമുണ്ട് അല്ലേ? അപ്പോ അദ്ദേഹം തന്നെ ഈ വെപ്പുകാരന് പറഞ്ഞു കൊടുത്തു, താൻ ഉണ്ടെങ്കിൽ കുഴമ്പ്. കുഴമ്പെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ, വേറെ ഒരു അർത്ഥം. കുഴമ്പ് ആകപ്പാടെ കുഴമ്പ്. താൻ ഇല്ലെങ്കിലോ രസം. ആ താൻ പോയാൽ തെളിയും, തെളിഞ്ഞ രസം. ആ അഹങ്കാരം പോയാൽ ഉള്ളിൽ തെളിവ് ഏർപ്പെടും, ക്ലാരിറ്റി. അപ്പൊ രസം, രസോവൈ സഹ. ആ രസം ഭഗവാന്റെ സ്വരൂപമാണ്, രസാനുഭവമാണ് ഭഗവത് സ്വരൂപം. അതുകൊണ്ടാണ് പിബത ഭാഗവതം രസം, പിബത ഭാഗവതം രസം. എത്ര കാലം രസം കുടിക്കണം? ഈ ഭാഗവത രസം എത്ര കാലം അനുഭവിക്കണം എന്ന് വെച്ചാൽ, നമുക്ക് ലോകത്തിലുള്ള വിഷയങ്ങൾ എത്ര രുചിയാണെങ്കിലും ഒരു ലിമിറ്റുണ്ട് അല്ലേ? പായസം ഇഷ്ടമാണ്, പക്ഷെ
കുഴിയിലാവാം, രണ്ടാമത്തെ കയ്യിൽ ഒഴിക്കാം, മൂന്നാമത്തെ കയ്യിൽ ഒഴിക്കാം. എത്ര ഇഷ്ടമുള്ള ആളാണെങ്കിലും ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ചിലരെയൊക്കെ പായസം കുടിയന്മാരെ പോട്ടി വെച്ച് വിളമ്പിയിട്ട് 12, 16 ഒക്കെ കുടിച്ചവരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ അവര് നമ്മളെ തല്ലാൻ വരും. അത് കഴിഞ്ഞാൽ മതി എന്നാണ്, ഇനി വേണ്ട എന്നാണ്. ഇവിടെ അങ്ങനെയല്ല. മുഹുരഹോ പിബത, മുഹുരഹോ പിബത. എത്ര കാലം? ആലയം പിബത. മൃത്യുപര്യന്തം കുടിക്കാം. മൃത്യു ലയം. പിന്നെയോ പ്രളയപര്യന്തം കുടിക്കാം. ജീവൻ മുക്തി പര്യന്തം കുടിക്കാം. പിന്നെയോ ജീവൻ മുക്തിക്ക് ശേഷവും യാതൊരു പ്രതീക്ഷയുമില്ലാതെ, ഒന്നും കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലാതെ, അറ്റൈൻമെന്റ്, അച്ചീവ്മെന്റ്, ഗോൾ, ഇതൊന്നുമില്ല, യാതൊരു ലക്ഷ്യവുമില്ലാതെ ഭക്തി ചെയ്യുന്നു. ഭക്തിക്ക് വേണ്ടി ഭക്തി, ആനന്ദത്തിന് വേണ്ടി ആനന്ദം, രസത്തിന് വേണ്ടി രസം. അപ്പൊ ആ അവസ്ഥയിലും കുടിക്കാം. ഇനി കുറച്ച് സിമ്പിളായിട്ട് ഒരു അർത്ഥം പറഞ്ഞാൽ, ഭാഗവതം വായിച്ചുകൊണ്ടേയിരിക്കുന്നു. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവസംയുതം പിബത ഭാഗവതം രസം. ആലയം വായിച്ചുകൊണ്ടേയിരിക്കുമ്പോ ഭാഗവതം മുഴുവൻ സമാധിയുടെ ഭാഷയാണ്. നമ്മളിങ്ങനെ അനുഭവിച്ച് ചിലപ്പോ ലയിച്ചിരുന്നു പോകും. ഒന്നും വായന ഓടില്ല, അവിടെ നിന്നു. ഭാഗവതമൊക്കെ അവിടെ നിന്നു, വായിക്കലും ഒക്കെ നിന്നു. അങ്ങനെ ലയിച്ച് ധ്യാനം ഏർപ്പെട്ട് ശരീരപ്രജ്ഞയില്ലാതെ ഇരുന്നു പോയാൽ വായിക്കാൻ പറ്റില്ല. അപ്പൊ ആ ലയം ഏർപ്പെടുന്നവരെ വായിച്ചോളുക. പിന്നെയോ ആ മനസ്സാ ലയത്ത് നിന്ന് വീണ്ടും പൊന്തി വന്നാലോ, മുഹുരഹോ പിബത ഭാഗവതം രസം. ആ ലയത്തിൽ നിന്ന് വീണ്ടും മനസ്സ് പൊന്തി വന്നാലോ ഇനി എന്ത് ചെയ്യണം? വീണ്ടും വായിക്കും. വീണ്ടും ഭാഗവതം പിബത രസമാലയം മുഹുരഹോ രസികാഹ ഭുവി ഭാവുകാഹ. ഭാവുകന്മാരായ രസികന്മാര് വരട്ടെ ഈ ഭാഗവതം ആസ്വദിക്കാനായിട്ട്, ഭാഗവതം കേൾക്കാൻ. ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം ഭാഗവതം ആരംഭിക്കുമ്പോൾ ഒരു ധ്യാന ശ്ലോകം ചൊല്ലി അടുത്ത ശ്ലോകത്തിൽ ഭാഗവതം തന്നെ മഹാത്മ്യം ചൊല്ലണുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ചത് പത്മപുരാണത്തിൽ. ഭാഗവതം തന്നെ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ച് പറയണു. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി ഈശ്വര സദ്യോ ഹൃദി അവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷിഭിസ്തക്ഷണാത്. നമ്മൾ പതുക്കെ ഒന്ന് ഈ ഭാഗവത അന്തരീക്ഷത്തിലേക്ക് വരണം. ഭാഗവതത്തിന്റെ മഹാത്മ്യം എന്താ? നമ്മൾ പറഞ്ഞു ഈശ്വര സാക്ഷാത്കാരം നേടണം അല്ലേ? ഈശ്വരൻ ആരാണ്? ഭാഗവതത്തിൽ എല്ലാവർക്കും അറിയാം, കൃഷ്ണകഥ പറയുന്നു. കൃഷ്ണൻ ആരാണ്? സച്ചിദാനന്ദ രൂപായ എന്ന്. കൃഷ്ണൻ സച്ചിദാനന്ദ രൂപനാണ്. സത്ത്, ചിത്ത്, ആനന്ദം എന്ന രൂപത്തോടു കൂടിയവനാണ് കൃഷ്ണൻ. സത്ത് എന്ന് വെച്ചാൽ ഉണ്മ, ചിത്ത് എന്ന് വെച്ചാൽ ബോധം, ആനന്ദം എല്ലാവർക്കും അറിയാം, പ്രിയം. ഇതിനെ തന്നെ അസ്ഥി ഭാതി പ്രിയം എന്ന് പറയും. ഈ കൃഷ്ണനെ നമ്മളുടെ സ്വരൂപമാണ് കൃഷ്ണൻ. കൃഷ്ണനെ എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ സദ്യഃ ഹൃദി അവരുദ്ധ്യതേ. കൃഷ്ണനെ കിട്ടിയാൽ എന്താ പ്രയോജനം? കൃഷ്ണനെ കിട്ടും, എളുപ്പത്തിൽ കിട്ടും എന്നാണ് ഭാഗവത സിദ്ധാന്തം. ഒരു നാമം ചൊല്ലണ്ട, ഒരു സാധന ചെയ്യണ്ട, ഒരു അനുഷ്ഠാനം വേണ്ട, പഷ്ണി കിടക്കണ്ട, ഇപ്പൊ വേണോ ഇപ്പൊ കിട്ടും. സദ്യഃ എന്നാണ്. ഈ ക്ഷണം കൃഷ്ണൻ വേണോ കൃഷ്ണനെ കിട്ടും. എങ്ങനെ കിട്ടും? ഹൃദയത്തിൽ കിട്ടും. എങ്ങനെ? ശുശ്രൂഷിഭിസ്തക്ഷണാത്. ഒരേ ഒരു സാധനയേ ഉള്ളൂ. വേദാന്തം ഒരേ ഒരു സാധനയെ പറയുന്നുള്ളൂ, ശ്രവണം. ബ്രഹ്മത്തിനെ വേറെ ഒരു സാധന കൊണ്ടും പിടിക്കാൻ പറ്റില്ല എന്നാണ്. കഴുത്തില് ഒരു മാല കാണാതെ പോയി, കിടക്കുന്ന മാല. അത് കഴുത്തിൽ തന്നെ ഉണ്ട്, നമ്മൾ കണ്ടില്ല. അത് ലോകത്തിൽ മുഴുവൻ അന്വേഷിച്ചു, പോലീസിൽ പെറ്റീഷൻ കൊടുത്തു, വീട് മുഴുവൻ പരത്തി നടന്നു. ഇപ്പൊ ആ മാല എങ്ങനെ കണ്ടുകിട്ടും? ആരോ ഒരാള് കാണിച്ചു കൊടുത്തു, ഇതാ ഇവിടെ കിടക്കണമല്ലോ. ശ്രവിച്ച മാത്രത്തില് റെക്കഗ്നിഷനാണ്, ഇവിടെ ഉണ്ട് അല്ലേ? ശ്രവണം ചെയ്ത മാത്രത്തിൽ, ശ്രവിച്ച ശേഷം ഞാൻ ഏതെങ്കിലുമൊക്കെ സാധന ചെയ്തിട്ട് കണ്ടുപിടിക്കണ്ട മാല കഴുത്തിലുണ്ട്.
ശ്രവിച്ച ഉടനെ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു തന്ന ഉടനെ ഞാൻ കാണുന്നു, വസ്തു ഇവിടെ ഉണ്ട് എന്ന് കാണുന്നു. അതുപോലെ ഭാഗവതത്തിലുള്ള ആ വസ്തുവും വസ്തു ശിവദം, പരമമംഗളത്തിനെ തരുന്ന വസ്തു. ശിവം എന്ന് വെച്ചാൽ മംഗളം, അനുഭൂതി, ശാന്തി, പരമമായ അനുഭൂതി. ആ അനുഭൂതിയെ തരുന്ന വസ്തു അത് നമുക്ക് ഇപ്പൊ കിട്ടും, ഈ ക്ഷണത്തിൽ കിട്ടും. അത് കിട്ടിയാലോ താപത്രയ ഉന്മൂലനം, 3 താപങ്ങളെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഭാഷയൊക്കെ പറയും. ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം. ഇനിയിപ്പോ അതൊക്കെ അർത്ഥം പറയണം. അതിനേക്കാളും എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് 3 ദുഃഖങ്ങളാണ് ഉള്ളത്. ഒന്ന്, ലോകത്തിൽ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് വരുന്ന ദുഃഖം, അല്ലേ? പ്രകൃതിയിൽ നിന്ന് വരുന്ന ദുഃഖം, മറ്റുള്ളവരിൽ നിന്നും വരുന്ന ദുഃഖം, ഗവൺമെന്റിൽ നിന്ന് വരുന്ന ദുഃഖം ഒക്കെ പറഞ്ഞോളാ. പിന്നെയോ നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ വരുന്ന ദുഃഖം, വ്യാധിയായിട്ടും വൈഷമ്യങ്ങളായിട്ടും ഒക്കെ. പിന്നെ മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്ന ദുഃഖം, കാമം, ക്രോധം, ലോഭം, മോഹം മുതലായിട്ട്. ഈ 3ഉം ഇറ്റ് വിൽ ബി റൂട്ടഡ് ഔട്ട്, വേരോടെ പിഴുത്തെടുക്കും. എപ്പോ ശുശ്രൂഷിഭിഹി തക്ഷണാത്, ഭാഗവതം കേൾക്കണം എന്ന് നിശ്ചയിച്ച് കേൾക്കാൻ സാധിക്കുമെങ്കിൽ, ശ്രവണം എന്നുള്ളത് വളരെ പ്രധാനം. ശരിക്കും നമ്മളെ ഒന്ന് 7 ദിവസം കേൾക്കാൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മഹാത്മ്യമേ, അല്ലാതെ വേറെ ഒന്നുമില്ല. 7 ദിവസം നമ്മളെ ഒന്ന് കേൾക്കാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹാത്മ്യം. കേൾക്കുന്നതിൽ 4 കൂട്ടത്തിലെ ആളുകളുണ്ട്. ആദ്യത്തെ കൂട്ടര് മൂലയിൽ വന്ന് ഇരുന്ന് ഉറങ്ങും, അവരും കേൾക്കണവരാണ്. രണ്ടാമത്തെ കൂട്ടര് കേൾക്കും, പക്ഷെ തെറ്റിദ്ധരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കും. മൂന്നാമത്തെ കൂട്ടർ മനസ്സിലാക്കും, 4ാമത്തെ കൂട്ടർ അനുഭവിക്കും. അപ്പൊ അനുഭവശ്രവണം വളരെ വിരളമാണ്. പരീക്ഷിത്ത് ശ്രോതാവായിരുന്നു, അനുഭൂതിയോടുകൂടെ കേട്ട ആളായിരുന്നു. ശുഖബ്രഹ്മ മഹർഷിയും അനുഭൂതിയോടുകൂടെ പറഞ്ഞ ആളായിരുന്നു. അപ്പോ ഭാഗവതം കേൾക്കാൻ നമ്മളെ തയ്യാറാക്കാനാണ് ഈ മഹാത്മ്യം. ഭാഗവതം തന്നെ പറയുന്നു, കേൾക്കേണ്ട മാത്രത്തിൽ തക്ഷണാത്, ആ ക്ഷണം മുതൽ അനുസ്യൂതം വസ്തു നമുക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതെങ്ങനെ വരും? സാധന ചെയ്യാതെ കിട്ടുമോ? എന്തെങ്കിലും അനുഷ്ഠാനമില്ലാതെ കിട്ടുമോ? നമുക്കൊക്കെ കർമ്മത്തിലാണ് വിശ്വാസമേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ കിട്ടും? ഇവിടെ ചെയ്യണം. ചെയ്യേണ്ട സാധന എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്യണ ആളാരാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം. ചെയ്യുന്ന ഒരാളെ അംഗീകരിച്ചിട്ടാണല്ലോ നമ്മൾ സാധന ചെയ്യാൻ പുറപ്പെടുന്നത്, അല്ലെ? ചെയ്യുന്ന ഒരു അഹങ്കാരം, ഈ ജീവൻ സുഷുപ്തിയിൽ ആർക്കെങ്കിലും സാധന ചെയ്യാൻ പറ്റുമോ? രാവിലെ എണീറ്റിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ സാധനയൊക്കെ, അല്ലേ? അപ്പൊ ഞാൻ വേണം അവിടെ സാധന ചെയ്യാനായിട്ട്. സാധന ചെയ്യാൻ ഒരു ഞാനിനെ വെച്ചുകൊണ്ടേ സാധന ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഞാൻ ആദ്യത്തെ കള്ളനാണ്. മൂലാവിദ്യ എന്ന് പറയും. കള്ളൻ ചിലപ്പോ പോലീസുകാർ കള്ളനെ തെരഞ്ഞുകൊണ്ട് പോകുമ്പോ കള്ളൻ പോലീസുകാരുടെ വേഷം കൂട്ടിട്ട് അവരുടെ കൂടെ കൂടിക്കളയും. അതുപോലെ ഈ അഹങ്കാരം സാധകനായിട്ടും മറ്റുമൊക്കെ വേഷം കെട്ടി നിൽക്കും. അപ്പോ സാധന എന്താണ്? ഈ അഹങ്കാരം ഉദിക്കാതെ ഇരിക്കുന്നത് തന്നെ സാധന, ശരണാഗതി തന്നെ സാധന. ശ്രവണം ചെയ്യുമ്പോ, നാമം ജപിക്കുമ്പോ പോലും അഹങ്കാരം വന്നു, ഞാൻ ജപിക്കണു എന്ന് തോന്നും, അല്ലെ? ഞാൻ ജപിക്കണു. ചിലരൊക്കെ ജപമാല 4 പേര് കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. ഞാൻ ജപിക്കണു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോ. അപ്പൊ അതിൽ പോലും വന്നു പോകണു. പക്ഷേ ശ്രവിക്കുമ്പോ നമ്മളൊന്നും ചെയ്യണില്ല, നമ്മൾ ഇരുന്ന് കൊടുക്കണു, അത്രയേ ഉള്ളൂ. പറയുന്ന ആൾക്ക് വേണമെങ്കിൽ അഹങ്കാരം വരാം, ഞാൻ പറയണു എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷെ ഈ കേൾക്കണവർക്ക് അവരൊന്നുമില്ല. ശ്രവണം എന്നുള്ളത് വളരെ സൂക്ഷ്മമായ ഒരു സാധനയാണ്, ഇന്ദ്രിയ വൃത്തിയാണ്. അവിടെ നമ്മളറിയാതെ നമ്മള് ഒന്നാവും. ഈ പറയണ ആളും കേൾക്കണ ആളും ഒക്കെ ഇല്ലാതാവണം ഭാഗവതം പറയണമെങ്കിൽ. രണ്ടും ഉണ്ടെങ്കിൽ കേട്ടാ പ്രയോജനപ്പെടില്ല എന്നാണ്. അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി എന്നാണ്. അന്യനായിട്ട് ഒരാൾ നിന്ന് പറഞ്ഞാലും പ്രയോജനപ്പെടില്ല, അന്യനായിട്ട് നിന്ന് കേട്ടാലും പ്രയോജനപ്പെടില്ല. ഭാഗവതം ആദ്യമായിട്ട് പറഞ്ഞത് ഭഗവാനാണ്. ഭഗവാന് തനിയെ ഇരുന്ന് ബോറടിച്ചു അത്രയും. അപ്പൊ ഈ ബ്രഹ്മവിദ്യ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഭാഗവതം പുറപ്പെട്ടത്. അത് നമ്മൾ നാളെ കാണും, ചതുശ്ലോകി ഭാഗവതത്തില് കാണും. അപ്പോ ഈ ഭാഗവതം മാഹാത്മ്യം ആരംഭിക്കുമ്പോ കൃഷ്ണനെ സ്തുതിക്കുന്നു. കൃഷ്ണൻ നമുക്ക് കിട്ടിയിട്ടുള്ള വസ്തുവാണ്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. സച്ചിദാനന്ദരൂപനാണ് കൃഷ്ണൻ. സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്ന് വെച്ചാൽ ഉണ്ട് എന്നുള്ള അനുഭവം, അല്ലേ? നമുക്ക് ഉണ്ട് എന്നുള്ള അനുഭവം എവിടെയാ ഉള്ളത്?
നിങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അനുഭവം എനിക്കില്ല. സ്വാമി അങ്ങനെ ഞങ്ങളെ ഒന്നും ഇല്ലാതാക്കാൻ പാടില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയും. നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള അനുഭവം എനിക്കില്ല, നിങ്ങളൊക്കെ ഉണ്ടെന്ന് പ്രതീതി ഉണ്ട് എനിക്ക്. നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നു, പക്ഷെ അനുഭവിക്കണില്ല. ഇവിടെ ഇപ്പൊ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒക്കെ ഇരുട്ടാക്കിയാൽ നിങ്ങൾ ഇത് തന്നെ തക്കാന്ന് പറഞ്ഞ് എണീറ്റ് പോയാൽ എനിക്കറിയില്ല, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പൊ അടുത്തുള്ളവരൊക്കെ എണീറ്റ് പോയാലും അറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരുമോ? സംശയം വരില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഉണ്ട് എന്ന്. കാരണം എന്താ? അത് സത്താണ്. അസ്ഥി എന്നുള്ള അനുഭൂതി ഉണ്ട്, അത് സത്താണ്. ഈ സത് അനുഭവം, സത്പ്രതീതി എന്ന് പറയാൻ പാടില്ല, സത് അനുഭവം എല്ലാവർക്കും കിട്ടിയിരിക്കണം. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്ന് അറിഞ്ഞിടാതിരുന്നിരേണം. എല്ലാവർക്കും ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട്. ഇനിയിപ്പോ ഈ അനുഭവത്തിനെ നമ്മൾ പതുക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ നമുക്കൊക്കെ തോന്നും ഉണ്ടെന്ന് അനുഭവം ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം ചോദിക്കും. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഞാൻ ഉണ്ടെന്ന്, അതുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ പതുക്കെ ശ്രദ്ധിച്ചു തുടങ്ങും. ഈ സത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോ കാണാം, അത് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ സർവസാക്ഷിയായിട്ട് ഉള്ളിൽ നിൽക്കുന്ന ചിത്താണ് എന്ന് അനുഭവപ്പെട്ടു തുടങ്ങും. അറിവ്, ജ്ഞപ്തി, അവബോധം, ആ അവബോധമാണെന്ന് അറിയപ്പെട്ടു തുടങ്ങും. മാത്രമല്ല മനസ്സ് അതിലങ്ങനെ രമിക്കുമ്പോ മൂന്നാമത്തെ കലയും പ്രകാശിക്കും. സത്തും ചിത്തും. മൂന്നാമത്തെ കല എന്താ? ആനന്ദം. മൂന്നും നമുക്ക് കൃഷ്ണാനുഭവം ഹൃദയത്തിൽ ഏർപ്പെടും. ഇങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തു മാർഗമുണ്ട്? 2 മാർഗമേ ഉള്ളൂ. ഭഗവാൻ രമണ മഹർഷി പറയും രണ്ട് മാർഗമേ ഉള്ളൂ എന്ന്. ഒന്നിൽ ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്തു നോക്കാം. സാധിക്കില്ലയോ? പൂർണ്ണമായിട്ട് ശരണാഗതി ചെയ്യൂ. പൂർണ്ണമായ ശരണാഗതി. എന്നെ കൊണ്ട് ഒന്നും ആവില്ല, ഒക്കെ ഭഗവാന്റെ കയ്യിൽ വിട്ടുകൊടുത്തു. ആ സർവേശ്വരൻ ജഗത്തിനെ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അടങ്ങിക്കൊടുക്കും. അടങ്ങിക്കൊടുക്കണമെങ്കിൽ എന്ത് വേണം? പ്രിയം വേണം, അല്ലെ? പ്രിയമുള്ള സ്ഥലത്ത് നമ്മൾ നാച്ചുറലായിട്ട് വി വിൽ സറണ്ടർ. എവിടെ പ്രിയമുണ്ടോ, എവിടെ പ്രീതി ഉണ്ടോ, അവിടെ നമ്മൾ അടങ്ങിപ്പോകും. അടങ്ങുമ്പോ ആത്മവിചാരം ഉണ്ടാവും. അതാണ് ആത്മവിചാരത്തിൽ ശരണാഗതി അടക്കം, ശരണാഗതിയിൽ ആത്മവിചാരം അടക്കം. നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ, ഒരു മഹാത്മാവിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആത്മവിചാരം ചെയ്യും. എൻ്റെ അഹങ്കാരം എവിടെയെങ്കിലും പൊന്തി പോകരുത്, പുറത്തേക്ക് ചാടാതിരിക്കണം, ജാഗ്രതയായിട്ടിരിക്കും. അപ്പൊ വിചാരം നടക്കണുള്ളിൽ. അല്ലെങ്കിലോ പൂർണ്ണ നിശേഷ ശരണാഗതി ചെയ്താൽ പിന്നെ ഞാനില്ല, പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ഞാനില്ല. ഈ 2 മാർഗവും കൃഷ്ണാനുഭവത്തിനുള്ള മാർഗമാണ്. പക്ഷേ ശരണാഗതി ചെയ്യണമെങ്കിൽ ഈ അഹങ്കാരം മാക്സിമം പരിശ്രമം ചെയ്താലേ അടങ്ങുള്ളൂ. അപ്പോഴേ അതിന് തോന്നുള്ളൂ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നും. അതുകൊണ്ടാണ് ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞ അവസാനം പറഞ്ഞത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പറഞ്ഞത്. ആദ്യമേ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോ ശരണാഗതി ജ്ഞാനം. ശരണാഗതി ചെയ്യണമെങ്കിൽ എന്തു വേണം? ഭക്തി, പ്രിയം ഏർപ്പെടണം. ഭഗവാന്റെ അടുത്ത് പ്രിയം ഏർപ്പെടണം. ആ പ്രിയം ഏർപ്പെടാനാണ് ഭാഗവത ശ്രവണം. ശ്രവണം കൊണ്ട് പ്രീതി ഏർപ്പെടുന്നു ഭഗവാന്റെ അടുത്ത്. ശ്രവണം ചെയ്യണോ? ഉറങ്ങിക്കിടക്കരുത് എന്ന്. ഉറങ്ങാതെ എഴുന്നേറ്റ് കേൾക്കുക. ഈ ഭാഗവതമാവുന്ന അമൃത മഴ, ഈ കറുത്ത കാർമേഘം നമ്മളുടെ മുമ്പിൽ വന്ന് വർഷിക്കണം. ആചാര്യസ്വാമികൾ പ്രബോധ സുധാകരത്തിൽ പറയണു, മനസ്സേ ഉറങ്ങരുത് എന്ന്. വിജ്ഞാനാമൃതം അദ്ഭുതം വർഷത്തി. വിജ്ഞാനാമൃതം, അദ്ഭുതമായ വിജ്ഞാനാമൃതത്തിന് ഈ വ്യാസനാകുന്ന കാർമേഘം വർഷിക്കണം. അത് കേട്ട് രസിക്കുക എന്നാണ്, ഉറങ്ങിക്കിടക്കരുത് എന്നാണ്. അപ്പോ ഈ ഭാഗവതം കേൾക്കാൻ നമ്മളെ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവത മാഹാത്മ്യം. ഭാഗവത മാഹാത്മ്യവും നൈമിഷാരണ്യത്തിലാണ് നടക്കുന്നത്. സൂതമഹാമുനി ശൗനകാദികൾക്ക് പറയുന്നതായിട്ടാണ് ഭാഗവത മാഹാത്മ്യം. ഭാഗവത മാഹാത്മ്യത്തിന് എങ്ങനെയാ ഒരുക്കം എന്ന് വെച്ചാൽ, ഭാഗവത മാഹാത്മ്യം പറഞ്ഞ് ആരംഭിക്കുമ്പോൾ സൂതൻ ഒരു കഥ പറയുന്നു. പരീക്ഷിത്ത് ഭാഗവതം കേൾക്കാനായിട്ട് ഇരിക്കുക ശുകബ്രഹ്മ മഹർഷിയുടെ മുമ്പിൽ. അപ്പോ ദേവന്മാര് ഒരു അമൃതകുംഭവുമായിട്ട് ആകാശത്തിൽ വന്ന് നിന്നു. സ്വകാര്യ കുശലാഹ സുരാഹ എന്നാണ്. അവരുടെ കാര്യം നടത്താൻ നല്ല കേമന്മാരാണെന്ന്. അല്ലെങ്കിൽ വെറുതെയൊക്കെ അമൃതം കൊണ്ടുവരുമോ? അമൃതം ഉണ്ടാക്കാൻ എത്ര മെനക്കെട്ടതാ. ആ അമൃതവും കൊണ്ട് ഇപ്പൊ വന്ന് നിൽക്കുക.
ശുഗരോട് പറഞ്ഞു, ശുഗാചാര്യരെ, ഞങ്ങളിപ്പോ ഒരു ബിസിനസ് ഡീലിന് വന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഞങ്ങളിത് അപ്പൊ പരീക്ഷത്തിനെ പാമ്പ് കടിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ നിങ്ങളിപ്പോ ഭാഗവതം കൊടുക്കണത്. ആ ഭാഗവതം ഞങ്ങൾക്ക് തരാ, ഞങ്ങളിതാ ഈ അമൃതം അങ്ങോട്ട് തരാം. സുധാകുംഭം പ്രയച്ഛസ്വ സുധാകുംഭം ഗൃഹീത്വൈവ. ഭാഗവതം ഞങ്ങൾക്ക് തരൂ, ഈ സുധാകുംഭം അങ്ങ് സ്വീകരിച്ചുകൊള്ളാന്നാണ്. കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം. ഈ വിനിമയം, ഈ വ്യാപാരം കഴിഞ്ഞാൽ രാജാവിന് അമൃതം കൊടുത്തോളൂ, അപ്പൊ പാമ്പ് കടിച്ചാലേ എഴുന്നേറ്റോളൂ. ശുഗർ ഒന്ന് ചിരിച്ചു, ദേവന്മാരെ നോക്കി. ആഹാ, വേണ്ടില്ല, ഞങ്ങൾക്കും കുറച്ചൊക്കെ അറിയാം. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാചഃ ക്വ മണിർമഹാൻ ബ്രഹ്മരാതോ വിചാരീവം തദാ ദേവാൻ ജഹാസഃ. ഈ കഥ എവിടെ, നിങ്ങളുടെ സുധ എവിടെ? ഒരു കുപ്പിച്ചില് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചിന്താമണി എന്ന് പറയുന്ന രത്നം തരൂ എന്ന് ചോദിക്കണ പോലെയാണ് നിങ്ങളുടെ ഇപ്പൊ ഈ ഏർപ്പാട്. ചിന്താമണി എന്ന് പറയുന്ന രത്നം കൊണ്ട് എന്തൊക്കെ തൊട്ടുവോ അതൊക്കെ സ്വർണമാവും. ആ ചിന്താമണി ഒരാൾക്ക് കിട്ടിയപ്പോ ഒരു കുപ്പിച്ചില് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ ചിന്താമണി തരുവോ എന്ന് ചോദിക്കണ പോലെയാണ് നിങ്ങളുടെ ഏർപ്പാട്. ഈ അമൃതം കൊണ്ടുവന്ന് തന്ന് ഈ ഭാഗവത കഥ ചോദിക്കണം. എന്താ ഇപ്പൊ ഈ ചിന്താമണിയുടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ചിന്താമണിയെ കുറിച്ച് അങ്ങനെ ഒരു കഥ പറയും. സാധാരണ ആളുകളൊക്കെ കുപ്പിച്ചില് വാങ്ങിച്ചിട്ട് ചിന്താമണിയെ വിൽക്കണവരാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞത്. ഒരാള് ചിന്താമണിക്ക് വേണ്ടി തപസ് ചെയ്തു. തപസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ ചിന്താമണി കിട്ടി. അപ്പൊ അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്ര എളുപ്പത്തിലൊക്കെ ചിന്താമണി കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു അത്രേ. പിന്നെയും തപസ് ചെയ്തിട്ട് ആരോ അവിടെ ഒരു കാക്കപ്പൊന്ന് വെച്ചു, അതും എടുത്തോണ്ട് പോയി എന്നാണ്. അപ്പോ ഭഗവാൻ എളുപ്പത്തിൽ കിട്ടുമ്പോ നമുക്ക് വേണ്ട. അമൃതം പരിത്യജ്യ വിഷം പിബന്തി എന്ന്. ചിന്താമണിയെ വിട്ടുകളഞ്ഞിട്ട് കുപ്പിച്ചിൽ എടുത്തോണ്ട് പോണ കൂട്ടരാണ് ലോകത്തില്. അതുകൊണ്ടാണ് ശുഖബ്രഹ്മ മഹർഷി വളരെ ജാഗ്രതയായിട്ട് ദേവന്മാരെ അങ്ങോട്ട് വഴിന്ന് മാറ്റി. അവരോട് പറഞ്ഞു, പറ്റില്ല. എന്താ അപ്പൊ അവർക്ക് ഭാഗവതം കൊടുത്താ ദേവന്മാരും കൂടെ ഒന്ന് ഇരുന്നോട്ടെ എന്നുവെച്ചാൽ അഭക്താൻസ്താൻശ്ച വിജ്ഞായ നദദൗ സ കഥാമൃതം. ഭാഗവതം കേൾക്കണമെങ്കിൽ ദേവന്മാരായാലും പോരാ, ചണ്ടാളനാണെങ്കിലും വേണ്ടില്ല എന്നാണ്. ഭക്തിയോടെ വന്ന് കേൾക്കാനിരിക്കണുണ്ടോ, ശ്രദ്ധയോടെ വന്ന് കേൾക്കാനിരിക്കണം, ആരാണെങ്കിലും കൊടുക്കുക ഭാഗവത കഥ. ദേവന്മാരാണെങ്കിൽ പോലും വ്യാപാരത്തിന് വരികയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരെ പോലെ ചിലരൊക്കെ ഭാഗവതത്തിന് വിളിക്കും, ഞങ്ങൾ ഇത്ര രൂപ തരാം. കേൾക്കാൻ ആരുമില്ല. ഈയിടെ നമ്മുടെ കൂടെ പാരായണത്തിന് വരുന്ന ഒരാൾ പറഞ്ഞു, ഒരു ഇല്ലത്തില് പതിവായിട്ട് ഭാഗവതം 2-3 വർഷം. അപ്പോൾ ഒരു വർഷം അദ്ദേഹത്തിന് മതിയായി. എന്താന്ന് വെച്ചാൽ എപ്പോഴും പോവാ, വായിക്കുക, പറയാ, ആരും കേൾക്കാൻ ഉണ്ടാവില്ല. അവരുടെ വീട്ടിൽ ആരോ ജ്യോത്സ്യൻ ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഭാഗവതം നടത്തണം. അപ്പൊ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അടുത്ത വർഷം വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പണം തന്നാലൊന്നും പോരാ, നിങ്ങൾ കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഇരിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാഗവതം പറയാമെന്നു. അപ്പൊ അവരൊരു മീറ്റിംഗ് കൂടി, വീട്ടില് കൂടിയിട്ട് എന്താ ഇപ്പൊ ചെയ്യാ, ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ആചാര്യൻ പറയണതെന്ന്. അപ്പൊ അവര് ഏട്ടൻ അനിയന്മാരെല്ലാരും കൂടെ നടത്തുകയാണ്. ഓരോരുത്തരും പറഞ്ഞു, ഒരാൾ പറഞ്ഞു ശാപ്പാടിന്റെ മുഴുവൻ ചെലവ് ഞാൻ എടുക്കാം, വേറെ ഒരാൾ സംഭാവന ഞാൻ ചെയ്യാം, എന്ത് വേണേ. ആരും കേൾക്കാൻ തയ്യാറല്ല. ഭാഗവതം എങ്ങനെ പറയും, അഭക്താൻസ്താൻശ്ച വിജ്ഞായ നദദൗ സ കഥാമൃതം. ഭക്തിയോടെ, ബാക്കിയൊക്കെ എന്തിനാ, ഭക്തിയോടെ ശ്രവിക്കാനുള്ളതുണ്ടെങ്കിൽ കഥ പറയാമെന്നാണ്. ഇത്രയും പറഞ്ഞ് സൂത മഹാമുനി ഭാഗവത മഹാത്മ്യം പറയാണ്. ശ്രീ നാരദന്റെ കഥ പറയാ. നാരദ മഹർഷി, നാരദൻ ആണ് ഭാഗവതത്തിന്റെ മൂലഗുരു. ഭാഗവതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആചാര്യൻ നാരദ മഹർഷിയാണ്. നാരദൻ എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ തോന്നുക കലഹം ഉണ്ടാക്കുന്ന ആള് അല്ലേ. നാരം പരമാത്മവിഷയകം ജ്ഞാനം ദദാതീതി നാരദ. ആത്മവിദ്യയെ, ഭക്തിയെ കൊടുക്കുന്നവനാണ് നാരദൻ. ആ നാരദ മഹർഷി അദ്ദേഹത്തിന് ഒരിക്കൽ തോന്നി, ഭൂമിയിലൊക്കെ ഒന്ന് ചെന്ന് കണ്ടുകളയാം, എത്ര തീർത്ഥക്ഷേത്രങ്ങളാണ്. ഈ തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ഭക്തന്മാരെയൊക്കെ ഒന്ന് കാണണം. തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം ഭക്തന്മാരുണ്ടാവും, അവരെയൊക്കെ കാണണം. തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ഭഗവാനെ ദർശിക്കണം എന്നൊക്കെ സങ്കല്പിച്ച് നാരദ മഹർഷി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭൂമിയിൽ എത്തിയപ്പോഴാണ് അബദ്ധമായി എന്ന് മനസ്സിലായത്. എന്താന്ന് വെച്ചാൽ എല്ലാ സ്ഥലവും, കാശി, പ്രയാഗം, ഗോദാവരി തീരം, പുഷ്കരം, ഹരിദ്വാരം, കുരുക്ഷേത്രം,
രാമേശ്വരം എല്ലാ സ്ഥലത്തും യാത്ര ചെയ്തു. എവിടെ ചെന്നിട്ടും അദ്ദേഹത്തിന് ഒരു സമാധാനവുമില്ല. കാരണം എന്താ? വ്യാപാരികളെ കാണുന്നുണ്ട്, പഠിച്ചവരെ കാണുന്നുണ്ട്, ലൗകികന്മാരെ കാണുന്നുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാത്തവരെ കാണുന്നുണ്ട്. ഭക്തി ഒരു സ്ഥലത്തും കാണാനില്ല. കലിന അധർമ്മമിത്രേണ ധരേയം ബാധിതാധുന. കലി സർവത്ര വ്യാപിച്ചിരിക്കുന്നു. ഭഗവാന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ പണം കൊടുക്കണം, അതോ പറിച്ച് എടുക്കും. ആർക്കും ഈശ്വരൻ എന്നുള്ളൊരു ഭാവം പോലും ഒരു സ്ഥലത്തും കാണാനില്ല. എവിടെ ചെന്നാലും വ്യാപാരമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖം തോന്നി. തീർത്ഥക്ഷേത്രങ്ങളിൽ തന്നെ ഇനി കിട്ടില്ലെങ്കിൽ ഇനി എവിടെ കിട്ടും? ഇങ്ങനെ വിഷമിച്ച് 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 അദ്ദേഹം ഇങ്ങനെ വൃന്ദാവന ദേശത്തുകൂടെ ഇങ്ങനെ നടന്നു വരിക. അപ്പൊ ദൂരത്ത് നിന്ന് ആരോ വിളിച്ചു, ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മച്ചിന്താം അപിനാശയ. ഹേ സാധോ, അല്പനേരം ഒന്ന് നിൽക്കൂ. തിരിഞ്ഞു നോക്കുമ്പോ ഒരു യുവതി, ഒരു പെൺകുട്ടി, ചുവട്ടില് 2 വൃദ്ധന്മാര്, വയസ്സന്മാര് കിടക്കണുണ്ട്. വിളിച്ചു. നാരദ മഹർഷി ചോദിച്ചു, ആരാണ് കുട്ടി? ആരാ ഇവരാരാ? ഈ ചുവട്ടിൽ കിടക്കുന്നവരാരാ? കാസിത്വം കാവിമാ. ഇവരാരാ? ഈ അടുത്ത് നിൽക്കണവരാരാ? അടുത്ത് കുറെ സ്ത്രീകൾ നിന്ന് ശുശ്രൂഷിക്കുന്നു. അവരൊക്കെ ആരാ? കാഹ ഇമാ പത്മലോചനാഹ. ഈ കമല നയനത്തോടുകൂടി ഈ സ്ത്രീകളൊക്കെ ആരാ? ആ പെൺകുട്ടി പറഞ്ഞു, നാരദരെ, അങ്ങേക്ക് തന്നെ എന്നെ പിടികിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കും മനസ്സിലാവില്ല. അഹം ഭക്തിരിതിഖ്യാതാം ഇമൗ മേ തനയൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേന ജർജരൗ. ഒരു അധ്യാത്മ രഹസ്യം ഇവിടെ ഒരു ചിത്രം പോലെ, ഒരു കഥ പോലെ പറയുകയാണ്. ഭക്തി 16 വയസ്സായ ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ അടുത്ത് 2 വയസ്സന്മാര് 90 വയസ്സായവർ കിടക്കണു. ഇവരാരാന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി പറയണു, ഇതെന്റെ മക്കളാണ് എന്നാണ്. ഇതെങ്ങനെ ചേരും? അമ്മയ്ക്ക് 16 വയസ്സും മക്കൾക്ക് 80ഉം 90ഉം ഒക്കെ വയസ്സായിട്ട് കിടക്കണം. നാരദര് ചോദിച്ചു, ഇതാരാ? ഇവരെന്റെ മക്കളാണ്, ഞാൻ ഭക്തിയാണ്. ഞാനും ഇവരെ പോലെ തന്നെ ആയിരുന്നു. പക്ഷെ വൃന്ദാവനത്തിൽ ചെന്നപ്പോ എനിക്ക് താരുണ്യം, യൗവനം സിദ്ധിച്ചു. എന്റെ മക്കളെ സ്വീകരിക്കാൻ അവിടെയും ആരുമില്ല. നോക്കണം, ഇതൊരു വലിയ കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഭക്തിക്ക് യൗവനമുണ്ട്, പക്ഷെ ജ്ഞാനവൈരാഗ്യം ഇല്ലാത്തത് കൊണ്ട് കരയുക. അമ്മയാകുന്ന ഭക്തി കരയുക. എന്താന്ന് വെച്ചാൽ ഇത് കലിയിലെ ഭക്തിയെ കാണിക്കുകയാണ്. കലിയില് പ്രത്യേകിച്ച് ഈ കാലത്ത് ഉള്ള അത്ര ഈ ഭക്തി, അതായത് ഇപ്പൊ ഈ ഭക്തിയുടെ യൗവനം ഉണ്ടല്ലോ, വേറെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അമ്പലങ്ങളിലൊക്കെ എന്തു തിരക്കാ, ഗുരുവായൂരിൽ എന്ത് തിരക്കാ. വർഷം കൂടുന്തോറും തിരക്ക് കൂടി 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 വരുന്നു. 2 ദിവസം മുമ്പ് ആരോ പറഞ്ഞു, ഇവിടെ സിദ്ധിവിനായകല് പോയി ദർശിക്കാൻ പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ നിന്നു. എന്നാലും തൊഴുതിട്ട് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും. അതുമാത്രമല്ല, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സിദ്ധന്മാരുണ്ട്, യോഗികളുണ്ട്, എന്തു പറഞ്ഞാലും ആളുകൾ കൂടാൻ തയ്യാറാണ്. പക്ഷെ എന്താ അതൊരു കുഴപ്പം? അതൊക്കെ ശരിക്കും ഭക്തിയാണെങ്കിൽ നമ്മുടെ നാട് ഇങ്ങനെയാണോ ഉണ്ടാവുക? എത്രയധികം ആനന്ദം ഉണ്ടാവണം മനുഷ്യർക്ക്, എത്രയധികം തൃപ്തി ഉണ്ടാവണം, ധന്യത ഉണ്ടാവണം. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തിൻ്റെയോ കുഴപ്പമുണ്ടല്ലോ. കാരണം എന്താ? അത് പ്രാകൃത ഭക്തി, കാമ്യഭക്തി, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ഭക്തി, ഭയം കൊണ്ടുള്ള ഭക്തി. അതില് ജ്ഞാനവും വൈരാഗ്യവും ഇല്ല. ജ്ഞാനവും വൈരാഗ്യവും ഇല്ലെങ്കിൽ ഭക്തിയാവുന്ന അമ്മ കരയും. ജ്ഞാനവും വൈരാഗ്യവും കൂടെ, ജ്ഞാനം വൈരാഗ്യം ഭക്തി, ഇത് 3ഉം ചേർന്നേ നിൽക്കുകയുള്ളൂ. ജ്ഞാനം വേറെ ഭക്തി വേറെ എന്ന് ആര് പറയണോ അവർക്ക് 2നെ അറിയില്ല എന്നാണ് തമിഴിലൊരു സിദ്ധൻ പാടി, തിരുമൂലർ എന്ന് പറയുന്ന സിദ്ധൻ. അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ എന്നാണ്. ഭക്തി വേറെ ജ്ഞാനം വേറെ എന്ന് ആര് പറയണോ അവർക്ക് 2ഉം പിടികിട്ടിയിട്ടില്ല. അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ, അൻപേ ശിവമാവത് ആരും അറികിലാർ, അൻപേ ശിവമാവത് ആരും അറിന്തപിൻ അൻപേ ശിവമായി അമർന്നിരുന്നാരേ. ഭക്തി വേറെ ജ്ഞാനം വേറെ എന്ന് പറഞ്ഞാൽ 2ഉം പിടികിട്ടില്ല. എന്താന്ന് വെച്ചാൽ 2ഉം വേറെ വേറെ നിൽക്കില്ല. ഭഗവാനെ അറിയാതെ പ്രേമിക്കില്ല. പ്രേമിക്കണമെങ്കിൽ ഭഗവാനെ അറിയാതിരിക്കാൻ സാധ്യമല്ല. 2ഉം യോജിച്ചേ നിൽക്കുകയുള്ളൂ. അപ്പോ ഇവിടെ ഭക്തിമാതാവ് കരയാണ്, ഇവരെയും കൂടെ ഒന്ന് എഴുന്നേപ്പിച്ചു തരുന്നു നാരദ മഹർഷിയെന്ന്. പക്ഷെ ഇതിൽ വേറെ ഒരു തത്വം എന്താ?
അപ്പൊ ഈ അമ്പലത്തിൽ പോണതും ഈ തിരക്കും ഒക്കെ തെറ്റാണോ എന്ന് വെച്ചാൽ അല്ല. ഭക്തി പ്രാകൃതമാണെങ്കിലും അവിടെ പിന്നീട് ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ ഒരു കാരണമായിട്ടത് തീരും. പ്രാകൃത ഭക്തിയെങ്കിലും ഉണ്ടാവണം. പ്രാകൃത ഭക്തിയെങ്കിലും ഉണ്ടാവണത് നല്ലത്. പക്ഷേ പ്രാകൃത തലത്തിൽ തന്നെ നിന്നു പോകരുത് എന്നാണ്. ഭക്തി പ്രാകൃത തലത്തിൽ തന്നെ നിന്നു പോകരുത്. കാമ്യഭക്തി, എന്തെങ്കിലും കാര്യം നടക്കാനുള്ള തലത്തിൽ മാത്രം നിൽക്കരുത് എന്നാണ്. അപ്പൊ ഈ ഭക്തി മാതാവ് നാരദനോട് പറഞ്ഞു, നാരദരെ, ഞാൻ പല സ്ഥലങ്ങളിലും അലഞ്ഞു നടന്നു, എന്നിട്ട് ഇവരെ എഴുന്നേറ്റില്ല. നാരദർ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ എഴുന്നേപ്പിച്ചു തരാം. അടുത്ത് ചെന്ന് അവരെ വിളിച്ചു. ശൃണുഷ്വ അവഹിതാബാലേ യുഗോയം ദാരുണഃ കലിഹി. വിഷമിക്കണ്ടാട്ടോ, ഇത് കലിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഞാൻ ഇവരെ ഉണർത്തിത്തരാം, ഈ ഭക്തിജ്ഞാനത്തിനെ ഉണർത്തിത്തരാം എന്ന് പറഞ്ഞ് അടുത്ത് ചെന്ന് അവരെ വിളിച്ചു. ജ്ഞാനപ്രബുദ്ധ്യതാം ശീഘ്രം ഭോ വൈരാഗ്യപ്രബുദ്ധ്യതാം. ജ്ഞാനമേ ഉണരൂ, വൈരാഗ്യമേ ഉണരൂ എന്നാണ്. കുട്ടികളെയൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകാൻ അമ്മമാരെ ഉണർത്തണ പോലെ ഉണർത്തി നാരദ മഹർഷി. ചിലപ്പോൾ കുട്ടികൾ എഴുന്നേക്കും. 6 മണിക്കൊക്കെ എണീപ്പിക്കണമെങ്കിൽ എണീച്ചിട്ട് കണ്ണൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അമ്മ അങ്ങോട്ട് പോയാൽ പിന്നെയും കിടക്കും. പിന്നെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലവണ്ണം ഉറങ്ങും എണീറ്റിട്ട്. അതുപോലെ നാരദ മഹർഷി ഗീതയും ഉപനിഷത്തും ഒക്കെ പാരായണം ചെയ്തു. എണീറ്റിട്ട് ഒന്ന് കോട്ടുവായിട്ടിട്ട് വീണ്ടും ഉറങ്ങിയെന്ന്. അപ്പൊ ഉപനിഷത്തും ഗീതയൊന്നും പ്രയോജനമില്ല എന്നാണോ? അപ്പൊ ഗീതയും ഉപനിഷത്തും ഒന്നും പ്രയോജനമില്ല എന്നാണോ അർത്ഥം? എന്ന് വെച്ചാൽ ഗീതയും ഉപനിഷത്തും ഒക്കെ പ്രയോജനപ്പെടണമെങ്കിൽ വ്യാധി കുറെയൊക്കെ മാറണം, ഒരു പകുതിക്ക് മേലെ പോകണം. അത് പോയാലേ ഗീതയും ഉപനിഷത്തും ഒക്കെ പ്രയോജനപ്പെടും. ഒരുവിധം ഉണർന്ന ആളെ ഉണർത്താൻ എളുപ്പമാണ്, ഉണരാത്ത ആളെ എങ്ങനെ ഉണർത്തും? ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് ബോധിപ്പിക്കാൻ ഉള്ളിൽ കണ്ണു തുറന്നാലേ ഗീതയും ഉപനിഷത്തും ഒക്കെ പ്രയോജനപ്പെടണം. അല്ലെങ്കിലോ അന്ധന് കാട്ടിയ കണ്ണാടി പോലെ ആയിട്ട് തീരും. അതുകൊണ്ടാണ് ഇവിടെ അവർക്ക് പ്രയോജനപ്പെടാത്തത്. മന്ദ അധികാരികൾക്ക് ഗീതയും ഉപനിഷത്തും പ്രയോജനപ്പെടില്ല. ഒന്ന് മധ്യമമാണെങ്കിൽ കുറേയൊക്കെ പ്രയോജനപ്പെടും, ഉത്തമമാണെങ്കിൽ പെട്ടെന്ന് പ്രയോജനപ്പെടും. 3 വിധത്തിലാണ് ആളുകളെ. കർപ്പൂലം പോലെ ഉണ്ടാവും ചിലര്, കൊളുത്തി അപ്പ പിടിക്കും, പിടിച്ചിട്ട് ക്ഷണനേരം കൊണ്ട് ഇല്ലാതായിട്ട് തീരും, ഉത്തമ സാധകൻ. ചിലര് വിറക് പോലെയാണ്, കൊളുത്തിയാൽ കുറച്ചു നേരത്തെ പിടിക്കും, അത് ഈറനാണെങ്കിൽ ഒന്ന് ഉണക്കിയിട്ടൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ചിലത് വാഴപ്പിണ്ടി പോലെയാ, നമ്മൾ വിചാരിച്ച രക്ഷയൊന്നുമില്ല. അപ്പോ 3 വിധത്തിലും ഉണ്ട്. അപ്പൊ ഗീതയും ഉപനിഷത്തും ഒക്കെ നാരദ മഹർഷി പാരായണം ചെയ്തിട്ടും ഇവര് എണീറ്റ് പിന്നെയും ഉറങ്ങി. അപ്പൊ നാരദൻ ആലോചിച്ചു, ഗീതയും വേദാന്തവും ഒക്കെ പറഞ്ഞിട്ടും ഇവർ എണീറ്റില്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവരെ എങ്ങനെ ഉണർത്തും? ഇവർക്ക് എന്താ വഴി? പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്നു, നാരദർക്ക് ഒരു വഴിയും പിടിയിട്ടില്ല. ഈ ഭക്തി ഉണ്ട്, പക്ഷെ ജ്ഞാനവൈരാഗ്യം എണീക്കണമല്ലോ, എങ്ങനെ എഴുന്നേക്കും? അതിനെന്താ വഴി? നോക്കണം, ഭാഗവതം ജ്ഞാനവും വൈരാഗ്യവും ഉണർത്താനാണ്. ഭക്തി ഓൾറെഡി ഉണ്ട്, പ്രാകൃതമായ ഭക്തി ഉണ്ട്. ജ്ഞാനവും വൈരാഗ്യവും കൂടെ ചേർന്നാൽ അത് പരാഭക്തിയായിട്ട് തീരും. അപ്പോ ജ്ഞാനവൈരാഗ്യത്തിനെ ഉണർത്താൻ എന്താ വഴി എന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഏട്ടന്മാരെ കണ്ടത്. നാരദ മഹർഷിയുടെ ജ്യേഷ്ഠന്മാരാണ് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ഇവർ 4 പേരും നാരദന് മുമ്പ് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ട് ജനിച്ചവരാ. അതിൽ സനത്കുമാരനാണ് ചാന്തോഗ്യോപനിഷത്തിൽ നാരദ മഹർഷിക്ക് ഭൂമാവിദ്യ ഉപദേശിക്കണം. നാരദന്റെ ഗുരുവാണ് സനത്കുമാർ. അപ്പൊ നാരദൻ മുഖം ഇങ്ങനെ വാടി തളർന്ന് വരുന്നത് കണ്ടപ്പോ തന്നെ സനത്കുമാരന് ഇഷ്ടായില്ല. എന്താന്ന് വെച്ചാൽ ഭക്തൻ സന്തോഷമായിട്ടിരിക്കണം. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയില് അദ്ദേഹം പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് ചില സമയം കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കും. അപ്പൊ അവിടുത്തെ ഒരു പാതിരി പറഞ്ഞു അത്രേ, ആ പാതിരി സ്വാമിയോട് വളരെ ക്ലോസ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു അത്രേ, സ്വാമി, യു ആർ എ റിലീജിയസ് പേഴ്സൺ, യു ഷുഡ് നോട്ട് ലാഫ് ലൈക്ക് ദിസ്. നിങ്ങളൊരു മത ആചാര്യനാണ്, ഇങ്ങനെ കുട്ടികളുടെ കൂടെ കളിച്ച് ചിരിച്ച് തമാശ ഒന്നും പറയാൻ പാടില്ല, സീരിയസ് ആയിട്ട് ഇരിക്കണം. അപ്പൊ സ്വാമി പറഞ്ഞു, യെസ്, ഐ വിൽ ബി വെരി സീരിയസ് വെൻ സ്റ്റൊമക് പെയിൻ കംസ് ടു മീ. ഇടയ്ക്കിടയ്ക്ക് അവിടെ വയറുവേദന വരുന്നു. അതർവൈസ് വൈ ഷുഡ് ഐ ബി സീരിയസ്? വി ആർ ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. അമൃതാനന്ദത്തിന്റെ അരുമക്കുട്ടികളാണ്. നമ്മൾ എന്തിനു സീരിയസ് ആയിട്ടിരിക്കണം? സന്തോഷമായിട്ടിരിക്കണം. ഭക്തിയുടെ ലക്ഷണം പതഞ്ജലി യോഗസൂത്രം വ്യാഖ്യാനിക്കുമ്പോൾ സ്വാമിജി പറഞ്ഞു, ഭക്തിയുടെ ലക്ഷണം തന്നെ സന്തോഷമാണ്. മുഖത്തിൽ എന്തെങ്കിലും വാട്ടം ഉണ്ടെങ്കിൽ, മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊരു രോഗമാണ്. ദയവ് ചെയ്ത് മുറിയിൽ പൂട്ടിയിരിക്കുക എന്നാണ്, മുഖം പുറത്ത് കാണിക്കരുത്.
കാരണം എന്താ? കണ്ടാ അത് പകർച്ചവ്യാധിയാണ്, ബാക്കിയുള്ളവർക്കൊക്കെ പിടിക്കും. സത്സംഗത്തിലും കണ്ടിട്ടുണ്ടോ? ഒരാൾ കൊട്ടുവായിട്ട് അടുത്തുള്ള ആളും കൊട്ടുവായിടും, അടുത്തുള്ള ആളും കൊട്ടുവായിടും, എല്ലാവർക്കും വയർലെസ് കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഗുണം എന്താ? ഒരാൾക്ക് ഭക്തി വന്നാൽ പറയും ഒരാൾക്ക് വരാം, അല്ലേ? നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ എന്തോ ഒന്ന് പ്രസരിക്കുന്നുണ്ട്. കണക്റ്റഡ് ആണ് നമ്മളൊക്കെ. അപ്പോ നാരദ മഹർഷിക്ക് സനത്കുമാര മഹർഷി പറഞ്ഞു, അങ്ങ് ദുഃഖിക്കരുത്, എന്താ വിഷമം? നാരദൻ തന്റെ ദുഃഖമൊക്കെ പറഞ്ഞപ്പോ നാരദനോട് സനത്കുമാരൻ പറഞ്ഞു, വളരെ ലളിതമായ മാർഗമുണ്ട്, അങ്ങേക്ക് തന്നെ അറിയാവുന്ന മാർഗമാ, പുതിയതായിട്ടൊന്നും ഞാനൊന്നും പറയുന്നില്ല, അങ്ങേക്ക് തന്നെ അറിയാവുന്ന മാർഗമാണ്. ശ്രീമദ് ഭാഗവതാലാപഃ സതു ഗീതശുകാദിഭിഃ ഭക്തി ജ്ഞാന വിരാഗാണം തദ്ഘോഷേണ ബലം മഹത്. ഭക്തിജ്ഞാന വിരാഗാണം തദ്ഘോഷേണ. ഭാഗവതം മുഴങ്ങട്ടെ എന്നാണ്. ഭാഗവതം മുഴങ്ങുമ്പോ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഒക്കെ പടിപടിയായി വളർന്നു വരും, പുഷ്ടിപ്പെട്ടു വരും. അതുകൊണ്ട് ഭാഗവതം പാരായണം ചെയ്യാ, ഭാഗവത കഥ സപ്താഹമായിട്ട് പറയാം. ജ്ഞാന വൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തതഃ ക്രീഡാം കരിഷ്യതി. ജ്ഞാനകഥ, ഭാഗവത കഥ കേൾക്കുന്തോറും ഓരോ വീട്ടിലും ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ഭക്തി ഇങ്ങനെ തഴച്ചു വളർന്നു വരും. അതുകൊണ്ട് ഭാഗവത കഥ പറയാം എന്ന് പറഞ്ഞ് സനത്കുമാരൻ ഉപദേശിച്ചു. നാരദ മഹർഷിക്ക് ദീക്ഷ. നാരദൻ ചോദിച്ചു, വേദാന്തമൊക്കെ പറഞ്ഞിട്ടും ഭക്തി വന്നില്ലല്ലോ, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടായില്ലല്ലോ, അപ്പൊ ഈ ഭാഗവതം പറഞ്ഞാൽ വരുമോ? അതിന് ആണ് സനത്കുമാരൻ പറഞ്ഞത്. കരിമ്പിന്റെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. കരിമ്പ് തിന്നണമെങ്കിൽ പല്ല് വേണം. ഇപ്പോ അധികം പേരും വയസ്സായ ആളുകളാണ്, പല്ലൊന്നും ഇല്ലാത്ത ആളുകളാണ്. അവർക്ക് കരിമ്പ് വെറും കരിമ്പായിട്ട് കടിക്കാൻ കൊടുത്താൽ തിന്നാൻ പറ്റുമോ? അതുകൊണ്ട് അവർക്ക് അതിന്റെ ജ്യൂസ് എടുത്തു കൊടുക്കണം. അങ്ങനെ വേദം തന്നെയാണ്, വേദാന്തം തന്നെയാണ് ഭാഗവതം, ഉപനിഷത്ത് തന്നെയാണ് ഭാഗവതം. പക്ഷേ ഭക്തിയുടെ ഭാഷയില് പഴത്തിന്റെ ഉള്ളില് സൂചി കുത്തിക്കയറ്റാന്ന് പറയും. അതായത് അറിയാതെ ഉള്ളിലേക്ക് കയറ്റാം. അതുപോലെ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളെ അറിയാതെ ഈ വൈരാഗ്യവും ജ്ഞാനവും, അല്ലെങ്കിൽ വൈരാഗ്യം ജ്ഞാനം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഓടിക്കളയും. അതിനൊന്നും ആയിട്ടില്ല, ഇപ്പോഴേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും വൈരാഗ്യം ജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളില്ല എന്ന് പറയും. അത് വയസ്സായാലും തോന്നില്ല. എത്ര വയസ്സായാലും ആചാര്യസ്വാമികൾ അതല്ലേ പറഞ്ഞ, അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദപിന മുഞ്ചതി ആശാപിണ്ഡം എന്നാണ്. അപ്പോഴും തോന്നില്ല. അതുകൊണ്ട് നമുക്കൊക്കെ രസം തന്നുകൊണ്ട്, രസിപ്പിച്ചുകൊണ്ട് നമ്മളെ അറിയാതെ അതിൻ്റെ ഉള്ളിലേക്ക് ജ്ഞാനവും വൈരാഗ്യത്തിനെയും ഉള്ളിലേക്ക് എങ്ങനെ കയറ്റാണ് ഭാഗവത ശാസ്ത്രം. ഇത്രയും പറഞ്ഞ് സനത്കുമാര മഹർഷി ഭാഗവതത്തിന്റെ മഹിമയെ വർണ്ണിക്കുകയാണ്. ഈ ഭാഗവതം കേൾക്കണം. ആരാണോ ജനിച്ച് അതും ഈ ഭാരതദേശത്തിൽ ജനിച്ചിട്ട് ആ ജന്മമാത്രമപി ഏന ഷഠേന കിഞ്ചിത് ചിത്തം വിദായ ശുഖശാസ്ത്ര കഥാ ന പീത ചാണ്ടാളവച്ച കരവത്ബതേന നീതം മിഥ്യാ സ്വജന്മജനനീ ജനി ദുഃഖഭാജ ജീവച്ഛവോ നിഗതിരഃ സതു പാപകർമ്മ. അയാള് ആ ഒരു ഭാഗവതം കേട്ടിട്ടില്ലയോ? ഭാഗവതം എന്ന് വെച്ചാൽ ഈ ഭാഗവത പുസ്തകം മാത്രമല്ല കേട്ടോ. ഭാഗവതം പുസ്തകം മാത്രമല്ല, ഭഗവാന്റെ കഥ, ഭക്തന്മാരുടെ കഥ, ഭഗവത് തത്വം. നിങ്ങൾ വേദാന്തം കേട്ടാലും ഭാഗവതം തന്നെയാണ്, ഉപനിഷത്ത് കേട്ടാലും ഭാഗവതം തന്നെയാണ്. അപ്പൊ ഭാഗവതം എന്നുള്ളത് ഈ പുസ്തകത്തിൽ മാത്രം അടങ്ങുന്നതല്ല, ബ്രഹ്മതത്വമാണ് ഭാഗവതം, ഭഗവത് തത്വമാണ് ഭാഗവതം. ആ ഭഗവത് തത്വം ആര് കേട്ടിട്ടില്ലയോ അവൻ ജീവച്ഛവം എന്നാണ്. സനത്കുമാരന്റെ ശാപം നമുക്ക് കിട്ടണ്ട അല്ലേ? ഷഠ, പരമമൂഢൻ, മഠയൻ. അയാള് ജനിച്ചിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് കുറെ വിഷമം ഉണ്ടായി എന്നല്ലാതെ ഇയാളെ പ്രസവിക്കാൻ വേറെ ഒരു പ്രയോജനമില്ല എന്നാണ് സനത്കുമാരൻ പറയണം. ഇയാള് ജനിച്ചിട്ട് എന്തു പ്രയോജനം? ജീവച്ഛവോ നിഗതിത സതു പാപകർമ്മ. അയാള് മഹാപാപകർമ്മി. ഏന ശ്രുതം ശുഖകഥാവചനം ന കിഞ്ചിത്. ശുഖകഥാവചനം അല്പമെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അവൻ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? കുറെ മരിക്കാൻ കാലത്ത് കണക്കെടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെ സാധിച്ചു എന്ന് വെച്ചാൽ ടൺ കണക്കിന് അരി, ഗോതമ്പ്, കാപ്പിപ്പൊടി, ചായപ്പൊടി, പഞ്ചസാര, ഇതൊക്കെ കാലിയാക്കി എന്നേ പറയാൻ പറ്റുള്ളൂ.
വേറെ എന്തു പ്രയോജനം ഉണ്ടായി എന്നാണ്. ജീവിത അവസാനം നോക്കുമ്പോൾ എല്ലാ സമ്പത്ത് സമൃദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ശൂന്യമായിരിക്കും. ഉള്ളിൽ ശൂന്യം, ഒരു പ്രയോജനവും ഇല്ല എന്നാണ്. അതാണ് അവസാനം ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട്, പോയിക്കൊണ്ടേയിരിക്കണം, എങ്ങനെ പോണു എന്നുവെച്ചാൽ പറയാൻ കൊള്ളില്ല എന്നർത്ഥം. ഈ ചോദിച്ച ആൾക്കും അറിയാം എന്താ അതിൻ്റെ അർത്ഥം, പറയാൻ കൊള്ളില്ല. അപ്പോ ഭക്തിയാവുമ്പോ ഭഗവത് രുചി ഏർപ്പെടാത്ത ജീവിതം എന്തിനു കൊള്ളും, എന്തിനു ജീവിക്കണം? ആ ധന്യത, യു ഷുഡ് ഫീൽ യുവർ സെൽഫ് ബ്ലെസ്സഡ് അല്ലേ, ബ്ലെസ്സഡ്നെസ്, ആ ധന്യത നമുക്കുണ്ടാവണം. ധന്യോഹം ധന്യോഹം ധന്യോഹം. വിദ്യാരണ്യസ്വാമികൾ ദിക്തം നരം പശു സമം ഭുവി ഭാരഭൂതം എന്നാണ്. ഭൂമിദേവിക്ക് അയാൾ ഭാരമത്രേ. അയാൾക്ക് തന്നെ അയാളുടെ ശരീരം ഭാരമായിട്ട് തീരും. ഭാരോ അവിവേകിന ശാസ്ത്രം, എല്ലാം ഭാരമായിട്ട് തീരും. ശാസ്ത്രം ജ്ഞാനം ഒക്കെ ഭാരമായിട്ട് തീരും. ഹൃദയത്തിൽ അല്പം അനുഭൂതിയില്ലെങ്കിൽ, ആനന്ദമില്ലെങ്കിൽ ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ലാതായിട്ട് തീരും. അതുകൊണ്ട് ഭാഗവതം കേൾക്കണം എന്ന് പറഞ്ഞ് സനത്കുമാര മഹർഷി ഒരു ഭാഗവത ശ്രവണത്തിന്റെ മഹിമ നമ്മളെ ബോധിപ്പിക്കാനായി ഒരു കഥ പറഞ്ഞു. നമ്മളുടെ ഒക്കെ കഥ. തുംഗഭദ്രാ നദീതീരത്തില് ഒരു ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണന് ആത്മദേവൻ എന്ന് പേര്. ഈ ആത്മദേവന് ഭാര്യയുടെ പേര് ദുന്ധുളി എന്ന് പേര്. ഈ ആത്മദേവൻ ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു ബ്രാഹ്മണൻ. കർമ്മങ്ങളൊക്കെ നല്ലവണ്ണം അനുഷ്ഠിക്കും, ആചാരശീലനാണ്. പക്ഷേ ഒരേ വിഷമം, ദുഃഖം എന്താന്ന് വെച്ചാൽ കുട്ടികളില്ല എന്നുള്ള വിഷമം. ഭാര്യയ്ക്ക് ആ വിഷമമൊന്നുമില്ല. അവളുടെ പേര് പോലെ തന്നെ ദുന്ധുളി. അവൾ അല്പം സമയം കിട്ടിയാൽ അടുത്ത വീട്ടിൽ പോയിട്ട് ലോകവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ആരുടെയൊക്കെ തല ഉരുട്ടാൻ പറ്റുമോ ഉരുട്ടിക്കൊണ്ടിരിക്കും. ലോകവർത്തമാനം പറയുന്നതിൽ നല്ല കുശലയാണ്. സ്വവാക്യ സ്ഥാപിക എന്നാണ്. വീട്ടിൽ അവള് പറയണതാണ് ഹർ ഹൈനസ് ആണ്. വീട്ടിൽ അവൾ പറയണതാണ് കാര്യം. ഇദ്ദേഹം പാവം അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം. സ്വവാക്യ സ്ഥാപിക, നിത്യം സുന്ദരി സുകുലോദ്ഭവ, നല്ല സൗന്ദര്യമുണ്ട്, നല്ല കുലത്തിൽ ജനിച്ചവളും ഒക്കെയാണ്. എന്നാലും ലോകവാർത്താരത ക്രൂര പ്രായശോ ബഹുജൽപിക എന്ന്. ലോകവർത്തമാനം പറയണതിൽ ബഹുരസം. അല്പസമയം കിട്ടിയാൽ വള 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 പറഞ്ഞുകൊണ്ടേയിരിക്കും. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ചെയ്യും, അതിലൊക്കെ നല്ല കുശലയാണ്. പക്ഷേ ഈ ആത്മദേവന് കുഞ്ഞുങ്ങളില്ല എന്ന് വിഷമം. അദ്ദേഹം സ്മാർത്ഥ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് വേറെ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ, എനിക്ക് പിതൃകാര്യങ്ങളൊക്കെ ആര് ചെയ്യും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിതൃകാര്യങ്ങൾ ആര് ചെയ്യും എന്നുള്ള വിഷമാണ്. ഈ ദുഃഖവും കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോ ഒരു സന്യാസി ഇരിക്കുന്നു ഒരു സ്ഥലത്ത്. സന്യാസിയുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞപ്പോ അദ്ദേഹത്തിന് കാരുണ്യം ഉണ്ടായി. സന്യാസി ചോദിച്ചു, എന്തിനാ അപ്പൊ ദുഃഖിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഈ ആത്മദേവൻ പറഞ്ഞു, സ്വാമി, ഞാൻ എന്തു പറയും? ഞാനൊരു വിത്ത് കുഴിച്ചിട്ടാൽ ആ വിത്ത് മുളക്കില്ല. ഞാനൊരു പശുവിനെ മേടിച്ചാൽ ആ പശു പ്രസവിക്കില്ല, പാലും കറക്കില്ല. പിന്നെ എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലാത്ത കാര്യം പറയാനുണ്ടോ? എൻ്റെ ഭാഗ്യദോഷം എന്ന് പറയട്ടെ, എനിക്ക് കുട്ടികളില്ല, ഞാൻ അത്യധികം ദുഃഖിതനാണ്. സന്യാസി അല്പനേരം ഒന്ന് കണ്ണടച്ചിരുന്ന് നമുക്ക് പതഞ്ജലി മഹർഷി പറഞ്ഞു, നമ്മളുടെ മനസ്സിലെ വാസനകളെയൊക്കെ ഒന്ന് വിശകലനം ചെയ്താൽ നമ്മളുടെ പൂർവ്വജന്മത്തിന്റെ ജ്ഞാനം ഉണ്ടാവും എന്നാണ് നമുക്ക്. അങ്ങനെ ഉള്ള യോഗികൾക്ക് മറ്റുള്ളവരുടെ പൂർവ്വജന്മവും കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഈ സന്യാസി കുറച്ചു നേരം ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ആത്മദേവനോട് പറഞ്ഞു, അങ്ങക്ക് ഈ ജന്മമല്ല, ഇനി സപ്തജന്മാവധി 7 ജന്മത്തിന് അങ്ങക്ക് കുട്ടികളുണ്ടാവില്ല. ഇതിപ്പോ ഒരു ജന്മത്തിന്റെ ദുഃഖവും കൊണ്ടാണ് പോയത്. ഇതാണ് ഈ പൂർവ്വജന്മവും പഴയ ജന്മവും ഒക്കെ വരാൻ പോണ ജന്മമൊക്കെ അറിഞ്ഞുള്ള കുഴപ്പം. ഇപ്പൊ ഒരു ദുഃഖവും വെച്ചോണ്ടിരിക്കുമ്പോ ഇനി വരണ ജന്മത്തിലൊക്കെ ഇതാണെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും? സപ്തജന്മാവധി തവ പുത്രോ നൈവച്ച. പക്ഷെ ആ സന്യാസി പറഞ്ഞു, എന്തിനു ദുഃഖിക്കണു? കുട്ടികളില്ല എന്ന് പറഞ്ഞ് എന്തിനു ദുഃഖിക്കണു? ഒരു സർവേശ്വരൻ ജഗത്തിനെ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഈശ്വരന് അറിയില്ലേ നമുക്ക് എന്താണ് നല്ലതെന്ന്? നമുക്കൊരു പുത്രൻ ജനിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ തന്നിട്ടുണ്ടാവും. അങ്ങനെ ഭഗവാനായിട്ടൊരു പുത്രനെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതാണ് നല്ലതെന്ന് ഈശ്വരൻ അറിയാം. നീ എന്തിനു തീരുമാനിക്കണു എനിക്ക് പുത്രൻ ജനിച്ചേ ആവുള്ളൂ എന്ന്? ചോദിച്ചു വാങ്ങിച്ചവരൊക്കെ ദുഃഖിച്ചിട്ടുണ്ട്.
ഉത്തമപുത്രന്മാര് ജനിച്ചിട്ട് പോലും ദുഃഖിച്ചിട്ടുണ്ട്. ദശരഥൻ ചോദിച്ചു വാങ്ങിച്ചു, പുത്രൻ തനിക്ക് പ്രയോജനപ്പെട്ടില്ല. മഹാത്മാക്കളാണ് എന്നാ പോലും. ആദിശങ്കര ഭഗവത്പാദനും ചോദിച്ചു വാങ്ങിച്ചതാണ്. വാങ്ങിച്ചപ്പോ എന്ത് ചെയ്തു? ലോകമംഗളത്തിനായി ഒരു പുത്രനെ കൊടുത്തു. ഒന്നിൽ അത്യധികം മഹാത്മാക്കളായിട്ടുള്ള മക്കളുണ്ടായിട്ട് വിട്ടുപോകും, അല്ലെങ്കിലോ ഭാഗവതത്തിൽ തന്നെ കഥയുണ്ട്, വേനനെ പോലെ പരമദുഷ്ടന്മാരായിട്ട് ജനിച്ചിട്ട് ദുഃഖിപ്പിക്കും. അപ്പോ കുട്ടികളോ ഇല്ലയോ ഭഗവാൻ അങ്ങനെയാണോ വെച്ചിരിക്കുന്ന? സന്തോഷം. ലോകത്തിൽ എത്ര കുട്ടികളുണ്ട്? എല്ലാം മക്കളായിട്ട് ധരിച്ചോളാം, വേണ്ടതൊക്കെ ചെയ്തോളാം. അതും പറഞ്ഞ് എടുത്തു വളർത്താനൊന്നും പോണ്ടാന്ന്. അത് വേലി കിടക്കണ പാമ്പെടുത്ത് മേത്തിട്ട പോലെ ആവും ചിലപ്പോ. എന്തു വേണമെങ്കിൽ കൊടുത്തോളാം, ചെയ്തോളാം, അവർക്ക് വേണ്ടതൊക്കെ സഹായം ചെയ്തോളാം. കുട്ടികളില്ലേ, അതാണ് നമുക്ക് നല്ലത് എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കണം. ആ ഒരു പ്രാരബ്ധം ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഇത് പറഞ്ഞിട്ട് ആത്മദേവനോട് പറഞ്ഞു, കുട്ടികൾ ഉണ്ടായിട്ട് എത്ര പേര് ദുഃഖിച്ചിട്ടുണ്ടറിയോ? സഗർ എന്ന് പറയുന്ന ഒരു രാജാവിന് 60,000 മക്കളുണ്ടായി, ഒന്നും പ്രയോജനപ്പെട്ടില്ല, ഒക്കെ മരിച്ചുപോയി. കപിലന്റെ ശാപം കൊണ്ട് ഭസ്മമായി. അങ്കൻ എന്ന് പറയുന്ന രാജാവിന് വേനൻ എന്ന് പറഞ്ഞൊരു പുത്രൻ ഉണ്ടായി, വേണ്ടി കിടന്നില്ല എന്നായപ്പോ പിന്നെ അവസാനം അത്യധികം വിഷമിച്ച് രാജ്യം ഉപേക്ഷിച്ച് പുത്രനെ കാരണം ദുഃഖിച്ച് വിഷമിച്ച് പോയി. എത്ര ഇപ്പൊ നമുക്ക് തന്നെ നാട്ടിൽ അന്വേഷിച്ചാൽ കാണാം, മക്കൾ ഉണ്ടായിട്ട് സുഖിക്കണവരെക്കാളും മക്കൾ ഉണ്ടായിട്ട് ദുഃഖിക്കണവര് ധാരാളം ഉണ്ട്. മക്കൾ പലരും പറയാറുണ്ട്, മെനക്കെട്ട് വളർത്തി വളരെയധികം വിഷമിച്ചു, പഠിപ്പിച്ചു, അവസാനം എന്താ ഞങ്ങളെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി ആക്കിയിരിക്കുകയാണ്. എത്ര പേർക്ക് അറിയോ വിഷമം? മക്കളൊക്കെ ഉണ്ട്, ഒക്കെ നല്ല ധാരാളം ശമ്പളം വാങ്ങിക്കുന്ന മക്കളാണ്. ചിലപ്പോൾ അവർക്ക് പ്രയോജനപ്പെടില്ല. കാരണം എന്താ? ഇവിടെ ആർക്കും ഇവിടെ ശാശ്വതമായ ബന്ധമൊന്നുമില്ല. ബന്ധമുണ്ടെന്നൊരു ഭ്രമം. മക്കളുണ്ടെങ്കിൽ മക്കൾ നമുക്ക് പ്രയോജനപ്പെടുന്നുള്ള ഒരു ഭ്രമം, അത്രേ ഉള്ളൂ. അതിലൊരു മമത ഉണ്ടാവും. എന്തിനുള്ള മമത വേണമെങ്കിൽ കളയാം, പക്ഷെ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അതിലുള്ള മമത പോവുകയില്ല. അത് നമ്മളെ ബലമായിട്ട് പിടിക്കും എന്നാണ്. അപ്പോ ആത്മദേവനോട് ഈ സന്യാസി പറഞ്ഞു, അങ്ങേക്കിപ്പോ വയസ്സായിരിക്കണം, വാർദ്ധക്യമായിരിക്കണം, ഇനിയും കുട്ടികളില്ല എന്ന്, എന്തിനാ ഈ വിഷമം? സന്യാസേ സർവഥാ സുഖം. സ്വയം അത് വിട്ടുപോകുന്നതിന് മുമ്പ് ഉപേക്ഷിക്കാം. സന്യാസേ സർവഥാ സുഖം. ഉള്ളുകൊണ്ട് അസംഗനായിട്ട് തീരുക, സംഘം ഉപേക്ഷിക്കാം. രേ വിമുഞ്ച കുടുംബാശ മുഞ്ച അജ്ഞാനം പ്രജാരൂപം വിവേകം തു സമാസാദ്യ ത്യജ സംസാര വാസന. ഈ സംസാരത്തിനോടുള്ള ഈ അത്യധികമുള്ള ആസക്തി ഉണ്ടല്ലോ, അത് ഉപേക്ഷിക്കൂ. ഉപേക്ഷിച്ച് ഏകാന്തത്തിൽ സുഖമായിട്ടിരിക്കൂ. യാതൊന്നും തന്നെ ബന്ധിക്കാനില്ല എന്ന് അറിഞ്ഞ് സന്തോഷിക്കൂ, സുഖമായിട്ടിരിക്കൂ. സന്യാസത്തിന് ഉപദേശിക്കണമെങ്കിൽ പക്വത വരണം. പക്വത വരാത്ത ആളോട് പോയിട്ട് നീ സന്യസിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒരാളെ സന്യസിപ്പിച്ചാൽ എങ്ങനെ ശരിയാവും അല്ലെ? ഉള്ളിൽ ധാരാളം ലോകവാസന ഉള്ള ആൾക്ക് ഒന്നാമത് ഏശയില്ല, ഉപദേശിച്ചാലും പ്രയോജനപ്പെടില്ല, എത്ര പറഞ്ഞാലും പ്രയോജനപ്പെടില്ല. ഇദ്ദേഹത്തിന് ധാരാളം ഇനിയും വാസന ഉണ്ട്. അയാളോട് ഉപദേശിച്ചപ്പോ ആത്മദൈവം പറഞ്ഞു, അയ്യയ്യയ്യയ്യേ സന്യാസ ശുഷ്കയേവഹി. ഈ കാഷായം കൊടുത്ത് ഏകാന്തത്തിൽ പോയി എന്ത് ചെയ്യും ഞാൻ? ശുഷ്കം വരണ്ട ഒരു സ്ഥിതിയാണ് സന്യാസം. ഗൃഹസ്ഥ സരസോ ലോകേ എന്നാണ്. ഗൃഹസ്ഥനാണ് നല്ല രസികൻ. പുത്ര പൗത്ര സമന്വിത. കുട്ടികള്, പേരക്കുട്ടികള്, അവരുടെ കുട്ടികള് എല്ലാവരും കൂടെ അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ രസിച്ചിരിക്കുമ്പോ എന്തു സുഖം. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി എന്തു സുഖം കണ്ടെത്തുന്നു? സന്യാസ ശുഷ്കയേവഹി. എനിക്ക് സന്യാസമൊന്നും വേണ്ട, ഗൃഹസ്ഥനായിട്ടിരിക്കണം, ധാരാളം പേരോട് കൂടെ ഇരിക്കണം. അതിലെങ്കിലും ഒരു രസമുണ്ട്. ഇപ്പൊ അതുമില്ല അല്ലെ? ധാരാളം പേരുണ്ടെങ്കിൽ പോട്ടെ, ഇപ്പൊ ഒക്കെ വാഴ കൊലക്കണ പോലെ ഓരോന്നും, അതിൽ എന്തൊരു ആസക്തിയാ. അപ്പോ ഈ ആത്മദേവൻ ഇത്രയും പറഞ്ഞപ്പോ ആ സന്യാസിക്ക് ഇപ്പൊ നിവൃത്തിയൊന്നുമില്ല. സന്യാസിയുടെ മുമ്പില് അതുമല്ല, ചിലപ്പോ സന്യാസിമാര് കുടുങ്ങിക്കളയും. സന്യാസിമാരും ഈ അധ്യാത്മലോകത്തില് ഈ എന്താ പറയാ ഗുരുസ്ഥാനത്തിൽ ഉണ്ടെന്ന് മറ്റുള്ളവർ വിചാരിക്കണവരും ഒക്കെ കുടുങ്ങിക്കളയും. എന്താന്ന് വെച്ചാൽ ചിലർ പറയും, നിങ്ങളിപ്പോ സ്വാമി എനിക്ക് ഈ ചോദിക്കണത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ വിഷം കുടിക്കും, ഇപ്പൊ സൂസൈഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കളയും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എളുപ്പ വഴിയാണ് ഭസ്മമോ പഴമോ ഒക്കെ അടുത്ത് വെച്ചോണ്ടിരിക്കണം. അത് കൊടുക്കുക, കാര്യമൊക്കെ നടക്കും. അത് സന്യാസി അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് 3 ദിവസത്തിന് മേലെ ഇരിക്കാൻ പാടില്ല. കൊടുത്തിട്ട് ഒരേ പോക്ക് പോകണം, പിന്നെ തിരിച്ച് അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് വരാൻ പാടില്ല. അവര് അല്ലെങ്കിൽ സ്വാമി ഇത് പ്രയോജനപ്പെട്ടില്ല എന്ന് പറയും. ഈ കാലത്തൊക്കെ ആണെങ്കിൽ കേസേ കൊടുത്തുകളയും. അതുകൊണ്ട് കൊടുത്തിട്ട് ഒരേ പോക്ക് കുറെ കാലത്തേക്ക് പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല.
അപ്പൊ ഈ സന്യാസി ഇപ്പൊ നിവൃത്തിയൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പഴം എടുത്തു. പഴം എടുത്തിട്ട് ജപിച്ചിട്ട് കൊടുത്തു. അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, സങ്കല്പ ബലവും വിശ്വാസവും ഉണ്ടെങ്കിൽ എന്തും നടക്കും. അതുകൊണ്ട് ഈ പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് കൊടുക്കുക, നല്ല വ്രതചര്യയോടെ ഇരിക്കണം, നല്ല നിഷ്ഠയോടെ ജീവിക്കണം, എന്തൊക്കെ നിഷ്ഠകളാണോ വേണ്ടതൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ട് ഈ പഴം കഴിച്ചാൽ നല്ല സത്പുത്രനുണ്ടാവും എന്ന് പറഞ്ഞ് കൊടുത്തു. കൊടുത്താലും പ്രാരബ്ധം ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. അതും അദ്ദേഹത്തിന് അറിയാം, ഈശ്വര ഇച്ഛയില്ലെങ്കിൽ എന്തായാലും നടക്കില്ല. ആ ധൈര്യത്തിലാണ് കൊടുത്തിട്ട് അദ്ദേഹം പോയി അവിടെ നിന്ന്. ആത്മദേവൻ ഈ പഴം കൊണ്ടുപോയി ഭാര്യയ്ക്ക് ദുന്ധുളിയെ വിളിച്ചു കൊടുത്തു. ഈ പഴം കഴിക്കുക, നല്ല വ്രതചര്യയോടുകൂടെ ജീവിച്ചാൽ എനിക്ക് സത്പുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞു പഴം കൊടുത്തു. ഭർത്താവിനോട് അല്പം ഒരു ഭയം ഉള്ളതുകൊണ്ട് അത് അങ്ങോട്ട് വാങ്ങിച്ചോളൂ. പക്ഷെ ഇദ്ദേഹം അങ്ങോട്ട് പോയപ്പോ തൻ്റെ സഖികളെയൊക്കെ വിളിച്ച് തലയിലടിച്ച് കരഞ്ഞു അത്രയും. ഇതാ ഈ മനുഷ്യൻ എവിടെയോ പോയി ഏതോ സ്വാമിയാരുടെ അടുത്തുനിന്ന് ഒരു പഴം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, ഞാനിത് കഴിച്ചാൽ എനിക്ക് ഗർഭം ഉണ്ടാവും അത്രേ, ഗർഭം ഉണ്ടായാൽ ഉദരവൃദ്ധിത, വയറ് വലുതാവും, എന്റെ സൗന്ദര്യമൊക്കെ പോകും. അവൾക്ക് ആ സൗന്ദര്യത്തിലാണ് ഇപ്പൊ ആഗ്രഹം, എന്റെ സൗന്ദര്യമൊക്കെ പോകും, ഇനി പ്രസവിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടായാൽ എന്താവും, ഇനി ആ കുട്ടിയെ വളർത്തുക, ഇതൊന്നും എനിക്ക് വയ്യ, എനിക്കിങ്ങനെ രസിച്ചങ്ങനെ നടക്കണം, എന്റെ സുഖത്തിനൊക്കെ ഇത് ദൂഷ്യമായിട്ട് തീരും, അതുകൊണ്ട് എനിക്ക് വയ്യ, ഞാൻ ഈ പഴം നാഹം ഫലം ഭക്ഷയെ, എനിക്ക് ഫലം വേണ്ട, എനിക്കിത് ആവശ്യമില്ല. പക്ഷെ ഭർത്താവ് കോപിക്കല്ലോ, എന്ത് ചെയ്യും? അവൾക്ക് പറ്റിയ ഒരു സഹോദരി, അവൾ പറഞ്ഞു, ഇതാ അപ്പൊ ഞാൻ ഗർഭിണിയായിരിക്കുന്നു, ഞങ്ങൾക്കിപ്പോ പുത്രം വേണമെന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ജനിക്കണ കുട്ടിയെ തനിക്ക് തരാം, തൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് വളർത്തിക്കൂടാ. ഭർത്താവ് പഴയ കാലത്ത് ഈ ബ്രാഹ്മണർ എങ്ങനെയാന്ന് വെച്ചാൽ, അവർ ഈ പ്രത്യേകിച്ച് ഈ ആത്മീകന്മാരായ ബ്രാഹ്മണരാണെങ്കിൽ എപ്പോഴെങ്കിലും യാത്രയായിരിക്കും, എപ്പോഴെങ്കിലും ഒക്കെ വരും, എവിടെയെങ്കിലുമൊക്കെ യജ്ഞത്തിനോ മറ്റോ ഒക്കെ പോയിട്ട് വേദപാരായണത്തിനൊക്കെ പോയി എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സ്ത്രീ എന്ത് ചെയ്തു, ഈ പഴത്തിനെ പശുവിന് കൊടുത്തു. പശുവിന് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ സഹോദരി പ്രസവിച്ചു, അത് തൻ്റെ കുട്ടിയാണ്, അതുവരെ ഗർഭിണിയായിട്ട് നടിക്കുകയും ചെയ്തു അത്രേ. എല്ലാ കാലത്തും ഉണ്ട് ഇങ്ങനത്തെ ഏർപ്പാടുകളെ, സത്വരജസ്തമോ ഗുണങ്ങൾ എപ്പോഴും ഉണ്ട്. ഗർഭിണിയായിട്ട് നടിക്കുകയും ചെയ്തു. ഈ ആത്മദേവൻ യാത്ര കഴിഞ്ഞൊക്കെ വന്നപ്പോ ദാ ആൺകുട്ടി ജനിച്ചിരിക്കുന്നു. ആരുടെയാ? സഹോദരിയുടെ കുട്ടി. പശുവും പ്രസവിച്ചു. ഓ, ആത്മദേവന് നല്ല കാലം വന്നപ്പോ പശു പോലും പ്രസവിക്കാൻ തുടങ്ങി, നല്ല ആൺകുട്ടിയെ, തേജസ്വിയായ ഒരു കുട്ടിയെ പശു പ്രസവിച്ചു. ആ കുട്ടിക്ക് ഗോകർണൻ എന്ന് പേര് വെച്ചു. ഈ ദുന്ധുളി സഹോദരിയുടെ കുട്ടിയെ വാങ്ങിച്ചുവല്ലോ, അയാൾക്ക് ദുന്ധുകാരി എന്ന് പേര് വെച്ചു. നല്ല യോജിച്ച പേരും വെച്ചു. കേട്ടാൽ തന്നെ പേടിതോ. ദുന്ധുകാരി മഹാദുഷ്ടനായിട്ട് വളർന്നു. ഇതൊക്കെ ഭഗവാന്റെ ഓരോ മാർഗങ്ങളാണ്. സാഹങ്കാരസ്യ ദ്രവ്യസ്യ യോ അവസ്ഥാനം അനുഗ്രഹ എന്ന് കപിലൻ പറയും. നമ്മൾ ഏത് വസ്തുവിൽ നമ്മളുടെ അഹങ്കാരം വെച്ചിരിക്കുന്നു, മമത വെച്ചിരിക്കുന്നു, ആഗ്രഹം വെച്ചിരിക്കുന്നു, ഭഗവാൻ എന്ത് ചെയ്യും? ആ വസ്തുവിനെ നമ്മളുടെ കയ്യിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ആ വസ്തുവിനെ കേടുവരുത്തും, അല്ലെങ്കിൽ ആ വസ്തു നമുക്ക് വിപരീതമായിട്ട് തീരും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് അതിനോട് വൈരാഗ്യം വരും. തമിഴൊരു പാട്ടുണ്ട്, ചട്ടി ചുട്ടുതടാ കൈ വിട്ടുതടാ എന്ന്. ചട്ടി ചുടുമ്പോ കൈവിടും, അല്ലെങ്കിൽ വിടില്ല. അപ്പൊ നമ്മൾ ഏതിനോടാണോ അറ്റാച്ച്മെന്റ് വെച്ചിരിക്കുന്നത്, ആ വസ്തു നമുക്ക് വിപരീതമായാൽ അത് നമുക്ക് അനുഗ്രഹമാണ്. അതിന്റെ വിപരീത ഭാവം നമുക്ക് അനുഗ്രഹമാണ്. ഇപ്പോ ആത്മദേവന് ആദ്യം സന്യാസി ഉപദേശിച്ചപ്പോ വൈരാഗ്യം വന്നില്ല. പക്ഷെ ഇപ്പൊ ഈ മകനുണ്ടല്ലോ, നാട്ടിലൊക്കെ കക്ക, സകലവിധ ദുരാചാരങ്ങളും ഉണ്ട്, വേണ്ടാത്ത പ്രവൃത്തികളും ഒക്കെ ഉണ്ട്. അച്ഛൻ സന്ധ്യാവന്തനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ മദ്യപാനം ചെയ്തിട്ട് വരും. കേൾക്കണോ? നോക്കണം, നമ്മളുടെ അഭിമാനത്തിൽ ഭഗവാൻ കുത്തും. ഭഗവാൻ കുത്തും. ഒരു അഭിമാനവും ഭക്തന് അവശേഷിപ്പിക്കില്ലേ ഈശ്വരൻ. ഇപ്പൊ അദ്ദേഹത്തിന് നല്ല ആചാര അനുഷ്ഠാനത്തിന്റെ അഭിമാനം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടിയില്ലേ? നിറയെ ലോകത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നല്ല ആചാരമുള്ള ആളുകൾ, നല്ല ആചാരത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ വളരെ വിപരീതമായിട്ടുള്ള മക്കൾ ജനിക്കും. നമുക്ക് ഒരു കാരണവും കണ്ടെത്താൻ പറ്റില്ല. ചിലപ്പോൾ അച്ഛനും അമ്മയും നല്ലവരായിരിക്കും, നല്ല അനുഷ്ഠാനമുള്ളവരായിരിക്കും. എന്തിനാ പുത്രൻ ഭഗവാൻ എന്തിനവർക്ക് കൊടുത്തു എന്ന് വെച്ചാൽ, ഇവരുടെ ഈ ആചാരത്തിലുള്ള അഭിമാനം കളയണം. അതിന് വിപരീതമായിട്ടൊരു കുട്ടി ജനിച്ചാലേ സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ എന്താവും, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബം ഇവരൊക്കെ നല്ലതായിട്ട് എന്നെ പോലെ തന്നെ വരുന്നു, ഒരു അഭിമാനം വന്നു. അപ്പോൾ വിപരീതമായിട്ടൊന്നും ഉണ്ടായാൽ കുറേ അഹങ്കാരം അതിൻ്റെ പേരിലുള്ളത് അങ്ങോട്ട് പോകും. ഇപ്പൊ ഈ ആത്മദേവൻ ഈ ദുന്ധുകാരിയെ കാരണം ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. വീട്ടിലുള്ള ധനമൊക്കെ ഇയാള് ദുർവ്യയം ചെയ്തു.
അച്ഛനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. എനിക്ക് പണം തരൂ പണം തരൂ എന്ന് പറഞ്ഞു. അവസാനം വെറുത്ത് കഴിഞ്ഞപ്പോ എങ്ങട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഒരു വിധത്തിലും പിടികിട്ടാതായി വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു ആത്മദേവൻ. പരമവൈരാഗ്യം ഉണ്ടായി. ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോമേ ദുഃഖം വ്യപോഹയേത് വന്ധ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായക. കുട്ടിയില്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പൊ കിട്ടേണ്ടത് കിട്ടിയപ്പോ തോന്നേണ്ടത് തോന്നി. ഒരു മകനില്ലായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഇപ്പൊ ഉണ്ടായിട്ട് ഇങ്ങനെ വിപരീതമായ ഒരു അനുഭവമാണല്ലോ എനിക്ക് ഉണ്ടാവണത്. ഒരു പുത്രൻ ഇല്ലായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? കുപുത്രോ ദുഃഖദായക. ഇങ്ങനെ ഒരു പുത്രൻ ജനിച്ചാൽ അത് അത്യധികം ദുഃഖം. അപ്പൊ നോക്കണം, ഒക്കെ നമ്മളുടെ ആത്മസുഖത്തിനാണ് അല്ലെ. പുത്രൻ വേണമെന്ന് പുത്രനെ സുഖിപ്പിക്കാനല്ല. പുത്രൻ വിപരീതമായപ്പോ പുത്രനോടുള്ള അറ്റാച്ച്മെന്റും ഒക്കെ പോയി, വൈരാഗ്യം വന്നു, ഇറങ്ങി നടന്നു. എവിടെ ഇരിക്കും ഞാൻ, ഇനി എവിടെ പോവും, എന്റെ ജീവിതത്തിന് എന്തർത്ഥം എന്ന് ചോദിച്ചു നടക്കുമ്പോ ഒരു വൃക്ഷച്ചുവട്ടിൽ പരമതേജസ്വിയായി ഗോകർണൻ അവിടെ ഇരിക്കണം. മകനാണെന്ന് ചിന്തിച്ചില്ല, ചെന്ന് തൊഴുതു. വേറെ വഴിയൊന്നുമില്ല. ആരെ ശരണം പ്രാപിക്കും? അദ്ദേഹോ പരമ ശാന്തനായിട്ട് ഉദാസീനനായിട്ട് ഇരിക്കുകയാണ്. ഗോകർണനെ മകനെന്ന് പോലും ചിന്തിക്കാതെ, തന്റെ വീട്ടിലെ പശുവിന് ജനിച്ച പുത്രനാണ്, തന്റെ പുത്രനായി വളർത്തിയതാണ്, അങ്ങനെയൊന്നും ആലോചിച്ചില്ല. മുമ്പിൽ ചെന്ന് നിന്നു, നമസ്കരിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വഴി കാണിച്ചു തരൂ, എനിക്ക് മാർഗം കാണിച്ചു തരൂ. കൂരിരുട്ടാണ് എന്റെ മുമ്പില്. അപ്പൊ ഗോകർണൻ പറഞ്ഞു, അച്ഛാ, ഇതാണ് ലോകം. അസാരഃ ഖലു സംസാരഃ ദുഃഖരൂപീ വിമോഹകഃ സുതഃ കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലതേ അനിശം. അച്ഛാ, ഈ സംസാരത്തിന് ഒരു സാരവും ഇല്ല. സംസാരം ആരാ പേര് വെച്ചെന്ന് അറിഞ്ഞില്ല. സമ്യക് സരതീതി സംസാരഹ എന്ന് പറയും. പക്ഷെ വാക്കിന്റെ അർത്ഥം കേട്ടാ സമ്യക് സാരഹ യസ്മിൻ സംസാരഹ എന്ന് തോന്നും. എങ്ങനെയാണെങ്കിൽ സാരമുണ്ട്, ഭക്തി ഉണ്ടോ, ജ്ഞാനമുണ്ടോ, ആത്മാനുഭവം ഉണ്ടോ, ഓരോ നിമിഷവും നമുക്ക് സംസാരത്തിൽ സാരമുണ്ട്. ഇല്ലെങ്കിലോ സംസാരം, ഈ ലോക ജീവിതം പൊരുൾ വിളങ്കാ ഉണ്ടൈ. നമ്മൾ പൊരുവിളങ്ങാ എന്ന് പറയും മലയാളത്തില്. അതിന് തമിഴില് പൊരുവിളങ്കാ ഉണ്ടൈ എന്നാണ്. പൊരുൾ വിളങ്കാ ഉണ്ടൈ. ഒരർത്ഥം കാണാനില്ല. കുട്ടികൾ ചോദിക്കും, ചെറിയ കുട്ടികളൊക്കെ ചോദിക്കും, എന്തിന് ഞാൻ പഠിക്കണം, എന്തിന് സ്കൂളിൽ പോകണം? ഒരു കുട്ടി ചോദിച്ചു, എന്തിന് സ്കൂളിൽ പോകണം, എന്തിനു മെനക്കെടണം, ഈ ബാഗ് ഈ ചുമടൊക്കെ വഹിച്ചുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോയി കഷ്ടപ്പെട്ട് എന്ത് വേണം? ആരോ ഈയിടെ ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു കുട്ടി സ്കൂളിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോ ആടിനെ വലിച്ചോണ്ട് പോകണു അത്ര കശാപ്പ് കിടക്കുക. അത് ഇങ്ങനെ നിലവിളിക്കുക. അപ്പൊ കുട്ടി ചോദിച്ചു, ഈ ആട് എന്തിനാ കരയണമെന്ന് വെച്ചു അത്ര അച്ഛനോട്. അതിനെ വെട്ടാൻ കൊണ്ടുപോകണം. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു സ്കൂളിലേക്ക് പോവാണെന്ന് വെച്ചു. അത്ര അധികം അവർക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു. എന്തിന് സ്കൂളിൽ പോകണം, എന്തിനു പഠിക്കണം? അവിടെ മുതൽ തുടങ്ങിയിട്ടുള്ള ഈ ചുമട് വഹിക്കല്, വിഷമം, കഷ്ടപ്പെട്ട് ജീവിച്ച് ദുഃഖി, എന്തിന് എന്ന് ചോദിച്ചാൽ ഒരർത്ഥമില്ല. ചെയ്യണം, എല്ലാരും ചെയ്യണ്ടല്ലോ, അതുപോലെ നമ്മളും ചെയ്യണം, അത്രേ പറയുള്ളൂ. എല്ലാരും പോണ വഴിക്ക് നമ്മൾ പോണം, ചെയ്യുന്ന വഴിക്ക് നമ്മൾ ചെയ്യണം. ആരും ചിന്തിക്കണവരില്ല എന്താ അർത്ഥം, എന്തിനാ ഈ പൊരുൾ വിളങ്കാ ഉണ്ടൈ. അതാണ് ശബരിമലയ്ക്ക് ശാസ്താവിനെ കാണാൻ പോകുമ്പോ പോണ വഴിയിൽ ഇതിനെ വലിച്ചെറിഞ്ഞിട്ട് പോണത്. ഇതിനെ വലിച്ചെറിയാതെ പോയാൽ അവിടെ പോയാൽ ദർശനം കിട്ടില്ല എന്നാണ്. ഇതൊന്ന് വലിച്ചെറിഞ്ഞിട്ട് പോവാ. ആ സാധനവും അങ്ങനെയാണല്ലേ, കടിച്ചാ പല്ല് പൊട്ടും. അപ്പോ എന്താ ഈ അർത്ഥം? അസാരഖലു സംസാരഹ. ഒരു സാരവുമില്ല. പുറമേക്ക് ജീവിതം നോക്കിയാൽ പ്രശ്നം, ദുഃഖങ്ങള്, വിഷമങ്ങള്. ദുഃഖരൂപി വിമോഹക. മോഹിപ്പിക്കുകയും ചെയ്യണു. വീണ്ടും വീണ്ടും ആളുകൾ പോകുന്ന വഴിക്ക് പോകണം എന്നുള്ള ഒരു ആസക്തി തോന്നുകയും ചെയ്യണു, മോഹിപ്പിക്കുകയും ചെയ്യുന്നു. ആ വഴിക്ക് പോയാൽ ദുഃഖം ഉണ്ടതാണ്. ഇവിടെ ആരുടെ പുത്രനെ ആലോചിച്ച അങ്ങ് കരയണത് എന്നാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പുത്രനാണോ? അദ്ദേഹം വെറുതെ കരുതിയിരിക്കുക അല്ലേ? ദുഃഖത്തിന് കാരണം മമതയാണ്, പുത്രനൊന്നുമല്ല. സ്നേഹവാൻ ജ്വലത്തെ അനിശം. അങ്ങയുടെ ഉള്ളിലുള്ള അറ്റാച്ച്മെന്റ് കാരണമാണ് അച്ഛാ അങ്ങ് കരയണത്. ആത്മദേവൻ കരയാൻ കാരണം അങ്ങയുടെ ഉള്ളിലുള്ള അറ്റാച്ച്മെന്റ് ആണ്. ലോകത്തിൽ എത്രയോ മക്കൾ കേടുവെന്ന് പോകണു. നമ്മൾ വലുതും ഒക്കെ പറയുമോ? ഗ്രാമത്തില് അവിടെ എവിടെ ഏതെങ്കിലും ഒക്കെ ആളുടെ ഒക്കെ മക്കൾ കേടുവെന്ന് പോയാൽ നമുക്ക് എന്ത് രസമാണ് അടുത്ത വീട്ടിൽ പോയി അതിനെ കുറിച്ച് വർത്തമാനം പറയാൻ, അല്ലേ? നേരെ മറിച്ച് നമ്മളുടെ വീട്ടിലെ ആരെങ്കിലും ഒക്കെ കുറിച്ചാണെങ്കിൽ ആളുകൾ വർത്തമാനം പറയണമെങ്കിൽ സഹിച്ചിരിക്കുമോ? അപ്പൊ നമ്മളുടേതാവുമ്പോ വിഷമം. അപ്പൊ ആസക്തിയാണ് കാരണം. അല്ലാതെ രമണ മഹർഷി ഇതിനൊരു കഥ പറയും. രണ്ടും ഈ ബ്രഹ്മചാരികൾ
കാശിയിൽ പഠിക്കാൻ പോയി. കാശിയിൽ പഠിക്കാൻ പോയതില് ഒരു ബ്രഹ്മചാരി അവിടെ വേദമൊക്കെ പഠിച്ച് പാഠശാലയൊക്കെ നടത്തി അവിടെ വലിയ ആളായിട്ട് വിവാഹമൊക്കെ കഴിച്ച് ഗൃഹസ്ഥനായിട്ടൊക്കെ ജീവിക്കണം. മറ്റേ ആള് അവിടെ ചെന്ന് മരിച്ചുപോയി. അപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോ ഒരാള് നാട്ടിലേക്ക് വരികയാണ്. അയാളോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ചെന്ന് ഞങ്ങളുടെ 2 വീട്ടിലും അറിയിക്കണം, ഇതുപോലെ ഒരു ബ്രഹ്മചാരി ആ മരിച്ചുപോയ വീട്ടിൽ മരിച്ചുപോയി എന്ന് പറയണം, എന്റെ വീട്ടിൽ ചെന്ന് പറയണം ഞാൻ ഇവിടെ സുഖമായിട്ട് ഗൃഹസ്ഥനായി വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കണമെന്ന് പറയണം. അന്നൊക്കെ ട്രെയിനൊന്നുമില്ലല്ലോ, നടന്നു വരണമല്ലോ. അപ്പൊ പോയാൽ അത്ര പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. അപ്പൊ അവിടുന്ന് വരുന്ന ഈ യാത്രികൻ 3-4 മാസം നടന്നു വന്ന് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ വന്ന് ഇവിടെ വന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന് മാറിപ്പോയി വീട് രണ്ടും. ഏത് വീട്ടിലാണോ ചെന്ന് നിങ്ങളുടെ മകൻ സുഖമായിട്ട് ഇരിക്കണോ പാഠശാലയൊക്കെ നടത്തണമെന്ന് പറയണേ, അവിടെ പോയി പറഞ്ഞു നിങ്ങളുടെ മകൻ മരിച്ചു എന്ന് പറഞ്ഞു. ഏത് വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മകൻ മരിച്ചു എന്ന് പറയണോ അവിടെ ചെന്ന് നിങ്ങളുടെ മകൻ സുഖമായിട്ട് അവിടെ ഇരിക്കണോ പറയണോ. ഇപ്പോ എന്തായി, ഏത് വീട്ടിൽ ആഘോഷിക്കണോ അവിടെ വായ വിട്ട് കരച്ചില്. നാട്ടിലുള്ളവരൊക്കെ കണ്ടോളൻസിന് വരുന്നു, കരച്ചില്, ദുഃഖം. മറ്റേ വീട്ടിലോ എല്ലാരെയും വിളിച്ച് ഒരു സദ്യയൊക്കെ കൊടുത്തു, ഒരു ആഘോഷമൊക്കെ നടത്തി, എല്ലാം നടത്തി. ഇപ്പൊ നടന്ന സംഭവത്തിനും ഇവരുടെ വികാരത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? നടന്ന സംഭവത്തിനും വികാരത്തിനും ഒരു ബന്ധമില്ല. പക്ഷെ വികാരം എന്താ? നമ്മള് അജ്ഞാനം കൊണ്ട് എന്ത് ഭാവന ചെയ്യുന്നു അതിനനുസരിച്ചുള്ള വികാരം ഉണ്ടാവും. ഇപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ തന്റെ മകൻ കേടുവന്നു പോയി എന്ന് വിചാരിച്ചത് കൊണ്ട് അച്ഛന് ഇത്രയധികം ദുഃഖം. ഇപ്പൊ നിങ്ങളുടെ പുത്രനാണോ ആലോചിച്ചു നോക്കിയാൽ ആരുടെയോ മകനെ എടുത്ത് വളർത്തുകയാണ്. അപ്പോ സ്നേഹവാൻ ജ്വലത്തെ അനിശം, അങ്ങയുടെ ആസക്തി കൊണ്ടാണ് അങ്ങയുടെ ഉള്ളിൽ ഇങ്ങനെ തീ നീറുന്നത്, നെരുപ്പ്, അഗ്നി. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കാം, ഇനിയെങ്കിലും ഉപേക്ഷിക്കാം. യൗവനത്തിൽ ഉപേക്ഷിച്ചില്ലെങ്കിൽ പോട്ടെ, വാർദ്ധക്യത്തിലെങ്കിലും ഉപേക്ഷിക്കാം. മുഞ്ച അജ്ഞാനം പ്രജാരൂപം മോഹത്തോ നരകേ ഗതി എന്നാണ്. ഈ അജ്ഞാനം ഇനിയും ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തും ഉപേക്ഷിക്കണം. എന്തും എന്ന് വെച്ചാൽ അവസാന അത്യാവശ്യം ഉപേക്ഷിക്കാൻ കഴിയാത്ത സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ വോളണ്ടറി ആയിട്ട് ഉപേക്ഷിക്കണം. അത്യാവശ്യം ഉപേക്ഷിക്കാൻ കഴിയാതെന്ന് വിചാരിക്കുന്ന ഈ ശരീരം മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളുകൊണ്ട് ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. കാരണം യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയണു, മൈത്രേയി എന്തിനെ കയറി പിടിച്ചോളൂ അതൊക്കെ തന്നെ അത്യധികം ദുഃഖിപ്പിക്കും. ഏത് വസ്തുവായാലും ശരി, ആത്മാവിൽ നിന്ന് അന്യമായി ഏത് പൊരുളിനെ പിടിച്ചാലും അതൊക്കെ അത്യധികം തന്നെ വിഷമിച്ച് ദുഃഖിപ്പിച്ച് എന്തെങ്കിലും ഒരു ദിവസം വിട്ടുപോകും. ഇത് വിട്ടുപോകുന്ന അറിയണത് കൊണ്ട് തന്നെ ഏത് വസ്തുവിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പേടിയുണ്ട്, ഇത് നമ്മളെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകുമോ. അപ്പൊ വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടെങ്കിലോ ഇതിന് നടുവിൽ ഒരു കുഴപ്പമില്ല. ഗൃഹസ്ഥനായിരുന്നാലും കുഴപ്പമില്ല, എവിടെയുണ്ടെങ്കിലും കുഴപ്പമില്ല. വൈരാഗ്യവും ജ്ഞാനവും മുമ്പേ ഉണ്ടെങ്കിൽ സ്വാമി രാമതീർത്ഥൻ പറയും, ഒരു ഉണങ്ങിയ കൊമ്പിലിരിക്കുന്ന കിളിയെ പോലെ എന്നാണ്. ഉണങ്ങിയ മരത്തിന്റെ കൊമ്പിൽ ഒരു കിളി ഇരിക്കണു. ആ കൊമ്പ് എപ്പ വേണമെങ്കിൽ പൊട്ടി വീഴാം. പക്ഷെ കൊമ്പ് പൊട്ടി വീണാൽ കിളി വീഴുവോ? കിളി പറന്നു പോകും. കിളിക്ക് 2 ചിറകുള്ളത് കൊണ്ട് പറന്നു പോകും. അതേപോലെ ഈ ജീവന് വൈരാഗ്യവും ജ്ഞാനവും ആകുന്ന 2 ചിറകുകൾ ഉണ്ടെങ്കിൽ, വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ ചിറകുകളായിട്ടാണ് അതിനെ പറയണത്. വൈരാഗ്യബോധൗ പുരുഷസ്യ പക്ഷിവത് പക്ഷൗ വിജാനീഹി വിചക്ഷണസ്ത്വം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇയാൾ എവിടെ ഉണ്ടെങ്കിലും പറക്കാൻ തയ്യാറായിട്ടിരിക്കും, വീഴില്ല. താൻ ആശ്രയിച്ചിരിക്കുന്ന വസ്തു വീണാലും അയാൾ വീഴില്ല. കാരണം അയാൾക്ക് മുമ്പേ അറിയാം ഇത് വീഴും അല്ലേ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നിശബ്ദമായിരിക്കുമ്പോ ഇവിടെ കഥന പൊട്ടിയാൽ നമ്മൾ ഞെട്ടും. പക്ഷെ തൃശ്ശൂർ പൂരത്തിനെ കാണാൻ എങ്ങനെ പോയിരിക്കണു, രസിച്ച്. അപ്പൊ അറിയാം അവിടെ പൊട്ടുമെന്ന് അറിയാം. അതേപോലെ ഈ പ്രപഞ്ചം സുഖമാണെന്നുള്ള അജ്ഞാനം കാരണമാണ് ദുഃഖം ഏർപ്പെടുന്നത്. ഇവിടെ സുഖവുമല്ല, ഇത് ദുഃഖവുമല്ല, ഇത് പ്രാരബ്ധം. ഈ പ്രാരബ്ധത്തിൽ യാതൊരുവിധ സംഘവും ഇല്ലാതെ ജീവിക്കണം. വള്ളം വെള്ളത്തിൽ കിടക്കാം, വെള്ളം വെള്ളത്തിൽ കയറരുത്, വള്ളം മുങ്ങും. ലോകത്തിൽ ജീവിക്കണോ, സന്യാസം എടുക്കണോ, എവിടെ പോകണം, ഇത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിലില്ല. പക്ഷേ ഈ ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, ശരീര സംബന്ധമായ വസ്തുക്കളൊന്നും തന്നെ എൻ്റെ അല്ല എന്ന് അറിഞ്ഞാൽ ജ്ഞാനം നമുക്ക് സ്വതസിദ്ധം. ജ്ഞാനം നേടേണ്ട ആവശ്യമില്ലേ. ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്, ജ്ഞാനം സകല പേർക്കും ഉണ്ട്. മരണമില്ലാത്ത അമൃത വസ്തുവാണ് നമ്മൾ എന്നുള്ള ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്, നേടേണ്ട ആവശ്യമില്ല. യുധിഷ്ഠിരൻ മഹാഭാരതത്തിൽ പറയുന്നു, ഓരോ ദിവസം ആളുകൾ മരിക്കുന്നത് കാണുമ്പോഴും ഒരാൾക്കും അവനവും മരിക്കുന്നു തോന്നണില്ല, ഇതാണ് ആശ്ചര്യം എന്ന് പറഞ്ഞു. ഇതിന് രമണ മഹർഷി പറഞ്ഞു, നമ്മൾ സാധാരണ വ്യാഖ്യാനം പറയുന്നത് എന്താ, അജ്ഞാനം കാരണം മനുഷ്യന് തോന്നുന്നില്ല എന്ന് പറയും. അതിന് രമണ മഹർഷി പറഞ്ഞു, അങ്ങനെ തോന്നാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ അവന്റെ സ്വരൂപം അമൃതമായത് കൊണ്ടാണ്. നിങ്ങൾക്ക് യു ക്യാൻ നെവർ കൺവിൻസ് എ പേഴ്സൺ ദാറ്റ് യു വിൽ ഡൈ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, സിംപ്ലി നോട്ട് പോസിബിൾ.
എത്ര വേണമെങ്കിൽ യുക്തി പറഞ്ഞോളൂ, മരിക്കുന്നു പറഞ്ഞോളൂ, പേടിപ്പിച്ചോളൂ, കുറച്ചു നേരത്തേക്കൊക്കെ പേടി തോന്നും, പിന്നെയും അയാൾ ചിരിക്കും. എത്ര വ്യാധിഗ്രസ്തനായാലും എത്ര വയസ്സായാലും നിങ്ങൾ ഇന്ന് രാത്രിക്കുള്ളും മരിക്കുന്നു പറഞ്ഞാൽ കുറച്ചു നേരം വേണമെങ്കിൽ ദാറ്റ് ഫിയർ ഈസ് ഓൺലി മെന്റൽ. യു ക്യാൻ നെവർ കൺവിൻസ് ഹിം ദാറ്റ് ഹി വിൽ ഡൈ. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ നിന്നൊന്ന് പറയണു മരണമില്ല മരണമില്ല എന്ന് പറയണു. പിന്നെ ശരീരത്തിനാണ് ഈ മരണം, അത് ഓൾറെഡി മരിച്ച സാധനമാണ്, അതിനി മരിക്കാനൊന്നുമില്ല, അത് ഇപ്പൊ തന്നെ മരിച്ച ജഡമാണ്. അതിപ്പോ എന്തോ ആശ്ചര്യം കൊണ്ട് എഴുന്ന് നടന്നു വർത്തമാനം പറഞ്ഞ് പ്രഭാഷണമൊക്കെ ചെയ്യാണ്. അതാണ് അനിർവചനീയമാണ്. അപ്പോ ഇതിനോട് അമൃതമല്ലാത്ത സകല വസ്തുക്കളോടും ജഡമായ സകല പദാർത്ഥങ്ങളോടും ഉള്ള പിടിവിടണം, അത്രയേ ഉള്ളൂ. ഒന്നും പുതിയതായിട്ടില്ല. ശരീരം ഞാനല്ല, ശരീരം എൻ്റെ അല്ല, ശരീരം എനിക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞ് പിടിവിട്ടാൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ പോയിക്കോളും. നമുക്ക് ബലമായിട്ടുള്ള 3 അജ്ഞാനമാണ്. ശരീരം ഞാനാണ്, ശരീരം എൻ്റെയാണ്, ശരീരം എനിക്ക് വേണ്ടിയാണ്. ഈ 3ഉം അങ്ങോട്ട് നീങ്ങിയാൽ സ്വതസിദ്ധമായിട്ട് നമുക്ക് വസ്തു ഉള്ളിൽ പ്രകാശിക്കും. കാരണം അത് സിദ്ധമാണ്. ആർക്കാ ജ്ഞാനമില്ലാത്തത്? എല്ലാവർക്കും അഹമസ്മി, ഞാൻ ഉണ്ട്, ഞാൻ 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 എന്ന് ബോധം ഉള്ളിൽ നിരന്തരം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. സദാ സർവേശ്വരൻ ഹൃദയത്തിൽ നർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ 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 ഞാൻ. പക്ഷെ ആ ഞാൻ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ആയി കൂടി കുഴഞ്ഞു കിടക്കുകയാണ്. അല്പം ഒരു കടച്ചൽ നടത്തണം. തൈര് കടയുന്ന പോലെ കടയുമ്പോൾ തൈരിന്ന് വെണ്ണ പിരിഞ്ഞു വരുന്ന പോലെ ഈ ഞാൻ എന്നുള്ള സ്ഫൂർത്തി ജഡത്തിന്റെ പിടിവിട്ട് വേർപിരിഞ്ഞ് ശുദ്ധ ചിത്തായിട്ട് പ്രകാശിക്കും. അഹം പൊരുൾ പിരിഞ്ഞു വരും. അപ്പോ അതിന് ആദ്യത്തെ പടിയായി ഗോകർണൻ ഇവിടെ ഉപദേശിച്ചു, അച്ഛാ ഈ ശരീരത്തിനോടുള്ള പിടി വിടുക. ദേഹേ അസ്ഥി മാംസ രുധിരേ അഭിമതിം ത്യജത്വം. ഈ ദേഹത്തിനോടുള്ള ഈ അഭിമാനം, മാംസപിണ്ഡം, മലമൂത്രമയം അല്ലെ, അത്രയൊക്കെ പറഞ്ഞാലും പോവില്ല. പിന്നെ എങ്ങനെ പതുക്കെ വിചാരം ചെയ്ത് നോക്കുക. ശരീരത്തിനെ എടുത്തു കളയാനോ വെട്ടിക്കളയാനോ ഒന്നും പറ്റില്ല. അത് രാവണമാർഗമാണ്. രാവണൻ പറയുന്നുണ്ട് രാമായണത്തില്, മുനേഹേ ദുഷ്ടമിവേന്ദ്രിയം എന്നാണ്. ഒരു ഇന്ദ്രിയം ദുഷിച്ചാൽ അതിനെ വെട്ടിക്കളയാന്നാണ്. അങ്ങനത്തെ മാർഗമല്ല. ശരീര അഭിമാനത്തിനെ എടുത്തു കളയുക. ശരീരബോധം ആർക്കുമില്ല. ശരീരത്തിന് ഒരിക്കലും ബോധം ഉണ്ടാവില്ല. ശരീര അഭിമാനത്തിനെ നീക്കാനുള്ളൂ. ആ ശരീര അഭിമാനം, ശരീരത്തിനോടുള്ള അഭിമാനത്തിനെ നീക്കിക്കളഞ്ഞാൽ സ്വതസിദ്ധമായി ജ്ഞാനം നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു. അതിനുള്ള ഒരു സാധനയെ ഗോകർണൻ ഉപദേശിച്ചു കൊടുത്തു അച്ഛന്. അച്ഛനോട് പറഞ്ഞു, ദേഹേ അസ്ഥി മാംസ രുധിര. ആദ്യം പറഞ്ഞു ഏകാന്തത്തിലിരിക്കുകയാണ്. സുഖം ഇന്ദ്രന്റെ പദവിയിൽ ഇരുന്നാലും കിട്ടില്ല, രാജാവായിരുന്നാലും കിട്ടില്ല. ന സുഖം ഇന്ദ്രസ്യാഹുഹു ന സുഖം ചക്രവർത്തിനഃ സുഖമസ്തി വിരക്തസ്യ മുനേഹേ ഏകാന്ത ജീവിനഃ. ഏകാന്തത്തിൽ ചെന്നിരിക്കാന്നാണ്. ജീവിതം മുഴുവൻ കുടുംബത്തിൽ കഴിഞ്ഞ ആളാണ്. ഇനിയിപ്പോ അവിടെയൊക്കെ പോയാൽ അതിന്റെ ജേംസ് ഒക്കെ പിടിക്കും. അതുകൊണ്ട് കുറച്ചു കാലം ഏകാന്തത്തിലിരിക്കും. എന്നിട്ട് പതുക്കെ വിചാരം ചെയ്യാം. എങ്ങനെയാ വിചാരം ചെയ്യേണ്ടത്? ആദ്യം ഈ ശരീരം ഞാനല്ല. ശരീരം ജനിച്ചു. 1 വയസ്സില് ശരീരത്തിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ചിലപ്പോ 80ാമത്തെ പിറന്നാളിന് പേരക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കും. ദാ മുത്തശ്ശന്റെ ഫോട്ടോ ആണ്. കുട്ടി പറയാ, അയ്യേ മുത്തശ്ശനെ പോലെ ഇല്ലല്ലോ, അത് എന്റെ ഫോട്ടോ ആണ്, 1 വയസ്സിൽ എടുത്തതാണ്, ഇപ്പൊ ഞാൻ മാറി. മുത്തശ്ശൻ മാറിയോ? അപ്പൊ മുത്തശ്ശന്റെ ഫോട്ടോ എന്ന് എങ്ങനെ പറയും? ഇല്ലേ, ഞാൻ മാറിയില്ല, ശരീരം മാറി. അല്ലേ, ഓരോ 7 വർഷം കഴിയുമ്പോഴും ശരീരത്തിലുള്ള ഓരോ കോശവും മാറിക്കളയും. എല്ലാം മാറിപ്പോകും. ശരീരമേ മാറി. അപ്പൊ ശരീരം മാറിയാ മുത്തശ്ശൻ മാറിയില്ലേ? ഞാൻ മാറിയിട്ടില്ല, അതേ ആള് തന്നെ. പിന്നെ മനസ്സും മാറി, ശരീരവും മാറി, മനസ്സും മാറി. പക്ഷെ 1 വയസ്സിൽ ഏത് ഞാനാണോ ഉള്ളത് ആ ഞാൻ തന്നെയാണ് 80ാമത്തെ വയസ്സിൽ നിൽക്കുന്നത്. ആ ഞാനിന് മാറ്റമേ ഇല്ല. ആ അഹം സ്ഫൂർത്തി, അഹംബോധം, ആ അറിവ്, ജ്ഞപ്തി മാറാതെ നിൽക്കണം. ദൃശ്യപദാർത്ഥമായ ശരീരം, മനസ്സ്, ബുദ്ധി ഒക്കെ മാറുന്നു, ആ ദൃക്ക് മാറാതെ നിൽക്കുന്നു. ഇത് വിവേചിച്ചറിഞ്ഞാൽ ഞാനല്ലാത്ത പദാർത്ഥങ്ങളോടുള്ള മമത തനിയെ വിട്ടുപോകും. അപ്പൊ ഈ ശരീരം ഞാനല്ല. ശരീരത്തിൽ ഒരു അംഗത്തിനെ മുറിച്ചു കളഞ്ഞാലും ഈ ഞാൻ എന്നുള്ളതിന് ഒരു കേടും വരില്ല. കൈയില്ലാത്ത എത്രയോ പേരെ നമ്മൾ കാണുന്നു. അവർക്കൊക്കെ ഞാൻ എന്നുള്ളത് അല്പം പോയതായിട്ട് തോന്നുന്നുണ്ടോ? കാലില്ലാത്ത എത്രയോ പേരുണ്ട്, ഞാൻ പോയതായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് കാലില്ല, ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്തതാണ്.
പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു, പെട്ടെന്ന് ഫോൺ എടുക്കാനായി എഴുന്നേറ്റ് നടന്നപ്പോൾ ചോട്ടിൽ വീണു. അപ്പോഴാണോ ആലോചിച്ചത് ഓ കാലില്ല എന്നുള്ള കാര്യം? കാലില്ല എന്നുള്ളത് പോലും അറിഞ്ഞില്ല. വേദനയുണ്ടെങ്കിൽ കുറച്ചു നേരത്തേക്ക് അറിയാം, സെൻസേഷൻ ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ അതില്ല ഉണ്ട് ഒന്നും അറിയില്ല നമുക്ക്. അതൊന്നും ഞാനിന്റെ ഭാഗമല്ല. ഈ ഞാൻ എന്നുള്ളത് തികച്ചും കയ്യും കാലും ഇല്ലാത്തവരുണ്ട്. ഞങ്ങൾ ഒരു സ്ഥലത്തെ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോ, ഒരു മഹാരാഷ്ട്ര തീർത്ഥയാത്ര സമയത്ത് തന്നെ, ഏത് സ്ഥലം എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഒരു സന്യാസി, അദ്ദേഹത്തിന് 2 കയ്യൂല്ല കാലുമില്ല, കൂടെ ഇരുന്ന് ഒരാൾ ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിനടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരമാനന്ദമായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല, ഈ കൈയും കാലും ഒന്നും ഞാനല്ല, ഈ ശരീരം ഞാനല്ല. നേരെ മറിച്ച് നമുക്കോ ശരീരം കിട്ടിയിരിക്കുന്നു അല്ലെ. മുചുകുന്ദൻ പറയുന്നു, അവ്യംഗം അയത്നതോനക. ഒരയത്നവും ചെയ്യാതെ അംഗങ്ങൾക്കൊന്നും കുഴപ്പമില്ലാത്ത ശരീരം കിട്ടിയിട്ടും ദുഃഖമാണ്, കംപ്ലൈന്റ് ആണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി ലിസ്റ്റാണ് ദുഃഖത്തിന്റെ. അപ്പോ ശരീരം ഞാനല്ല, ദേഹം ഞാനല്ല, കയ്യ് കാല് തല ഇതൊന്നും ഞാനല്ല. ഇത് എന്റെയാണ് ഈ ശരീരം, പക്ഷെ ഈ ശരീരം ഞാനല്ല. ക്രമേണ ഈ ശരീരം എന്റെ ആണെന്നുള്ളതും പോണം. പിന്നെ ശരീരത്തിൻ്റെതായിട്ടുള്ള ചിലരൊക്കെ എന്റെ ആണെന്ന് തോന്നൽ, എക്സ്റ്റൻഷൻ. ജായാ സുതാദിഷു, എന്റെ ഭാര്യ, എന്റെ കുട്ടികള്, മമ 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 അല്ലേ, മേ മേ മേ, ആട് നിലവിളിക്കണ പോലെ മേ മേ. അഭിമതിം വിമുഞ്ച്, അതിലുള്ള അഭിമാനത്തിനെ ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ എന്താവും, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ ദുഃഖിക്കും. അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അത്യധികം വിഷമിക്കും, കരയും. അവർക്ക് എന്തെങ്കിലുമൊക്കെ വന്നാൽ അഭിമാനം തോന്നും, നല്ലത് വന്നാൽ അഭിമാനം തോന്നും. ഇതൊക്കെ മരണകാലത്ത് ഇവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച് എന്തു പ്രയോജനം? അവർക്കും പ്രയോജനമില്ല, നമുക്കും പ്രയോജനമില്ല. അഭിമതിം ത്യജത്വം പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ടം വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠഃ ധർമ്മം ഭജസ്വ സതതം ത്യജ ലോകധർമാന്. ഇനി ഭാഗവത ധർമ്മത്തിനെ ആശ്രയിക്കുക. എന്താ, വയസ്സായി കഴിഞ്ഞു, ഏകാന്തത്തിലിരിക്കുന്നു, നാമം ജപിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ആത്മവിചാരം ചെയ്യുന്നു, സത്സംഗത്തിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്പമൊക്കെ ധ്യാനം ചെയ്യുന്നു, മൗനം അനുഷ്ഠിക്കുന്നു. ഇതൊക്കെ ഭാഗവത ധർമ്മം, ഇത് അനുഷ്ഠിക്കുക. ത്യജ ലോകധർമ്മ, ലോകധർമ്മത്തിനെ ഉപേക്ഷിക്കുക. ലോകധർമ്മം എന്താ? സൊസൈറ്റിയുടെ ധർമ്മം അല്ലേ. നമ്മളുടെ തലയിലിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കല്യാണത്തിന് വിളിക്കും, മക്കള് ജനിച്ചു എന്തെങ്കിലും അതിന് വിളിക്കും. അതൊക്കെ ഒരു വയസ്സ് കഴിയുമ്പോൾ വിളിക്കാൻ വരുമ്പോൾ അവരോട് പറയുക, നിങ്ങളൊക്കെ നന്നായിട്ടിരിക്കണം, ഞങ്ങളിപ്പോൾ വയസ്സായി, ഇനി ഇതിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങളൊരു നിഷ്ഠയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്, നിങ്ങളൊക്കെ മംഗളമായിട്ടിരിക്കുക, ഞങ്ങൾ അവിടെ വരുന്നതിനേക്കാളും ഞങ്ങൾ ഇവിടെ ഇരുന്ന് അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും, ഞങ്ങൾ ഇതുമാതിരിയുള്ള കാര്യങ്ങളിലൊന്നും പ്രവേശിക്കണില്ല. ഇനിയുള്ള കാലം, ഇത്ര കാലമൊക്കെ നിങ്ങൾക്കൊക്കെ വേണ്ടി വന്നുവല്ലോ, ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ഈശ്വരനെ ആരാധിക്കട്ടെ, നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ നാമം ജപിച്ചുകൊണ്ടിരുന്നോളാം, ഭഗവാനെ ആരാധിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർ കുറച്ചൊക്കെ നിർബന്ധിക്കും. പക്ഷെ ആരും അത്രയൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് വെറുതെ തോന്നുകയാണ്, നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. ചിലര് വളരെ ഡിപ്ലോമാറ്റിക് ആയാണ് വിളിക്കുക, വരണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോ നമ്മളിങ്ങനെ പറഞ്ഞാൽ ആരും വിഷമം വിചാരിക്കില്ല. ഒരുപക്ഷെ വളരെ സ്നേഹമുള്ളവരാണെങ്കിൽ ആണെങ്കിൽ പോലും when they go back, they will go back with a lesson. അവര് അറിയും, നമ്മളും വയസ്സുകാലത്തില് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയുള്ള ആളുകൾ ഈ കാലത്തിലും ഉണ്ടല്ലോ. അപ്പോ സമൂഹത്തിൽ പ്രവർത്തിക്കാനൊരു കാലമുണ്ട്, സമൂഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു കാലമുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടെ അവർക്ക് കിട്ടിയിട്ട് അതും കൊണ്ട് അവർ പോകും. കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കില്ല. നമ്മൾ നേരെ ചൊവ്വ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനൊന്നും പോകണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആളുകൾ കുറേയൊക്കെ വിഷമിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവരെ അതിൻ്റെ ശരിയായ സ്പിരിറ്റിൽ അവർ എടുത്തോളും. ആരും വിഷമിക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഇതിനോട് ബഹുമാനം പോലും തോന്നും. അതുകൊണ്ട് ത്യജ ലോകധർമാൻ, ലോകധർമ്മങ്ങളെയൊക്കെ വിടാണ്. പിന്നെ എന്ത് ചെയ്യും? സേവസ്വ സാധു പുരുഷാൻ ജഹി കാമതൃഷ്ണാം. സാധുക്കളുടെ സംഘത്തിൽ ഇരുന്ന് ഭാഗവതം കേൾക്കും, ഭഗവത്ഗീത കേൾക്കും, ഉപനിഷത്ത് കേൾക്കും, ഭഗവത് തത്വം കേൾക്കും, അവരുടെ സ്വാനുഭൂതിയെ കേൾക്കും. ജഹി കാമതൃഷ്ണാം, ആഗ്രഹങ്ങളെ പതുക്കെ 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 ശമിപ്പിക്കും. ഏറ്റവും നല്ല ഉപദേശം ഒന്നും തന്നു,
അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാകഥാരസമഹോ നിതരാം പിബത്വം. മറ്റുള്ളവനെ കുറിച്ച് മിണ്ടിപ്പോകരുത്. സാധാരണ പറയും മറ്റുള്ളവരെ കുറ്റം പറയരുത്, നല്ലത് പറയാമെന്ന് പറയും. പക്ഷെ ഭഗവാൻ ഏകാദശത്തിൽ ഉദ്ധവരോട് പറഞ്ഞു, പരസ്വഭാവ കർമാണി ന പ്രശംസേത് ന ഗർഹയേത്. കാരണം എന്താ എന്ന് വെച്ചാൽ പരൻ എന്നുള്ളത് തന്നെ ഇല്ല. മറ്റുള്ളവനെ കുറിച്ച് നല്ലത് പറയുമ്പോഴും യു ആർ എക്സ്ട്രോവേർട്ടഡ്, മനസ്സ് പുറത്തേക്ക് പോകുന്നു. മറ്റുള്ളവരെ കുറിച്ച് നിന്ദിക്കുമ്പോഴും മനസ്സ് പുറത്തു പോകുന്നു. മറ്റുള്ളവരെ സ്തുതിച്ചാൽ രാഗം ഉണ്ടാവും, നിന്ദിച്ചാൽ ദ്വേഷം ഉണ്ടാവും. അതുകൊണ്ട് വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. ഇവിടെ പ്രകൃതി പുരുഷൻ, സ്ത്രീ പുരുഷൻ എന്ന് രണ്ടുണ്ട് എന്നുള്ളത് പോലും ഉള്ളിൽ ധരിക്കാതെ ഭാവാദ്വൈതത്തോടുകൂടെ വിശ്വം ഏക ആത്മകം പശ്യൻ, ഒരേ ആത്മവസ്തുവേ ഉള്ളൂ, ഇവിടെ രണ്ടാമതൊരു വസ്തു ഇല്ല എന്നുള്ളത് നല്ലവണ്ണം ഉറപ്പിച്ച് ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു വസ്തുവിനെ കുറിച്ച് മിണ്ടിപ്പോരുത്. വാക്കിനെ രക്ഷിക്കാം, അല്ലെങ്കിലോ യു വേസ്റ്റ് എനർജി. വാചോ വിഗ്ലാപനം ഹി തത് എന്ന് ശ്രുതി പറഞ്ഞു. വാക്കിനെ അശുദ്ധിയാക്കും, ധാരാളം ഊർജം നഷ്ടപ്പെട്ടു. വെറുതെ നമ്മൾ എന്തു പറയും അല്ലേ? വർത്തമാനം പറയുമ്പോൾ നോക്കൂ, രണ്ടുപേര് വർത്തമാനം പറയുമ്പോൾ എന്തു പറയും? ഒന്നിന് നമ്മളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കുറ്റം പറയും. ഇതേ പറയാനുള്ളൂ. പിന്നെ പരസ്പരം പറഞ്ഞ് കേൾക്കണവര് ലോകത്തിൽ ഇല്ലേ ഇല്ല. രണ്ടുപേര് വർത്തമാനം പറയുമ്പോൾ നോക്കുക, ഒരാൾ നിർത്താൻ വേണ്ടി മറ്റേ ആൾ കാത്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അയാൾ നിർത്തി ഇയാൾ തുടങ്ങും. അതുകൊണ്ട് ഇവിടെ വർത്തമാനം പറഞ്ഞപ്പോൾ നേടാനൊന്നുമില്ല. അതുകൊണ്ട് നിർത്താം. കുറച്ചൊക്കെ മൗനം ശീലിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ അനാവശ്യമായിട്ട് എത്ര വർത്തമാനം പറയണമെന്ന് മനസ്സിലാവും. അപ്പോ ഈ പലതും നമ്മൾ പുറത്തേക്ക് വിടില്ല, മനസ്സ് പ്രവർത്തിച്ചാൽ പോലും പുറത്തേക്ക് വിടില്ല. അപ്പോ പുറത്ത് ഇതൊക്കെ വിടുന്നത് കൊണ്ട് എത്ര ദൂഷ്യം വരേണ്ടതെന്നുള്ളതും അപ്പോഴും അറിയാം. അപ്പോ വാക്കിനെ ശുദ്ധമാക്കി വൈരാഗ്യരാഗരസികോ ഭവ ഭക്തിനിഷ്ഠ അന്യസ്യ ദോഷഗുണചിന്തനമാശു ത്യക്ത്വാ സേവാകഥാരസമഹോ നിതരാം പിബത്വം. ഭാഗവതത്തിനെ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ഭഗവത് രൂപത്തിനെ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്ന് ഉപദേശിച്ചു ഗോകർണൻ. ആത്മദേവൻ അല്പമൊക്കെ കുടുംബത്തിൽ ആസക്തി ഉണ്ടായിരുന്നുവെങ്കിലും നല്ല മനുഷ്യനാണ്, സാധുവാണ്. അദ്ദേഹത്തിന് കർമ്മമാർഗത്തിലെങ്കിലും രുചി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിനെ കൈവിട്ടില്ല, വഴി കാണിച്ചു കൊടുത്തു. ആ വഴിയിലൂടെ വൈരാഗ്യം വന്നപ്പോൾ അദ്ദേഹം നടന്നു. നമ്മളിപ്പോ സത്സംഗത്തിലൊക്കെ വന്നിരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് ഇപ്പോഴൊന്നും രുചി ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു സമയം വരുമ്പോൾ ഇതൊരു മാർഗം ഉണ്ടെന്ന് അറിയാം. ആത്മദേവൻ ഇത് മുൻപിലേ അറിയുന്നത് കൊണ്ട് ഈ മാർഗത്തിൽ അങ്ങനെ നടന്നു. പക്ഷെ ദുന്ധുളി അവൾക്ക് പാവം ഇതൊന്നും അറിയില്ല. അവൾക്ക് ഭാഗവതവും അറിയില്ല, ഭക്തിയും അറിയില്ല, ഭഗവാനും അറിയില്ല. അവളുടെ ലോകം എന്താന്ന് വെച്ചാൽ യൗവനം, സൗന്ദര്യം, ഇന്ദ്രിയ ഭോഗം, ലോകവർത്തമാനം, ലോകത്തിൽ സമൂഹത്തിൽ വലിയ ആളായിട്ട് നടക്കുക, പൊസിഷൻ, വാനിറ്റി, ഇതാണ് അവളുടെ മുമ്പിലുള്ള ലോകം. ഇപ്പൊ എന്തായി എന്ന് വെച്ചാൽ ഭർത്താവ് ഒരു വഴിക്ക് പോയി, തൻ്റെ വാർദ്ധക്യവും വന്നു, ഇന്ദ്രിയ ഭോഗമൊന്നും സാധ്യമല്ല, സൗന്ദര്യമൊക്കെ ഏതിനെ പിടിച്ചുകൊണ്ടിരുന്നു അതുമൊക്കെ നഷ്ടമായി. മകൻ ഒരാള് പരമവൃത്തികെട്ടവൻ, സകലവിധ ദുരാചാരങ്ങളും കൊണ്ട് പണം മോഷ്ടിച്ചു കൊണ്ടുപോകും. അവസാനം കിട്ടാതായപ്പോ അമ്മയോട് പറഞ്ഞു, ഒലയ്ക്ക കൊണ്ട് തല്ലും പണം തന്നിട്ടില്ലെങ്കിൽ, ലത്തയാ താടയാമി, ഇപ്പൊ പണം തരാന്ന്. എന്തു ചെയ്യും? പരമദുരിതമായി. അവസാനം ആ സ്ത്രീക്ക് ഇപ്പോൾ ഒരു മാർഗമേ മുമ്പിലുള്ളൂ. എന്താ? തൻ്റെ ലോകം മുഴുവൻ ഇരുട്ടായപ്പോ ഈശ്വരനും ഭക്തിയും ഒന്നും അറിയാത്തത് കൊണ്ട് കിണറ്റിൽ ചാടി. സൂസൈഡിനൊക്കെ കാരണം എന്താ? സൂസൈഡ് നല്ലൊരു സന്ദർഭമാണ്, അഹങ്കാരത്തിനെ കൊല്ലാനുള്ള ഒരു സന്ദർഭമാണ്. നമുക്ക് എന്തോ ഒന്നിനെ ഉള്ളെന്ന് കൊല്ലണം എന്ന് തോന്നുന്നു, ആ സമയത്താണ് ഈ സൂസൈഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു സദ്ഗുരുവിനെ കിട്ടുവാണെങ്കിൽ മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം അഹം മതിർ മൃത്യുമുപൈതി പൂർവം. നമ്മള് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരു നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിനെ കൊന്നുതരും. ശരീരത്തിനെ കൊല്ലേണ്ട ആവശ്യമില്ല, പരമനിർവൃത്തി ഉണ്ടാവും. പക്ഷെ ഈ പുറമേക്കുള്ള സൂസൈഡ് എന്ത് പ്രയോജനം ചെയ്യും? അത് ഭയങ്കരമായ വിപത്തുകളെ ഉണ്ടാക്കും. ഈ സ്ത്രീ കിണറ്റിൽ ചാടി മരിച്ചു. ഇത് കഴിഞ്ഞ് ഈ മകനോ സ്വതന്ത്രനായി ദാസി സ്ത്രീകൾ, പണ്ഡിയ സ്ത്രീകളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അവർക്കൊക്കെ കുറെ പണം കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പണം ചോദിച്ചു. രാജാവിന്റെ ഖജാനാവിലൊക്കെ പോയി മോഷ്ടിച്ചു.
അവസാനം ഈ സ്ത്രീകൾ അവരെയും ഭടന്മാര് വന്ന് പിടിക്കുമെന്നുള്ള ഘട്ടമായപ്പോ അവര് ഈ ദുന്ധുകാരിയെ കൊന്നു. വായില് കനലിട്ടു, കഴുത്ത് ഞെരിച്ചു, ദുർമരണം. കൊന്നു കഴിഞ്ഞപ്പോ ഇയാള് മരിച്ചു കഴിഞ്ഞപ്പോ എന്തായി? ഈ ജീവൻ ഗതി കിട്ടാതെ ഇങ്ങനെ അരഞ്ഞു നടക്കാം. സൂക്ഷ്മ ശരീരം. പ്രേതം എന്നൊന്നും പറഞ്ഞാൽ പേടിക്കണ്ട. ശരീരമുള്ള പ്രേതം മനുഷ്യൻ, ശരീരമില്ലാത്ത മനുഷ്യനാണ് പ്രേതം. എന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല. ശരീരമുണ്ട്, ശരീരമില്ല, അത്രേ ഉള്ളൂ. ശരീരം ഉള്ളപ്പോ ഭയങ്കരനാണെങ്കിൽ ശരീരം ഇല്ലെങ്കിലും പേടിക്കണം. ശരീരം ഉള്ളപ്പോ അയാൾ സാത്വികനാണെങ്കിൽ ശരീരം ഇല്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല. ശരീരത്തിന്റെ ഉള്ളിലുള്ള സൂക്ഷ്മ ശരീരമാണ് പ്രേതം. നമ്മളൊക്കെ സ്വപ്നത്തിൽ കാണുന്നുണ്ടല്ലോ അതിനെ. നമ്മളുടെ ഉള്ളിൽ തിരിഞ്ഞു നോക്കിയാൽ കാണാം അനേക ആഗ്രഹങ്ങൾ, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്. ഇതൊക്കെ മരിക്കുമ്പോ എന്താവും? ഇറ്റ് ഷുഡ് ഗെറ്റ് ഫുൾഫിൽഡ് സംവെയർ അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? അത് വേറെ ഒരു ശരീരത്തിനെ ഉണ്ടാക്കിയെടുക്കും. കിട്ടിയിട്ടില്ലെങ്കിലോ? അതാണ് ദുർമരണം എന്ന് പറയുന്നത്. അത് ഇങ്ങനെ അലഞ്ഞു നടന്നു. സൂക്ഷ്മ ശരീരം ഇങ്ങനെ അലഞ്ഞു നടന്നു. ഗോകർണൻ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞു. അച്ഛനമ്മമാരും മരിച്ചു. അവർക്കൊക്കെ ഗയാശ്രാദ്ധം ഊട്ടി. തൻ്റെ സഹോദരനും മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടിയും ഗയാശ്രാദ്ധമൊക്കെ ചെയ്തിട്ട് വരികയാണ്. വന്ന് വീട്ടിൽ വന്ന് കിടക്കുമ്പോണ്ട് എന്തോ ഒരു ഡിസ്റ്റർബൻസ്. നമുക്കൊക്കെ കാണാം, ചില വീടുകളിൽ പോയാൽ കയറാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയില്ല, ഒന്നുമില്ല. ഇറ്റ് ഈസ് സിമ്പിൾ സൈക്കിക് ഡിസ്റ്റർബൻസ്. അവിടെ നിൽക്കാൻ പറ്റില്ല. ചില സ്ഥലത്ത് പോയാൽ നമുക്ക് കാണാം, അങ്ങനെ നിറഞ്ഞു നിൽക്കും. അങ്ങനെ ആ സാന്നിധ്യം എന്ന് നമ്മൾ പറയും. അതിനെയൊക്കെ താന്ത്രികന്മാരൊക്കെ ബാധ അത് എന്നൊക്കെ പറയും. കാര്യം എന്താ? ഈ സൂക്ഷ്മ ശരീരം, ആ ജീവിക്കണവരുടെ സൂക്ഷ്മ ശരീരമേ അശുദ്ധമായാൽ മതി. മരിച്ച ആളുകൾ അവിടെ വേണമെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ മുഴുവനുണ്ട്. അമേരിക്കയിൽ ഒരാൾ വിളിക്കണത് ഇവിടെ കീ 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 എന്ന് ശബ്ദം ഉണ്ടാക്കണല്ലേ? ആ വേവ് ഒക്കെ ഇവിടെ നടക്കണു. അതുപോലെ ഈ ചിത്തവൃത്തികൾ മുഴുവൻ ഇവിടെ നിറഞ്ഞു നിൽക്കണുണ്ടേ. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോ ഈ ജീവൻ, ദുന്ധുകാരിയുടെ ജീവൻ, അഹങ്കാരം, സൂക്ഷ്മ ശരീരം, അത് ഗോകർണനെ ഇങ്ങനെ ശ്രദ്ധ തിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇവർക്കൊക്കെ ഗതി കിട്ടണമെങ്കിൽ വേറെ വഴിയില്ല, ഏതെങ്കിലും മഹാത്മാക്കളുടെ കൃപ ഉണ്ടാവും. ഇങ്ങനെ ശ്രദ്ധ ഇങ്ങനെ തിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഗോകർണന്റെ മുമ്പിൽ ആനയായിട്ടും ദേവനായിട്ടും അഗ്നിയായിട്ടും എന്തൊക്കെയോ രൂപത്തിൽ, പശുവായിട്ടും എന്തൊക്കെയോ രൂപത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാം. വർത്തമാനം പറയാൻ കഴിയില്ല. ദർശനോ ഇന്ദ്രിയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. ഗോകർണൻ തന്റെ മന്ത്രം ജപിച്ച് പ്രോക്ഷണം ചെയ്തു. എന്നിട്ട് ചോദിച്ചു, നീ ആരാണ്? പതുക്കെ അയാൾക്ക് താൻ ആരാണെന്നുള്ളത് ബോധിപ്പിക്കാൻ സാധിച്ചു. സഹോദരനാണ്. ഞാൻ ഗയാശ്രാദ്ധം ചെയ്തുവല്ലോ, എന്നിട്ടും തനിക്ക് വിമുക്തി കിട്ടിയില്ലേ? ഞാൻ മഹാപാപി. നോക്കണം, അവിടെ പശ്ചാത്താപം വന്നു. ഈ ശരീരത്തിൽ പശ്ചാത്താപം വന്നു. ഞാൻ മഹാപാപി. എനിക്ക് ഒരു ഗയാശ്രാദ്ധമല്ല 100 ഗയാശ്രാദ്ധം ചെയ്താലും എനിക്ക് വിമുക്തി കിട്ടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ വഴി നോക്കുക. കാരണം ഗയാശ്രാദ്ധം മുതലായിട്ടുള്ളതൊക്കെ കർമാനുഷ്ഠാനമാണ്. കർമ്മമൊക്കെ ശരീരത്തിനെ സ്പർശിക്കും, അല്പമൊക്കെ മനസ്സിനെയും സ്പർശിക്കും. പക്ഷെ സൂക്ഷ്മ ശരീരത്തിനെ നല്ലവണ്ണം മാറ്റിമറിക്കണമെങ്കിൽ ശ്രവണം തന്നെ വേണം. ശ്രവണം തന്നെ വേണം. ശ്രവണമാണ് ഉള്ളിൽ ചെന്ന് മനസ്സിനെ ശുദ്ധമാക്കാനും വാസനകളെ ശുദ്ധമാക്കാനും ഈ 3 ശരീരത്തിനെയും ശുദ്ധമാക്കും. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരത്തിൽ കിടക്കുന്ന വാസനകളെയൊക്കെ ഇല്ലാതാക്കി തീർക്കും. അതിന് ശ്രവണം തന്നെ വേണം. അപ്പോൾ ഗയാശ്രാദ്ധമൊന്നും സാധിച്ചില്ല. പിന്നെ എന്ത് ചെയ്യും? പല ഋഷികളോടും ചോദിച്ചു, എല്ലാവരും അറിയില്ല എന്ന് പറഞ്ഞു. അവസാനം സൂര്യസ്തംഭനം ചെയ്തു. സൂര്യനെ ഉദ്ദേശിച്ച് തപസ് ചെയ്തു. സൂര്യനിൽ നിന്നും ഒരു അശരീരി വാണി കേട്ടു. ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹം വാചനം കുരു ഇതി സൂര്യവച സർവൈഹി ധർമ്മരൂപം തു വിശ്രുതം. ശ്രീമദ് ഭാഗവതാത് മുക്തി. ശ്രീമദ് ഭാഗവതം കൊണ്ട് മുക്തി ഉണ്ടാവും എന്ന് വെച്ചാലോ, ഭാഗവത ശ്രവണം കൊണ്ട് ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ആത്മാനുഭവം ഉണ്ടാകും. അത് തന്നെ മുക്തി. രമണ മഹർഷി ഒരിടത്ത് പറയുന്നു, അഹം ഈസ് അനദർ നെയിം ഫോർ മുക്തി എന്നാണ്. അഹം അഹം എന്ന് സ്ഫുരിക്കുന്നത് എന്തോ അത് തന്നെ ബ്രഹ്മവസ്തുവാണ്. അത് നമുക്കിപ്പോ സിദ്ധമായതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണില്ല. അതാണ് ഭഗവാൻ സാധനാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞില്ലേ? ശ്രദ്ധാവാൻ. ശ്രദ്ധ ഒന്ന് അതിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി. ആ ഉള്ള വസ്തു പുതിയതായിട്ട് വരികയാണെങ്കിൽ, മുക്തി എന്നുള്ളത് അല്ലെങ്കിൽ ജ്ഞാനം എന്നുള്ളത് പുതിയതായിട്ട് കിട്ടുന്നതാണെങ്കിൽ വരണ പോലെ പോകും.
അതെങ്ങനെ വരണോ അതുപോലെ പോകും. പക്ഷെ ജ്ഞാനം പുതിയതായിട്ട് വരേണ്ടതല്ല, ഉള്ള അനുഭവമാണ്, ഇപ്പൊ തന്നെ സിദ്ധമായിട്ടുള്ളതാണ്. സിദ്ധമായ വസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണു, അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചു തുടങ്ങും. ആ ശ്രദ്ധ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ വീണ്ടും തുടങ്ങും. ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതിയ ഒരു ഹിന്ദിയിലെ വളരെ പ്രസിദ്ധമായ വ്യാഖ്യാനമാണ് അഖണ്ഡാനന്ദ സ്വാമിജിയുടെ. വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ കമന്ററി അല്ല, പ്രഭാഷണങ്ങളായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് പൂർണ്ണാനന്ദ തീർത്ഥ സ്തവം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതില് പറയുന്നു, വൈകുണ്ഠക്കേന ദുഷ്ട ശ്രവണപഥഗത സ്വപ്നവദ്ഭാതി ചിത്തേ. വൈകുണ്ഠത്തിനെ ആര് കണ്ടു എന്നാണ്? ചെവിയിലിങ്ങനെ വീഴുന്നു, സ്വപ്നം പോലെ അത് അനുഭവ മണ്ഡലത്തിൽ വരികയും പോവുകയും ചെയ്യുന്നു. യോഗികളുടെ സമാധിയും അതെ, അത് ഇപ്പൊ ഇല്ലാത്ത അവസ്ഥ സുഷുപ്തി പോലെ വരികയും പോവുകയും ചെയ്യുന്നു. പക്ഷേ ആ ഭഗവാൻ, ആ വസ്തു സദാ ഹൃദയകുഹരത്തിൽ ഇപ്പൊ തന്നെ സിദ്ധമായ വസ്തുവായി അഹം 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 എന്ന് സദാ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് എനിക്ക് ബോധിപ്പിച്ച ആ ഗുരുവിന് നമസ്കാരം എന്നാണ്. മുഴുവൻ ഇങ്ങനെ വേദാന്തപരമായിട്ടുള്ള ഗുരുസ്തുതിയാണ്. സിദ്ധമായിരിക്കും. തത്വമസി എന്നാണ്. സത്യം ഇപ്പൊ തന്നെ നമ്മളുടെ ഉള്ളിൽ അഹം പദാർത്ഥമായിട്ട്, അഹം എന്ന പദത്തിന്റെ ഉണ്മയായ പൊരുളായിട്ട് ഈശ്വരൻ, അതാണ് ഈശ്വരൻ അഹം പദാർത്ഥമായിട്ട് നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.